സി എ ഫൈനൽ ഓഡിറ്റിങ്ങിൻ്റെ ചാപ്റ്റർ 1 ആണ് നോക്കുന്നത്. ചാപ്റ്റർ 1 ക്വാളിറ്റി കൺട്രോളാണ്. സോ ഈ ചാപ്റ്ററിൽ എന്താ ഡിസ്കസ് ചെയ്യുന്നത് വെച്ചാൽ, നമ്മളിപ്പോൾ ഒരു ഓഡിറ്റ് പെർഫോം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു ഓഡിറ്റർ എന്തൊക്കെ ക്വാളിറ്റീസ്, എങ്ങനെയാണ് ഒരു ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് അദ്ദേഹത്തിൻ്റെ വർക്കിൽ, അതാണ് ഈ ചാപ്റ്ററിൽ മെയിനായിട്ട് പറഞ്ഞത്. അപ്പോൾ ഈ ചാപ്റ്ററിൽ ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്കുകൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ, ഫസ്റ്റ് ക്വാളിറ്റി കൺട്രോൾ. എന്താണ് ക്വാളിറ്റി കൺട്രോൾ മീൻസ് ഏതൊക്കെ സെക്ഷൻസ് ആണ്, എന്താണ് ക്വാളിറ്റി കൺട്രോൾ, ഏതൊക്കെ സെക്ഷൻസ് ആണ് ക്വാളിറ്റി കൺട്രോൾസിനെ കുറിച്ചിട്ട് ഡിസ്ക്രൈബ് ചെയ്യുന്നത്. രണ്ടാമത്തെ വെച്ചാൽ ഓഡിറ്റ് ക്വാളിറ്റി എന്താണ്. പിന്നെ മെയിനായിട്ട് 2 സെക്ഷൻസാണ് നമുക്ക് പഠിക്കാനുള്ളത്, 2 സ്റ്റാൻഡേർഡ്സാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഒന്ന് വെച്ചാൽ SQC1 ക്വാളിറ്റി കൺട്രോൾ ഫോർ ഫേംസും, പിന്നെ സ്റ്റാൻഡേർഡ്സ് ഓൺ ഓഡിറ്റിംഗ് 220 ക്വാളിറ്റി കൺട്രോൾ ഫോർ ആൻ ഓഡിറ്റ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. അതിനുശേഷം ഇതിന് രണ്ടിൻ്റെയും കീ ഡിഫറൻസസ്, നേച്ചറും സ്കോപ്പും ആപ്ലിക്കബിലിറ്റിയിലുള്ള ഡിഫറൻസസ്. അത് കഴിഞ്ഞിട്ട് മെക്കാനിസം ഫോർ റിവ്യൂ ഓഫ് ക്വാളിറ്റി കൺട്രോൾ. ഇപ്പോൾ ഒരു ക്വാളിറ്റി കൺട്രോൾ, ഒരു ഫേം അല്ലെങ്കിൽ ഒരു ഓഡിറ്റർ ക്വാളിറ്റി ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ട് അതിനെ റിവ്യൂ ചെയ്യുന്ന മെക്കാനിസം. അപ്പോൾ ഇത്രയും 6 ടോപ്പിക്കുകളാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് നോക്കാനുള്ളത്. അതിൽ ഫസ്റ്റ് നമുക്ക് നോക്കാനുള്ളതെന്ന് വെച്ചാൽ ക്വാളിറ്റി കൺട്രോളാണ്. സോ ഫസ്റ്റ് ക്വാളിറ്റി കൺട്രോൾ. 2 സ്റ്റാൻഡേർഡ്സാണ് ക്വാളിറ്റി കൺട്രോളിനെ കുറിച്ചിട്ട് നമുക്ക് പഠിക്കാനുള്ളത്. ഫസ്റ്റ് വെച്ചാൽ SQC1 ആൻഡ് സെക്കൻഡ് SA 220. അപ്പോൾ SQC1 എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഒരു ഫേമിൽ, ഒരു ഓഡിറ്റ് ഫേമിൽ അല്ലെങ്കിൽ എന്താണ് ഓഡിറ്റോ അല്ലെങ്കിൽ റിവ്യൂ ഓഫ് ഹിസ്റ്റോറിക്കൽ ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ അല്ലെങ്കിൽ അതർ അഷ്വറൻസ് ആൻഡ് റിലേറ്റഡ് സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഫേം. നമ്മളിപ്പോൾ ഒരു ഓഡിറ്റ് ഫേമോ അല്ലെങ്കിൽ നമ്മളൊരു ടാക്സ് കൺസൾട്ടൻറ്റോ വാട്ടെവർ, നമ്മളൊരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഹിസ്റ്റോറിക്കൽ റിവ്യൂ അല്ലെങ്കിൽ ഓഡിറ്റോ അല്ലെങ്കിൽ അതർ അഷ്വറൻസ് അല്ലെങ്കിൽ റിലേറ്റഡ് സർവീസ് എൻഗേജ്മെൻറ്റോ ചെയ്യുന്നൊരു ഫേം ഫോളോ ചെയ്യേണ്ട ക്വാളിറ്റീസ്, എന്തൊക്കെ ക്വാളിറ്റീസാണ് ഫോളോ ചെയ്യേണ്ടത്, അതിനെ ഡിസ്ക്രൈബ് ചെയ്യുന്ന സ്റ്റാൻഡേർഡാണ് SQC1. അതേമാതിരി തന്നെ SA 220 എന്താണെന്ന് വെച്ചാൽ, ഒരു ഓഡിറ്റ് എൻഗേജ്മെൻറ്റ്. നമ്മളിപ്പോൾ എന്താണ്, ഒരു ഫേം ഉണ്ട്, ആ ഫേമിൽ 5 പാർട്ട്നേഴ്സാണുള്ളതെന്ന് വെക്കുക. ഈ 5 പാർട്ട്നേഴ്സ് എന്താണ് SQC1 ഫോളോ ചെയ്യുന്നുണ്ടോ എന്നുള്ളത് ഈ 5 പാർട്ട്നേഴ്സ് നോക്കണം. ഈ ഒരു ഫേം എന്താണ് SQC1 എൻഷുർ ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യം ഈ 5 പാർട്ട്നേഴ്സ് നോക്കണം. ഇതിൽ ഒരു പാർട്ട്ണറിന് ഒരു ഓഡിറ്റ് വർക്ക് കിട്ടി, ഒരു എൻഗേജ്മെൻറ്റ് കിട്ടി, ഒരു പാർട്ട്ണർ ഒരു ഓഡിറ്റ് വർക്ക് കിട്ടി. ആ പാർട്ട്ണർ മാത്രം എന്ത് നോക്കണം, ഈ ഓഡിറ്റ് എൻഗേജ്മെൻറ്റ് അല്ലെങ്കിൽ ആ ഓഡിറ്റ് വർക്ക് പ്രോപ്പർ രീതി അല്ലെങ്കിൽ പ്രോപ്പർ ക്വാളിറ്റിയിലാണോ എന്ന് വെച്ചാൽ, ഈ സ്റ്റാൻഡേർഡ് SA 220 പ്രിസ്ക്രൈബ് ചെയ്യുന്ന ക്വാളിറ്റിയിലാണോ ആ വർക്ക് നടക്കുന്നത് എന്നുള്ളത് ആ ഓഡിറ്റർ എന്ത് ചെയ്യണം, എൻഷുർ ചെയ്യണം. സോ SQC1 എന്ന് വെച്ചാൽ എന്താണ്, ഒരു ഫേമിൻ്റെ മൊത്തത്തിലുള്ള ക്വാളിറ്റി, അതാണ് അത് ഡിസ്ക്രൈബ് ചെയ്യുന്നത്. SA 220 എന്ന് വെച്ചാൽ ഒരു സിംഗിൾ ഓഡിറ്റ് എൻഗേജ്മെൻറ്റ്, നമ്മൾ ചെയ്യുന്ന ഒരു വർക്ക് ഒരു സിംഗിൾ ഓഡിറ്റ് എൻഗേജ്മെൻ്റ് ആണ്, അതിൻ്റെ ക്വാളിറ്റിയാണ് എന്ത് SA 220 ഡിസ്ക്രൈബ് ചെയ്യുന്നത്. സോ ഇതിൻ്റെ പേര് എന്നതാണ് SQC1 എന്ന് വെച്ചാൽ ക്വാളിറ്റി കൺട്രോൾ ഫോർ ഫേംസ് ആണ് SQC1ൻ്റെ പേര്. SA 220 വെച്ചാൽ ക്വാളിറ്റി കൺട്രോൾ ഫോർ ഓഡിറ്റ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്, ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഓഡിറ്റിൽ നമ്മൾ പാലിക്കേണ്ട ക്വാളിറ്റി കൺട്രോൾ. ഇത് ഒരു ഫേം. ഓക്കെ, സോ അതാണ് ക്വാളിറ്റി കൺട്രോൾ. നെക്സ്റ്റ് വെച്ചാൽ എന്താണ് ഓഡിറ്റ് ക്വാളിറ്റി. ഓഡിറ്റ് ക്വാളിറ്റി നമുക്ക് നോക്കാനുള്ളത് ഇമ്പോർട്ടൻസ് ഓഫ് ഓഡിറ്റ് ക്വാളിറ്റിയാണ് ഫസ്റ്റ് നോക്കാനുള്ളത്. നമുക്ക് എന്തിനാണ് ഈ ഓഡിറ്റ് ക്വാളിറ്റീൻ്റെ ആവശ്യം, വൈ വി നീഡ് ഓഡിറ്റ് ക്വാളിറ്റി. അത് കഴിഞ്ഞിട്ട് എന്തൊക്കെയാണ് ഓഡിറ്റ് ക്വാളിറ്റീൻ്റെ കമ്പോണൻറ്റ്സ്, നമ്മൾ എങ്ങനെയാണ് ഒരു ഓഡിറ്റിന് ക്വാളിറ്റി കൊണ്ടുവരിക, ഏതൊക്കെ രീതിയിൽ എങ്ങനെയാണ് നമ്മൾ കൊണ്ടുവരിക. അത് കഴിഞ്ഞിട്ട് പിന്നെ ഫ്രെയിം വർക്ക്, ദെൻ സപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡ്സ് ആൻഡ് മെക്കാനിസം ആൻഡ് റിവ്യൂ മെക്കാനിസം. അപ്പോൾ അതിൽ ഫസ്റ്റ് നമുക്ക് നോക്കാനുള്ളത് ഇമ്പോർട്ടൻസ് ഓഫ് ഓഡിറ്റ് ക്വാളിറ്റിയാണ്. ഇത് ഡയറക്റ്റായിട്ട് സ്റ്റഡി മെറ്റീരിയലിൻ്റെ സെയിം ഫോർമാറ്റിലാണുള്ളത്, ഒരു വ്യത്യാസമില്ല. സമ്മറൈസ് ചെയ്തിട്ടുള്ള നോട്ടാണ് ഇതിലുള്ളത്. ഓക്കെ, വേറെ എക്സ്ട്രാ ആയിട്ടോ അല്ലെങ്കിൽ കുറച്ചിട്ടോ ഇല്ല. സ്റ്റഡി മെറ്റീരിയലുള്ള സാധനം ഒന്ന് സമ്മറൈസ് ചെയ്തിട്ടുള്ള നോട്ട്സിലാണ് ഇതിലുള്ളത്, സെയിം സ്ട്രക്ചറിലുമാണുള്ളത്. സോ ഓഡിറ്റ് ക്വാളിറ്റി എന്താണ്, ഹൈ ഓഡിറ്റ് ക്വാളിറ്റി ഈസ് ക്രൂഷ്യൽ ഫോർ ഓഡിറ്റിംഗ് പ്രൊഫഷണൽ. അപ്പോൾ ഓഡിറ്റിംഗ് പ്രൊഫഷണൽ എന്താണ്, ഓഡിറ്റ് ക്വാളിറ്റി ക്രൂഷ്യലാണ്. എന്തിനാണെന്ന് വെച്ചാൽ ഇറ്റ് ബിൽഡ് ട്രസ്റ്റ് അമംഗ് യൂസേഴ്സ് ഓഫ് ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ. അപ്പോൾ ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ യൂസ് ചെയ്യുന്ന വ്യക്തികൾക്ക്, ആരൊക്കെയാണോ അത് യൂസ് ചെയ്യുന്നത്, അവരുടെ ഇടയിൽ ഒരു ട്രസ്റ്റ്. കാരണം ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് അക്കൗണ്ടൻസ് ഉണ്ടാക്കി, ആ അക്കൗണ്ടന്മാരുണ്ടാക്കിയ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഒരു ഓഡിറ്റർ വന്ന് റിവ്യൂ ചെയ്തിട്ട് അല്ലെങ്കിൽ ഓഡിറ്റ് ചെയ്തിട്ട് എന്താണ്, അവരതിനൊരു ഒപ്പീനിയൻ കൊടുക്കുകയാണ്. ഓക്കെ, അതിനാണല്ലോ ഓഡിറ്റിംഗ് എന്ന് പറയാം. അപ്പോൾ അതിനൊരു ഒപ്പീനിയൻ കൊടുക്കുമ്പോൾ എന്താണ്, ആ ഒപ്പീനിയൻ വിശ്വസിച്ചിട്ടാണ് യൂസേഴ്സ്, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് യൂസേഴ്സ് ആ ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ഓഡിറ്റ് ക്വാളിറ്റി, നമ്മൾ ഒപ്പീനിയൻ കൊടുത്തിട്ടുള്ള ഓഡിറ്റ് വർക്കിൽ ക്വാളിറ്റി ഇല്ലെങ്കിൽ എന്താണ്,
അവിടെ ആ ഒരു വിശ്വാസം തന്നെയാണ് പോകുന്നത്. സോ ഓഡിറ്റ് ക്വാളിറ്റി എന്താണ് ബിൽഡ് ചെയ്യുന്നത്? ഫസ്റ്റ് ട്രസ്റ്റ് അമംഗ് യൂസേഴ്സ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ ആരൊക്കെയാണ് ഈ യൂസേഴ്സ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് വരുന്നത്? ഫസ്റ്റ് ഇൻഡസ്ട്രീസ്, ഗവൺമെൻറ് ആൻഡ് പബ്ലിക് ഹൂ റിലൈ ഓൺ ഓഡിറ്റേഴ്സ് അഷുറൻസ്. അപ്പോൾ ഓഡിറ്റേഴ്സിൻ്റെ അഷുറൻസിൽ റിലൈ ചെയ്യുന്ന ആൾക്കാരാണ് ഇവർ. അപ്പോൾ ഇവരുടെ ആ ഒരു അഷുറൻസിന് നമ്മൾ ആ ഒരു ട്രസ്റ്റ് നമ്മൾ എന്താണ് ഫുൾഫിൽ ചെയ്യാൻ നമ്മളുടെ വർക്ക് നമ്മൾ ക്വാളിറ്റിയിൽ വേണം ചെയ്യാൻ. ഓക്കെ, എക്സാമ്പിൾ, എ കമ്പനി സ്റ്റേക്ക് ഹോൾഡേഴ്സ് ട്രസ്റ്റ് ഓഡിറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് വെൻ ദേ ആർ റിവ്യൂഡ് റിഗോറസ്ലി എൻഷ്യൂറിങ് കംപ്ലയൻസ് വിത്ത് പ്രൊഫഷണൽ സ്റ്റാൻഡേർഡ്. അപ്പോൾ ഒരു കോംപ്രമൈസും ഇല്ലാതെ ക്വാളിറ്റിയിൽ ഒരു കോംപ്രമൈസും ഇല്ലാതെ ചെയ്ത വർക്കിൽ എന്തായിരിക്കും ഒരു സ്റ്റേക്ക് ഹോൾഡേഴ്സിന് ട്രസ്റ്റ് എന്തായാലും ഉണ്ടാവും. അപ്പോൾ ഒരു ഓഡിറ്റ് ക്വാളിറ്റീൻ്റെ കീ കമ്പോണൻസ് എന്ന് വെച്ചാൽ നമുക്കൊരു ഓഡിറ്റിന് ക്വാളിറ്റി പ്രൊവൈഡ് ചെയ്യാൻ 2 സ്റ്റാൻഡേർഡ്സാണ് പറഞ്ഞത്. ഈ 2 സ്റ്റാൻഡേർഡ് പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണോ നമ്മൾ ചെയ്യേണ്ടത്, ക്വാളിറ്റി ബിൽഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്തൊക്കെയാണോ ചെയ്യേണ്ടത്, SQC1 അതേമാതിരി തന്നെ SA220 രണ്ടും ഡിഫറെൻറ്റ് പർപ്പസിനാണുള്ളത്. ഒന്ന് വെച്ചാൽ ഫേമിൻ്റെ ലെവലിലും മറ്റേന്ന് വെച്ചാൽ ഒരു സിംഗിൾ എൻഗേജ്മെൻറ്റ് ഓഡിറ്റ് എൻഗേജ്മെൻറ്റ് ലെവലുമാണുള്ളത്. പക്ഷേ ഈ 2 സ്റ്റാൻഡേർഡ്സും പറയുന്ന കാര്യങ്ങൾ ഫോളോ ചെയ്താലേ നമുക്ക് എന്തുണ്ടാവുള്ളൂ, ഓഡിറ്റ് ക്വാളിറ്റി നമുക്ക് എൻഷുർ ചെയ്യാൻ പറ്റുള്ളൂ. സോ അതുകൊണ്ടാണ് നമ്മൾ SQC1 ആൻഡ് SA220 നമ്മൾ എന്താണ് ഓഡിറ്റ് ക്വാളിറ്റീൻ്റെ കീ കമ്പോണൻസ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. സോ ഓഡിറ്റ് ക്വാളിറ്റി എൻഷുർസ് റിഗറസ് ഓഡിറ്റ് പ്രോസസ് ആൻഡ് കംപ്ലയൻസ് വിത്ത് ലോസ്, റെഗുലേഷൻസ് ആൻഡ് പ്രൊഫഷണൽ സ്റ്റാൻഡേർഡ്. അപ്പോൾ എന്താണ് നമ്മളൊരു ഓഡിറ്റ് പ്രോസസ്സ് എന്താണ് നമ്മളൊരു വിട്ടുവീഴ്ചയും ചെയ്യാണ്ട് നമ്മൾ ചെയ്യുന്നതും അതേമാതിരി തന്നെ നമ്മൾ ലോസ്, റെഗുലേഷൻസ് ആൻഡ് പ്രൊഫഷണൽ സ്റ്റാൻഡേർഡ്സ് നമ്മൾ ഫോളോ ചെയ്യുന്നതും കംപ്ലൈ ചെയ്യുന്നതുമാണ് എന്ത് ഒരു ഓഡിറ്റ് ക്വാളിറ്റി എൻഷുർ ചെയ്യുന്ന സാധനങ്ങൾ. സോ അതിൻ്റെ കീ 2 കമ്പോണൻസ് എന്തൊക്കെയാണ്? SQC1 ആൻഡ് SA220. ദെൻ ഫസ്റ്റ് SQC1. എന്താണ് SQC1? നമ്മൾ ഓൾറെഡി പറഞ്ഞു. ക്വാളിറ്റി കൺട്രോൾ ഫോർ ഫേംസിൻ്റെ ക്വാളിറ്റി കൺട്രോൾ, ഫേം എങ്ങനെയാണ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. സോ അതാണ് SQC1 പറഞ്ഞത്. പെർഫോമിംഗ് ഓഡിറ്റ് ആൻഡ് റിവ്യൂ ഓഫ് ഹിസ്റ്റോറിക്കൽ ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ, അതർ അഷുറൻസ് ആൻഡ് റിലേറ്റഡ് സർവീസ് എൻഗേജ്മെൻറ്റ്. അപ്പോൾ ഓഡിറ്റിന് മാത്രമല്ല, ഓഡിറ്റ്, റിവ്യൂ ഓഫ് ഹിസ്റ്റോറിക്കൽ ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ, അതേമാതിരി തന്നെ പിന്നെ അതർ അഷുറൻസ് ആൻഡ് റിലേറ്റഡ് സർവീസ് എൻഗേജ്മെൻറ്റ്, ഇതെല്ലാം ചെയ്യുന്ന ഫേംസിൻ്റെ ക്വാളിറ്റിയാണ് SQC1 പറയുന്നത്. എക്സാമ്പിൾ, എ ഫേം എൻഷുർ ഇറ്റ്സ് ഓഡിറ്റ് ടീം ഫോളോസ് സെറ്റ് പ്രൊസീജിയേഴ്സ് ഫോർ ഓൾ ഓഡിറ്റ് എൻഗേജ്മെൻറ്റ് മെയിൻറ്റെയിനിങ് കൺസിസ്റ്റൻസി. അപ്പോൾ എന്താണ് എല്ലാ ഓഡിറ്റ് എൻഗേജ്മെൻറ്റിലും നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഫോളോ ചെയ്യേണ്ട കുറച്ച് സ്റ്റാൻഡേർഡ്സും അതേപോലെ തന്നെ പ്രൊസീജിയേഴ്സും ഉണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചിട്ടാണ് SQC1 മെൻഷൻ ചെയ്യുന്നത്. ഇനി SA220 എന്താണെന്ന് വെച്ചാൽ ക്വാളിറ്റി കൺട്രോൾ ഫോർ ഇൻഡിവിജ്വൽ ഓഡിറ്റ് എൻഗേജ്മെൻറ്റ്. അപ്പോൾ ഒരു ഇൻഡിവിജ്വൽ ഓഡിറ്റ് എൻഗേജ്മെൻറ്റിനെ കുറിച്ചിട്ടാണ് SA220 പറഞ്ഞത്. ഫോക്കസിങ് ഓൺ എൻഷുറിങ് ക്വാളിറ്റി അറ്റ് എൻഗേജ്മെൻറ്റ് ലെവൽ. എക്സാമ്പിൾ, an auditor reviews the audit plan for specific client to confirm it complies with professional standard. അപ്പോൾ ചില ക്ലയൻസിൻ്റെ അടുത്ത് നമ്മളെന്താണ് അവർ പ്രൊഫഷണൽ സ്റ്റാൻഡേർഡ്സും കംപ്ലൈ ചെയ്യുന്നുണ്ടോ കാര്യം നമ്മൾ എൻഷുർ ചെയ്യണം ആ വർക്ക് ചെയ്യുന്ന സമയത്ത്. ദെൻ ഫ്രെയിംവർക്ക് ഫോർ ഓഡിറ്റ് ക്വാളിറ്റി. ഫ്രെയിംവർക്ക് എന്താണെന്ന് വെച്ചാൽ ഫസ്റ്റ് SQC1 ഡീൽസ് വിത്ത് ക്വാളിറ്റി അറ്റ് ദ ഫേം ലെവൽ. ഫേമിൻ്റെ ലെവലിലാണ് SQC ഡീൽ ചെയ്യുന്നത്. ആൻഡ് SA220 എന്ന് വെച്ചാൽ എന്താണ് ഇൻഡിവിജ്വൽ എൻഗേജ്മെൻറ്റ് ലെവലിലാണ് ഡീൽ ചെയ്യുന്നത്. ബോത്ത് ഫോം ദ ഫ്രെയിംവർക്ക് ഫോർ ഓഡിറ്റ് ക്വാളിറ്റി. അപ്പോൾ രണ്ടും കൂടി ചേർന്നിട്ടാണ് എന്താണ് ഓഡിറ്റ് ക്വാളിറ്റി ബിൽഡ് ചെയ്യുന്നത്. SQC1 ആൻഡ് SA220. എക്സാമ്പിൾ, എ ഫേം സെറ്റ്സ് ഇൻറ്റേർണൽ ഗൈഡ് ലൈൻസ് ഫോർ ഓൾ ഓഡിറ്റേഴ്സ്. അപ്പോൾ എല്ലാ ഓഡിറ്റേഴ്സിനും എന്താണ് ഒരു ഗൈഡ് ലൈൻസ് എന്താണ് SQC1 തരുന്നുണ്ട്. വൈൽ ഈച്ച് ഓഡിറ്റേഴ്സ് എൻഷുവേഴ്സ് ദെയർ ഓൺ എൻഗേജ്മെൻറ്റ് അദേഴ്സ് ടു ദ ഗൈഡ് ലൈൻസ്. അപ്പോൾ ഓരോ എൻഗേജ്മെൻറ്റ് എന്താണ് പോളിസീസും പ്രൊസീജിയേഴ്സും ഫോളോ ചെയ്തിട്ടാണോ പോകുന്നത് എന്നുള്ളത് എന്താണ് ഓരോ ഓഡിറ്റേഴ്സും നോക്കണം അക്കോർഡിംഗ് ടു SA220. ദെൻ സപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡ്സ് ആൻഡ് മെക്കാനിസം ഏതൊക്കെയാണ് പിന്നെ സപ്പോർട്ടിംഗ് ആയിട്ട് വരുന്നത്. അപ്പോൾ നമുക്ക് മെയിനായിട്ടുള്ള ഫ്രെയിംവർക്ക് എന്ന് വെച്ചാൽ ഒന്ന് SQC1 ആൻഡ് SA220 ആണ് ഓഡിറ്റ് ക്വാളിറ്റിക്ക് വരുന്നത്. അതല്ലാതെ എന്തൊക്കെയാണ് പിന്നെ ഏതൊക്കെ സ്റ്റാൻഡേർഡ്സും അതേപോലെ തന്നെ ഏതൊക്കെ സെക്ഷൻസും ആക്റ്റുകളാണ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് ക്വാളിറ്റീൻ്റെ കാര്യത്തിൽ. അതർ സ്റ്റാൻഡേർഡ്സ് ഓൺ ഓഡിറ്റിംഗ് ആൻഡ് ICA കോഡ് ഓഫ് എത്തിക്സ്. അപ്പോൾ ICAൻ്റെ കോഡ് ഓഫ് എത്തിക്സ് ആൻഡ് ദ കമ്പനീസ് ആക്ട് ആൻഡ് ടു ദ ക്വാളിറ്റി കൺട്രോൾ പ്രോസസ്. അപ്പോൾ കമ്പനീസ് ആക്റ്റും അതേപോലെ തന്നെ ICA കോഡ് ഓഫ് എത്തിക്സും പിന്നെ മറ്റ് ഓഡിറ്റിംഗ് സ്റ്റാൻഡേർഡ്സും എന്താണ് ഈ ഒരു ക്വാളിറ്റി കൺട്രോളിന് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കംപ്ലയൻസ് വിത്ത് കമ്പനീസ് ആക്ട് എൻഷുവേഴ്സ് ദ ഓഡിറ്റ് മീറ്റ് സ്റ്റാറ്റ്യൂട്ടറി റിക്വയർമെൻറ്റ്. അപ്പോൾ എന്താണ് നമ്മൾ കമ്പനീസ് ആക്ടിനെ കംപ്ലൈ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ് വി ആർ മെയിൻറ്റെയിനിങ് ദ ക്വാളിറ്റി എന്ന് വെച്ചാൽ ആ സ്റ്റാൻഡേർഡ് നമ്മൾ സ്റ്റാറ്റ്യൂട്ടറി പ്രൊവിഷൻസ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അതിൻ്റെ മീനിങ് എന്താണ് നമ്മളുടെ വർക്ക് ഒരു റൂൾ പ്രകാരമാണ് നമ്മളുടെ വർക്ക് ചെയ്യാൻ പറഞ്ഞത്. കമ്പനീസ് ആക്ട് പ്രകാരമാണ്
നമ്മളുടെ ബുക്സ് പ്രിപ്പയർ ചെയ്യുന്നത്. ബുക്സ് അതേപോലെ തന്നെ എല്ലാം നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് കമ്പനീസ് ആക്ടിൻ്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഫോളോ ചെയ്തിട്ടാണ് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ ആ പ്രൊസീജിയേഴ്സ് നമ്മൾ കംപ്ലൈ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുകയാണെങ്കിൽ, കംപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ എന്താണ് അതിൻ്റെ മീനിങ്, നമ്മളുടെ വർക്ക് എന്താണ് ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്. റിവ്യൂ മെക്കാനിസം, നമ്മൾ ചെയ്യുന്ന ക്വാളിറ്റി, നമ്മളെന്താണ് മെയിൻറ്റെയിൻ ചെയ്യുന്ന ക്വാളിറ്റി പ്രോപ്പർ ആണോ എന്ന് നോക്കേണ്ട ചില മെക്കാനിസംസ് ആണ്. ഫസ്റ്റ് വൺ പിയർ റിവ്യൂ ബോർഡ് ഉണ്ട്, പിന്നെ ക്വാളിറ്റി റിവ്യൂ ബോർഡ് ഉണ്ട്, പിന്നെ NFRA ഉണ്ട്. അപ്പോൾ ഈ 3 കാര്യങ്ങളാണെന്ത് നമ്മൾ ചെയ്യുന്ന വർക്കിൻ്റെ ക്വാളിറ്റി റിവ്യൂ ചെയ്യുന്ന 3 ബോർഡുകളാണുള്ളത്, 3 എൻറ്റിറ്റീസാണുള്ളത്. So oversees and review audit quality and compliances. So NFRA review and audit firms practices to ensure they align with the national standard. അപ്പോൾ നാഷണൽ സ്റ്റാൻഡേർഡ്സുമായിട്ട് നമ്മളുടെ വർക്ക് അലൈൻ ചെയ്യുന്നുണ്ടോ, നമ്മളത് പ്രകാരമാണോ നമ്മളുടെ വർക്ക് ചെയ്യുന്നത് എന്നുള്ളതാണ് എന്ത് NFRA, നാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് അതോറിറ്റി റിവ്യൂ ചെയ്യുന്നത്. സോ അപ്പോൾ നമ്മൾ എന്ത് കഴിഞ്ഞു, നമ്മൾ ക്വാളിറ്റി കൺട്രോൾ. എന്താണ് ക്വാളിറ്റി കൺട്രോൾ? ക്വാളിറ്റി കൺട്രോൾ 2 സ്റ്റാൻഡേർഡ്സിനെ കുറിച്ചാണ് പറഞ്ഞത്. ഒന്ന് വെച്ചാൽ SQC1 ആൻഡ് SA220. SQC1 റിലേറ്റഡ് ടു ഫേംസ് ക്വാളിറ്റി ആൻഡ് SA220 റിലേറ്റഡ് ടു ഇൻഡിവിജ്വൽ എൻഗേജ്മെൻറ്റ്. ദെൻ ഓഡിറ്റ് ക്വാളിറ്റി. എന്താണ് ഓഡിറ്റ് ക്വാളിറ്റി? ഓഡിറ്റ് ക്വാളിറ്റി എന്ന് വെച്ചാൽ അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് വെച്ചാൽ അതെന്താണ്, യൂസേഴ്സ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഇടയിൽ ട്രസ്റ്റ് ബിൽഡ് ചെയ്യും. ഓക്കെ, അതിൻ്റെ 2 കീ കമ്പോണൻസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ SQC1 ആൻഡ് SA220 ആണ്. അപ്പോൾ SQC1ഉം അതേമാതിരി തന്നെ SA220യും മെയിൻറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഓഡിറ്റ് ക്വാളിറ്റി പ്രൊസീജിയേഴ്സ് ഫോളോ ചെയ്യുന്ന മാതിരിയാണ് കൺസിഡർ ചെയ്യുന്നത്. ഇനിയാണ് നമ്മൾ ഈ SQC1ലും അതേമാതിരി തന്നെ SA220ലും എന്താണ് പറയുന്നത്? നമ്മൾ ഇതുവരെ പറഞ്ഞു എന്താണ്, ഓഡിറ്റ് ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ നമ്മൾ SQC1 ആൻഡ് SA220 ഫോളോ ചെയ്യണം എന്നാണ് നമ്മൾ ഇതുവരെ പറഞ്ഞത്. എന്താണ് ഈ 2 സ്റ്റാൻഡേർഡ്സും പറയുന്നത്? ഇനി അതാണ് നമുക്ക് നോക്കാനുള്ളത്. സോ ഫസ്റ്റ് നമ്മൾ നോക്കുന്നത് വെച്ചാൽ SQC1 എന്താണ് പറയുന്നത്, എങ്ങനെയാണ് നമുക്ക് ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുക ഒരു ഫേം ലെവലിൽ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് നോക്കാം SQC1 പറയുന്നത്. So SQC1 requires firms to establish quality control system to ensure compliance with the professional, regulatory and legal standards and to issue appropriate reports in specific circumstances. അപ്പോൾ SQC1 എന്താണ് പറഞ്ഞത്, നമുക്ക് എങ്ങനെയാണ് ഒരു ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുക? നമുക്കൊരു ക്വാളിറ്റി കൺട്രോൾ സിസ്റ്റം എസ്റ്റാബ്ലിഷ് ചെയ്യണം ഫേമിനിടയിൽ ആൻഡ് എൻഷ്യൂർ എന്താണ് നമ്മൾ പ്രൊഫഷണൽ, റെഗുലേറ്ററി ആൻഡ് ലീഗൽ സ്റ്റാൻഡേർഡ്സ്. അപ്പോൾ പ്രൊഫഷണൽ, റെഗുലേറ്ററി ആൻഡ് ലീഗൽ സ്റ്റാൻഡേർഡ്സ് നമ്മൾ കംപ്ലൈ ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യം എൻഷുർ ചെയ്യാൻ വേണ്ടി നമ്മളൊരു ക്വാളിറ്റി കൺട്രോൾ സിസ്റ്റം നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്യണം. ആൻഡ് ഇഷ്യൂ അപ്രോപ്രിയേറ്റ് റിപ്പോർട്ട്സ് ഇൻ സ്പെസിഫിക് സർക്കംസ്റ്റാൻസസ്. നമുക്കൊരു റിപ്പോർട്ടുകൾ തരാൻ നമുക്കൊരു ഇപ്പോൾ ഓഡിറ്റ് ഫേം ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഓഡിറ്റ് റിവ്യൂ ചെയ്യുന്ന ഫേം ആയിക്കോട്ടെ, അപ്പോൾ ഇതൊക്കെ ചെയ്യുന്നൊരു ഫേംസിന് ഓരോ റിപ്പോർട്ടുകൾ എന്നാലും എസ്റ്റാബ്ലിഷ് ചെയ്യാനുണ്ടാവും. ഒന്നുകിൽ ഓഡിറ്റ് റിപ്പോർട്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും റിപ്പോർട്ടുകൾ, ഇപ്പോൾ ഇൻറ്റേർണൽ ഓഡിറ്റ് റിപ്പോർട്ടോ സംതിങ് അങ്ങനെയുള്ള ഓരോ റിപ്പോർട്ടുകൾ എസ്റ്റാബ്ലിഷ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഒരു റിപ്പോർട്ട് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതിന് മുമ്പ് പ്രൊഫഷണൽ, റെഗുലേറ്ററി ആൻഡ് ലീഗൽ സ്റ്റാൻഡേർഡ്സ് കംപ്ലൈ ചെയ്തിട്ടാണോ നമ്മൾ ഈ ആ റിപ്പോർട്ട്, അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള റിപ്പോർട്ട് ഇഷ്യൂ ചെയ്യുന്നതിനുള്ള കാര്യം നമുക്ക് എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, നമ്മളൊരു ക്വാളിറ്റി കൺട്രോൾ സിസ്റ്റം എസ്റ്റാബ്ലിഷ് ചെയ്യണം എന്നാണ് ആര് പറയുന്നത്, SQC1 പറയുന്നത്. ഓക്കെ, അത് പറയുന്നുള്ളൂ. ഇനി അതിന് ഡീറ്റെയിൽ ആയിട്ട് പോകുന്നുണ്ട്. ഇനി നെക്സ്റ്റ് എന്താ നമുക്ക് നോക്കാം, SQC1 നോക്കാനുള്ള ചില ആപ്ലിക്കബിലിറ്റി, ആർക്കൊക്കെയാണ് SQC1 ആപ്ലിക്കബിൾ ആവുന്നത്. അത് കഴിഞ്ഞിട്ട് എന്താണ് SQC1ൻ്റെ ഒബ്ജക്റ്റീവ്, SQC1 എന്താ ചെയ്യേണ്ടതെന്ന് പറയും. നമ്മൾ ഫസ്റ്റ് എന്താണ് ഒരു ക്വാളിറ്റി കൺട്രോൾ സിസ്റ്റം എസ്റ്റാബ്ലിഷ് ചെയ്യണം. എന്തിനു വേണ്ടിയിട്ട്? പ്രൊഫഷണൽ, റെഗുലേറ്ററി ആൻഡ് ലീഗൽ സ്റ്റാൻഡേർഡ്സ് കംപ്ലൈ ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യം എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ട്. അതേമാതിരി തന്നെ എന്താണ് ടു ഇഷ്യൂ അപ്രോപ്രിയേറ്റ് റിപ്പോർട്ട്സ് ഇൻ സ്പെസിഫിക് സർക്കംസ്റ്റാൻസസ്. അപ്പോൾ ഈ 2 കാര്യങ്ങളും എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ക്വാളിറ്റി എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ട് ക്വാളിറ്റി കൺട്രോൾ സിസ്റ്റം എസ്റ്റാബ്ലിഷ് ചെയ്യാനാണ് SQC1 പറയുന്നത്. അത് കഴിഞ്ഞ് നമുക്ക് നോക്കാനുള്ള ആപ്ലിക്കബിലിറ്റി, ആർക്കാണ് ആപ്ലിക്കബിൾ, പിന്നെ ഒബ്ജക്റ്റീവ്, ദെൻ എലമെൻറ്റ്സ് ഓഫ് ക്വാളിറ്റി കൺട്രോൾ, എന്തൊക്കെയാണ് ഒരു ക്വാളിറ്റി കൺട്രോൾസിൻ്റെ എലമെൻറ്റ്. അത് കഴിഞ്ഞിട്ട് എന്താണ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ഡോക്യുമെൻറ്റേഷൻ, നമ്മൾ എങ്ങനെയാണ് ഒരു ക്വാളിറ്റി കൺട്രോളിനെ അല്ലെങ്കിൽ ഒരു ക്വാളിറ്റീനെ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത്, അതേമാതിരി തന്നെ അതെങ്ങനെയാണ് ഡോക്യുമെൻ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ 4 കാര്യങ്ങളാണ് നമുക്ക് നോക്കാനുള്ളത് ഇതിൽ. സോ ഫസ്റ്റ് ആപ്ലിക്കബിലിറ്റി. SQC1 applies to all firms
റിഗാർഡ്ലെസ് ഓഫ് ദർ സൈസ് ആൻഡ് സ്ട്രക്ചർ. അപ്പോൾ സൈസും സ്ട്രക്ചറും നോക്കാണ്ട് എല്ലാ ഫേംസിനും എന്താണ് SQC1 അപ്ലിക്കബിൾ ആണ്. സോ എക്സംഷൻസോ കാര്യങ്ങളൊന്നുമില്ല. എവറി ആൻഡ് ഈച്ച് ഫേംസ് ഈസ് ലയബിൾ ടു അപ്ലൈ SQC1, ലയബിൾ ടു ഫോളോ SQC1. Then objective. The system of quality control should provide reasonable assurance that the firm and its personnel, ആരൊക്കെ രണ്ട് ആൾക്കാരാണ് ഫോളോ ചെയ്യേണ്ടത്, ഒന്ന് ഫേമും അതേമാതിരി തന്നെ അതിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരും എന്താണ് മീറ്റ് പ്രൊഫഷണൽ സ്റ്റാൻഡേർഡ്സ് ആൻഡ് ഇഷ്യൂ സ്യൂട്ടബിൾ റിപ്പോർട്ട്സ്. അപ്പോൾ പ്രൊഫഷണൽ സ്റ്റാൻഡേർഡ്സ് മീറ്റ് ചെയ്യുന്നതും അതേമാതിരി തന്നെ സ്യൂട്ടബിൾ റിപ്പോർട്ട്സ് എന്താണ് ഇഷ്യൂ ചെയ്യുന്നതും എന്താണ് ഫേമിൻ്റെയും അതേമാതിരി തന്നെ അതിലുള്ള പേഴ്സണലിൻ്റെയും അതിലുള്ള വ്യക്തികളുടെയും എന്താണ് ഉത്തരവാദിത്തമാണ്. സോ അത് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടോ, അതിനുള്ള റീസണബിൾ അഷുറൻസ് ആണ് എന്ത് ഈ ഒരു സിസ്റ്റം ഓഫ് ക്വാളിറ്റി കൺട്രോൾ പ്രൊവൈഡ് ചെയ്യേണ്ടത്. നമ്മൾ ഫസ്റ്റ് പറഞ്ഞു എന്താണ് ഒരു സിസ്റ്റം ഓഫ് ക്വാളിറ്റി കൺട്രോൾ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നു, അതാണ് പറഞ്ഞത്. അപ്പോൾ ആ സിസ്റ്റം എന്ത് എൻഷുർ ചെയ്യണം, ഒരു റീസണബിൾ അഷുറൻസ് തരണം, എന്ത് ഫേമും അതേമാതിരി തന്നെ അതിലുള്ള പേഴ്സണലും എന്ത് മീറ്റ് ചെയ്യുന്നുണ്ടോ, ഫസ്റ്റ് പ്രൊഫഷണൽ സ്റ്റാൻഡേർഡ്സ് ആൻഡ് ഇഷ്യൂ സ്യൂട്ടബിൾ റിപ്പോർട്ട്സ്. അപ്പോൾ ഇതാണെന്ത് SQC1ൻ്റെ ഒബ്ജക്റ്റീവ്. നെക്സ്റ്റ് എലമെൻറ്റ്സ് ഓഫ് ക്വാളിറ്റി കൺട്രോൾ. എന്തൊക്കെയാണ് ക്വാളിറ്റി കൺട്രോൾ മീൻസ് SQC1 റിലേറ്റഡ് ആയിട്ടുള്ള ക്വാളിറ്റീസിൻ്റെ എലമെൻറ്റ്സ് എന്തൊക്കെയാണ്? ഫസ്റ്റ് ലീഡർഷിപ്പ് റെസ്പോൺസിബിലിറ്റി. ഒരു ലീഡർഷിപ്പ് റെസ്പോൺസിബിലിറ്റിയിൽ എങ്ങനെയാണ് ക്വാളിറ്റി കൺട്രോൾ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. ദെൻ എത്തിക്കൽ റിക്വയർമെൻറ്റ്. അത് കഴിഞ്ഞിട്ട് അക്സെപ്റ്റൻസ് ആൻഡ് കണ്ടിന്യൂൻസ് ഓഫ് ക്ലയൻറ്റ്സ് റിലേഷൻഷിപ്പ്. അപ്പോൾ നമ്മളൊരു ക്ലയൻറ്റിനെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുമോ അല്ലെങ്കിൽ നമ്മൾ അവരുമായിട്ട് റിലേഷൻഷിപ്പ് അവരുടെ ഒരു വർക്ക് നമ്മൾ ഏറ്റെടുക്കുകയോ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്. ദെൻ ഹ്യൂമൻ റിസോഴ്സ്. നമ്മളുടെ നമ്മളുടെ സ്റ്റാഫ്, ആ സ്റ്റാഫിനെ നമ്മൾ എങ്ങനെയാണ് നമ്മൾ ഡീൽ ചെയ്യേണ്ടത് ക്വാളിറ്റീൻ്റെ ബേസിൽ. ദെൻ എൻഗേജ്മെൻറ്റ് പെർഫോമൻസ്, ദെൻ മോണിറ്ററിങ്. അപ്പോൾ ഇത്രയും എലമെൻറ്റ്സാണ് നമുക്കുള്ളത്, 6 എലമെൻറ്റുകളാണ് നമുക്കുള്ളത്. ഫസ്റ്റ് എന്ന് വെച്ചാൽ ലീഡർഷിപ്പ്. ഏറ്റവും ടോപ്പിൽ നിന്നാണ് നമുക്ക് ക്വാളിറ്റി നമുക്ക് വരേണ്ടത്. കാരണം നമ്മളുടെ മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ നമ്മളുടെ ഒരു ഫേം, നമ്മളാണ് ഒരു ഫേം സ്റ്റാർട്ട് ചെയ്യുന്നത്. ആ ഒരു ഫേം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ വേണം ആ ക്വാളിറ്റി നമ്മൾ ഫസ്റ്റ് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഏറ്റവും തുടക്കത്തിൽ വരുന്ന ആരുടെ ഭാഗത്തു നിന്നാണ് ആ ഒരു ലീഡർ അല്ലെങ്കിൽ ആ ലീഡർഷിപ്പിൽ നിന്നാണ് ആ ക്വാളിറ്റി ഇംപ്ലിമെൻ്റ് ആവേണ്ടത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ആ എത്തിക്കൽ റിക്വയർമെൻറ്റ് നമ്മളും അതേമാതിരി തന്നെ നമ്മളുടെ കീഴിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്കും ആ ഒരു എത്തിക്കൽ റിക്വയർമെൻറ്റ് നമ്മൾ മനസ്സിലാക്കി കൊടുക്കണം. അത് കഴിഞ്ഞിട്ടാണ് നമുക്ക് എന്ത് വരിക, ഫസ്റ്റ് നമ്മളൊരു ഓഫീസിലും നമുക്ക് വേണ്ട സ്റ്റാഫുകളെ നമ്മൾ അപ്പോയിൻ്റ് ചെയ്യും. ദെൻ ഓൺലി വിൽ ബി എൻഗേജിങ് ടു സം വർക്ക്. അപ്പോൾ നമ്മൾ അതിന് ശേഷമാണ് നമ്മൾ എന്ത് ചെയ്യുക, ഒരു വർക്ക് നമ്മൾ എൻഗേജ് ചെയ്യുക. അപ്പോൾ ആ വർക്ക് ചൂസ് ചെയ്യുമ്പോൾ നമ്മൾ എന്തൊക്കെയാണ് ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് നമ്മൾ നോക്കണം. അത് കഴിഞ്ഞിട്ട് ആ വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മളുടെ ഹ്യൂമൻ റിസോഴ്സസ്, നമ്മളുടെ സ്റ്റാഫുകളെ നമ്മൾ എങ്ങനെ ഡീൽ ചെയ്യണം, ഓക്കെ, അത് നമ്മൾ നോക്കണം. അപ്പോഴാണ് നമ്മൾ സ്റ്റാഫുകൾ വർക്ക് ചെയ്യുക. നമ്മൾ ഫസ്റ്റ് അപ്പോയിൻറ്റ് ചെയ്യും, അതുകൊണ്ട് സ്റ്റാഫുകൾ വർക്ക് ചെയ്യുമ്പോഴാണ് നമുക്കൊരു പണി കിട്ടുമ്പോഴാണ് സ്റ്റാഫ് വർക്ക് ചെയ്യുക. സോ ആ വർക്ക് ചെയ്യുന്ന സമയത്തുള്ള സ്റ്റാഫുകളെ നമ്മൾ ഡീൽ ചെയ്യണം ഇൻ ദ ക്വാളിറ്റി ബേസ്. പിന്നെ എൻഗേജ്മെൻറ്റ് പെർഫോമൻസ്. നമ്മൾ എങ്ങനെയാണ് അത് പെർഫോം ചെയ്യുന്നത്, നമ്മൾ ക്ലയൻറ്റിൻ്റെ നിന്ന് നമ്മൾ വർക്ക് അക്സെപ്റ്റ് ചെയ്തു, ആ വർക്ക് നമ്മൾ എങ്ങനെയാണ് ക്വാളിറ്റീൻ്റെ ബേസിൽ നമ്മൾ എങ്ങനെയാണ് പെർഫോം ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് ഈ കാര്യങ്ങളെല്ലാം, ഈ 5 കാര്യങ്ങളും നമ്മൾ മോണിറ്റർ ചെയ്യണം. പ്രോപ്പറായിട്ട് ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യം നമ്മൾ മോണിറ്റർ ചെയ്യണം. ഓക്കെ, അപ്പോൾ ഈ 6 എലമെൻറ്റ്സ് ആണുള്ളത്. ഫസ്റ്റ് ലീഡർഷിപ്പ് റെസ്പോൺസിബിലിറ്റി, ദെൻ എത്തിക്കൽ റിക്വയർമെൻറ്റ്, ദെൻ അക്സെപ്റ്റൻസ് ആൻഡ് കണ്ടിന്യൂൻസ് ഓഫ് ക്ലയൻറ്റ്സ് റിലേഷൻഷിപ്പ്. അത് കഴിഞ്ഞിട്ട് ഹ്യൂമൻ റിസോഴ്സ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ജോലിക്ക് ആൾക്കാരെ വെച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ക്ലയൻറ്റിൻ്റെ വർക്ക് എടുക്കുകയാണ്. സോ എൻഗേജ്മെൻറ്റ്, പെർഫോമൻസ് ആൻഡ് ലാസ്റ്റ് നമ്മൾ ഈ 5 കാര്യങ്ങളും നമ്മൾ ചെക്ക് ചെയ്യുന്നു. സോ മോണിറ്ററിങ്. അതിൽ ഫസ്റ്റ് വരുന്നതാണ് ലീഡർഷിപ്പ് റെസ്പോൺസിബിലിറ്റി. SQC1 emphasizes the need for policies and procedures that promote a culture of quality in all engagement. അപ്പോൾ എല്ലാ എൻഗേജ്മെൻറ്റിലും ഒരു കൾച്ചർ, ഒരു ക്വാളിറ്റി ബേസിലുള്ള ഒരു കൾച്ചർ പ്രൊമോട്ട് ചെയ്യേണ്ട ഒരു പോളിസീസും പ്രൊസീജിയേഴ്സിൻ്റെ ആവശ്യം ഉണ്ടെന്നാണ് SQC1 പറയുന്നത്. The CEO or managing partner hold ultimate responsibility for the quality control. അപ്പോൾ ക്വാളിറ്റി കൺട്രോളിൻ്റെ അൾട്ടിമേറ്റ് റെസ്പോൺസിബിലിറ്റി ഞാൻ പറഞ്ഞു, നമ്മളൊരു ഫേം ഇടുകയാണെങ്കിൽ നമ്മൾക്കാണ് അതിൻ്റെ അൾട്ടിമേറ്റ് റെസ്പോൺസിബിലിറ്റി വരിക. നമ്മുടെ അടുത്തു നിന്നാണ് വരേണ്ടത്, ആ ഒരു ക്വാളിറ്റി ബാക്കി എല്ലാ പേഴ്സണലിനും സ്പ്രെഡ് ആവേണ്ടത്, ബാക്കി എല്ലാ വ്യക്തികളുടെ അടുത്തേക്കും നമ്മളുടെ അടുത്തു നിന്നാണ് ആ ക്വാളിറ്റി സ്പ്രെഡ് ആവേണ്ടത്. സോ അൾട്ടിമേറ്റ് റെസ്പോൺസിബിലിറ്റി ആർക്കൊക്കെയാണ്? CEO ആൻഡ് മാനേജിങ് പാർട്ണറാണ് അൾട്ടിമേറ്റ് റെസ്പോൺസിബിലിറ്റി ഉള്ളത് ക്വാളിറ്റി കൺട്രോൾ സിസ്റ്റത്തിൽ. എക്സാമ്പിൾ, ദ മാനേജിങ് പാർട്ണർ കമ്മ്യൂണിക്കേറ്റ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ക്വാളിറ്റി ഇൻ മീറ്റിംഗ്സ് ആൻഡ് ട്രെയിനിങ് പ്രോഗ്രാം. അപ്പോൾ ട്രെയിനിങ് പ്രോഗ്രാമിൻ്റെ ഇടയിലോ അല്ലെങ്കിൽ മീറ്റിങ്ങിൻ്റെ ഇടയിലോ എന്ത് ചെയ്യണം,
ഈ മാനേജിങ് പാർട്ണർ അല്ലെങ്കിൽ CEO എന്ത് ചെയ്യണം, ഈ ഒരു ക്വാളിറ്റീനെ കുറിച്ചിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം നമ്മളെ സ്റ്റാഫിൻ്റെ അടുത്ത്. കൾച്ചർ ഓഫ് ക്വാളിറ്റി. ലീഡർഷിപ്പ് മസ്റ്റ് സെറ്റ് എൻ എക്സാമ്പിൾ ടു എൻകറേജ് ഹൈ ക്വാളിറ്റി ഓഡിറ്റ് വർക്ക്. അപ്പോൾ ഒരു ഹൈ ക്വാളിറ്റി ഓഡിറ്റ് വർക്ക് നമുക്ക് പോസിബിൾ ആവണമെങ്കിൽ നമ്മളൊരു എക്സാമ്പിൾ പ്രൊവൈഡ് ചെയ്യണം. എങ്ങനെയാണ് ഒരു ഹൈ ക്വാളിറ്റി ഒരു വർക്ക് നമ്മൾ ചെയ്യേണ്ടത്, നമ്മളുടെ ഒരു ഫേമിൻ്റെ അണ്ടറിൽ നമ്മൾ എങ്ങനെയാണ് ഒരു ഹൈ ക്വാളിറ്റി വർക്ക് ചെയ്യേണ്ടതെന്നുള്ളത് ഒരു എക്സാമ്പിൾ നമ്മൾ വേണം പ്രൊവൈഡ് ചെയ്യാൻ. സോ ലീഡർഷിപ്പ്, ഒരു കൾച്ചർ, ഒരു ക്വാളിറ്റി കൾച്ചർ നമുക്ക് ബിൽഡ് ചെയ്യണമെങ്കിൽ നമ്മൾ വേണം ഫസ്റ്റ് എക്സാമ്പിൾ ആവാൻ, ലീഡേഴ്സ് വേണം എക്സാമ്പിൾ ആവാൻ. സോ നമ്മളെന്ന് ഞാൻ പറയാൻ കാരണം, ഞാൻ ഉൾപ്പെടെ എല്ലാവരും എന്താണ്, നമ്മൾ ഈ ഫീൽഡിൽ വർക്ക് ചെയ്യാൻ പോകുന്നത്, നമ്മൾ ഈ ഒരു CA പഠിക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഒരു ഫേം ചെയ്തിട്ട് നമ്മൾ ഓഡിറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഫോളോ ചെയ്യേണ്ട കാര്യങ്ങളാണ് നമ്മൾ ഓഡിറ്റിങ്ങിൽ പഠിക്കുന്നത്. സോ എപ്പോഴും നമ്മളായിരിക്കണം ലീഡർ, നമ്മൾ ആ ലീഡറിൻ്റെ കോൺസെപ്റ്റാണ് നമ്മൾ നോക്കേണ്ടത്, ഈ ഒരു ഓഡിറ്റിങ് നമ്മൾ പഠിക്കേണ്ടത്. സോ എന്താണ്, ഫസ്റ്റ് ലീഡർഷിപ്പ് മസ്റ്റ് സെറ്റ് എൻ എക്സാമ്പിൾ ടു എൻകറേജ് ഹൈ ക്വാളിറ്റി ഓഡിറ്റ് വർക്ക്. ഓപ്പറേഷണൽ റെസ്പോൺസിബിലിറ്റി ഫോർ ക്വാളിറ്റി കൺട്രോൾ ഷുഡ് ബി അസൈൻ ടു ഇൻഡിവിജ്വൽ വിത്ത് അപ്രോപ്രിയേറ്റ് എക്സ്പീരിയൻസ് ആൻഡ് അതോറിറ്റി ആൻഡ് എബിലിറ്റി. അപ്പോൾ എന്താണ് ഓപ്പറേഷണൽ റെസ്പോൺസിബിലിറ്റി ഫോർ ക്വാളിറ്റി കൺട്രോൾ. ഇപ്പോൾ ക്വാളിറ്റി കൺട്രോളിൻ്റെ ഒരു ഓപ്പറേഷണൽ റെസ്പോൺസിബിലിറ്റി എങ്ങനെയാണ് അസൈൻ ചെയ്യേണ്ടത്? എക്സ്പീരിയൻസ്, അതോറിറ്റി ആൻഡ് എബിലിറ്റി, അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള എക്സ്പീരിയൻസും അതോറിറ്റിയും എബിലിറ്റി ഉള്ള ഇൻഡിവിജ്വൽസിന് വേണം അസൈൻ ചെയ്ത് കൊടുക്കാൻ ക്വാളിറ്റി കൺട്രോൾ. നമ്മളിപ്പോൾ ഒരു ടീം ബിൽഡ് ചെയ്യുകയാണെങ്കിൽ, ടീം ബിൽഡ് ചെയ്യുമ്പം ആ ഒരു ടീമിൻ്റെ വർക്കിൻ്റെ ക്വാളിറ്റി എൻഷുർ ചെയ്യേണ്ടത്. അപ്പോൾ നമ്മളെന്താണ്, നമുക്ക് എല്ലാ സ്ഥലത്തും നമുക്ക് നോക്കാൻ പറ്റില്ല, നമ്മളൊരു എക്സാമ്പിൾ നമ്മൾ കൊടുക്കണം. നമ്മൾ ഒരു എന്താ പറയുക, ഒരു കൾച്ചർ ഓഫ് ക്വാളിറ്റി ബിൽഡ് ചെയ്യണമെങ്കിൽ നമ്മളൊരു എക്സാമ്പിൾ ആയിരിക്കണം അവർക്കൊരു എൻകറേജ്മെൻറ്റിന് വേണ്ടിയിട്ട്. പക്ഷേ നമ്മളൊരു ടീം ബിൽഡ് ചെയ്യുന്ന സമയത്ത് ആ ടീമിലൊരു എന്താണ് അപ്രോപ്രിയേറ്റ് ആയിട്ടൊരു എക്സ്പീരിയൻസും അതോറിറ്റിയും അതേപോലെ തന്നെ എബിലിറ്റി ഉള്ള ഒരു ഇൻഡിവിജ്വലിന് വേണം നമ്മൾ എന്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്, ഈ ക്വാളിറ്റി കൺട്രോളിൻ്റെ റെസ്പോൺസിബിലിറ്റി, ഓപ്പറേഷണൽ റെസ്പോൺസിബിലിറ്റി നമ്മൾ അസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട്. എക്സാമ്പിൾ, എ സീനിയർ ഓഡിറ്റർ വിത്ത് എക്സ്റ്റെൻസീവ് എക്സ്പീരിയൻസ് ഈസ് അസൈൻ ടു ഓവർസീ കംപ്ലയൻസ് വിത്ത് ക്വാളിറ്റി സ്റ്റാൻഡേർഡ്. അപ്പോൾ ഒരു എക്സ്പീരിയൻസ് ഉള്ളൊരു സീനിയർ ഓഡിറ്ററിന് വേണം നമ്മൾ എന്ത് അസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട്, ഈ ഒരു ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സിൻ്റെ കംപ്ലയൻസ് ഓവർസീ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കാൻ. ദെൻ overriding requirements of audit quality. Audit quality must be paramount in all engagement, even overriding business strategy or commercial consideration. അപ്പോൾ എന്താണ്, നമ്മൾ ഒരു എൻഗേജ്മെൻറ്റിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, ഒരു എൻഗേജ്മെൻറ്റിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്തായിരിക്കണം? ഓഡിറ്റ് ക്വാളിറ്റി ആയിരിക്കണം. നമ്മൾ എന്താണ്, നമ്മളുടെ ഒരു ബിസിനസ് സ്ട്രാറ്റജിയോ അല്ലെങ്കിൽ കൊമേഴ്ഷ്യൽ കൺസിഡറേഷൻസോ ഒന്നും ആയിരിക്കരുത്. കാരണം നമുക്കൊരു ഓഡിറ്റ് വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന പൈസയോ അല്ലെങ്കിൽ നമ്മൾ ആ ഒരു വർക്ക് എങ്ങനെയാണോ ചെയ്യാൻ നമ്മൾ പ്ലാൻ ചെയ്തത്, ആ ഒരു സ്ട്രാറ്റജി, നമ്മളുടെ ഒരു ബിസിനസ് സ്ട്രാറ്റജി. അപ്പോൾ നമ്മളൊരു ബിസിനസ് സ്ട്രാറ്റജി, ഞാനൊരു ഓഡിറ്റ് ഫേം ഇട്ടു. എൻ്റെ ഒരു ഓഡിറ്റ് ഫേമിൻ്റെ ഒരു സ്ട്രാറ്റജി എന്ന് വെച്ചാൽ, ഒരു 5 കൊല്ലത്തിനുള്ളിൽ ഏറ്റവും കൂടുതൽ വർക്ക് ഈ ഒരു ലൊക്കാലിറ്റിയിൽ, കേരളത്തിലെ മെയിൻ ആയിട്ടുള്ള ക്ലയൻസിൻ്റെ അടുത്തുനിന്ന് മേജർ വർക്ക് കിട്ടുന്ന ഒരു ഓഡിറ്റ് ഫേം ബിൽഡ് ചെയ്യണമെന്നാണ് എൻ്റെ ഒരു സ്ട്രാറ്റജി ഉള്ളത്. അതേമാതിരി തന്നെ ആണ് ഓരോ വർക്കിനും എനിക്ക് കിട്ടുന്ന കൺസിഡറേഷൻസും. അപ്പോൾ ഈ 2 കാര്യങ്ങളും എന്തിനെ കോംപ്രമൈസ് ചെയ്യാൻ പാടില്ല? ഓഡിറ്റ് ക്വാളിറ്റീനെ കോംപ്രമൈസ് ചെയ്യാൻ പാടില്ല. ഓഡിറ്റ് ക്വാളിറ്റി ആയിരിക്കണം എന്ത്, പാരമൗണ്ട്, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഒരു എൻഗേജ്മെൻറ്റിൽ അല്ലെങ്കിൽ എല്ലാ എൻഗേജ്മെൻറ്റിലും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഓഡിറ്റ് ക്വാളിറ്റി ആയിരിക്കണം. അല്ലാതെ എന്താണ് ബിസിനസ് സ്ട്രാറ്റജിയോ അല്ലെങ്കിൽ കൊമേഴ്ഷ്യൽ കൺസിഡറേഷൻസോ ആവാൻ പാടില്ല. The firm declines a high fee engagement that might compromise its audit standard. അപ്പോൾ ഓഡിറ്റ് സ്റ്റാൻഡേർഡിനെ കോംപ്രമൈസ് ചെയ്യാൻ ചാൻസ് ഉള്ള ഒരു വർക്ക്, പക്ഷേ അതെന്താണ്, ഹൈ ഫീയും തരുന്നുണ്ടെങ്കിൽ, നല്ല കൺസിഡറേഷൻസും തരുന്നുണ്ടെങ്കിലും നമ്മളെന്താണ്, നമ്മൾ ആ വർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പാടില്ല. കാരണം നമ്മുടെ ഓഡിറ്റ് ക്വാളിറ്റിക്കാണ് ഏറ്റവും നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. എൻഷുറിങ് ഓഡിറ്റ് ക്വാളിറ്റി. ലീഡർഷിപ്പ് ഷുഡ് എൻഷുർ. അപ്പോൾ എങ്ങനെയൊക്കെയാണ് ഒരു ലീഡർ എൻഷുർ ചെയ്യേണ്ടത്? ദ ഫേം അസൈൻസ് റെസ്പോൺസിബിലിറ്റി സോ കൊമേഴ്ഷ്യൽ ഇൻട്രസ്റ്റ് ഡു നോട്ട് ഓവർറൈഡ് ദ ക്വാളിറ്റി. അപ്പോൾ എന്ത് എൻഷുർ ചെയ്യണം? നമ്മൾ ഈ ഒരു റെസ്പോൺസിബിലിറ്റി, നമ്മളിത് ഒരു കൊമേഴ്ഷ്യൽ ഇൻട്രസ്റ്റ് എന്താണ്, നമ്മളുടെ ഒരു ക്വാളിറ്റീനെ ഓവർറൈഡ് ചെയ്യുന്നില്ല എന്നുള്ള കാര്യം നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ എഷ്യൂർ ചെയ്യണം. ദെൻ പെർഫോമൻസ് ഇവാലുവേഷൻ, കോമ്പൻസേഷൻ ആൻഡ് പ്രൊമോഷൻ സിസ്റ്റം റിഫ്ലക്റ്റ് എ കമ്മിറ്റ്മെൻറ്റ് ടു ക്വാളിറ്റി. അപ്പോൾ നമ്മളെന്താണ്, നമ്മളുടെ താഴെ വർക്ക് ചെയ്യുന്ന ആൾക്കാർ, നമ്മളുടെ കീഴിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫ് അല്ലെങ്കിൽ മറ്റു പാർട്ട്നേഴ്സ്, അവരുടെ വർക്കിന് നമ്മൾ തക്കതായിട്ടുള്ള ഒരു റിപ്ലൈ കൊടുക്കണം. ഒന്നുകിൽ എന്തായിരിക്കണം, നമ്മൾ നല്ല ഒരു പ്രൊമോഷനോ അല്ലെങ്കിൽ ബോണസോ ഇൻക്രിമെൻറ്റ് ഇൻ സാലറിയോ അങ്ങനെ എന്തെങ്കിലും രീതിയിൽ നമ്മൾ എന്തായിരിക്കണം, അവരുടെ ഒരു വർക്കിന് നമ്മളൊരു കൺസിഡറേഷൻ കൊടുത്തെങ്കിൽ മാത്രമേ അവർക്ക് ആ ഒരു ക്വാളിറ്റി വർക്ക് നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുള്ളൂ. സോ
പെർഫോമൻസ് ഇവാലുവേഷൻ, നമ്മൾ ഓരോ സ്റ്റാഫിൻ്റെയും അല്ലെങ്കിൽ ഓരോ നമ്മളുടെ പാർട്ണർ വാട്ടെവർ നമ്മളുടെ കീഴിൽ ആരാണോ വർക്ക് ചെയ്യുന്നത്, ആ വർക്ക് ആരാണോ ചെയ്യുന്നത് അവരുടെ പെർഫോമൻസ് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യണം. അതുമാതിരി തന്നെ അതിന് തക്കതായ കോമ്പൻസേഷൻ കൊടുക്കണം. ആൻഡ് പ്രൊമോഷൻ സിസ്റ്റം റിഫ്ലെക്ട്സ് എ കമ്മിറ്റ്മെൻറ്റ് ടു ക്വാളിറ്റി. സഫിഷ്യൻറ്റ് റിസോഴ്സസ് ആർ അലോക്കേറ്റഡ് ടു ഡെവലപ്പ്, ഡോക്യുമെൻറ്റ് ആൻഡ് സപ്പോർട്ട് ക്വാളിറ്റി കൺട്രോൾ പോളിസി. അപ്പോൾ നമ്മളൊരു വർക്കിൻ്റെ ക്വാളിറ്റി നമ്മൾ എൻഷുർ ചെയ്യണമെങ്കിൽ നമ്മൾ സഫിഷ്യൻ്റ് ആയിട്ടുള്ള റിസോഴ്സ് നമ്മൾ അലോക്കേറ്റ് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ എൻ്റെ ഒരു ഓഡിറ്റ് ഫേമിൽ 10 സ്റ്റാഫ് ഉണ്ടെന്ന് വെക്കുക. എനിക്ക് 10 വർക്ക് വന്നു. അതിൽ മേജറായിട്ടൊരു വർക്ക് എനിക്ക് കിട്ടി. അതിൽ കുറേ ഒരു 10ൽ ഒരു 7 ആൾക്കാരെയും എനിക്ക് അലോട്ട് ചെയ്യേണ്ട ഒരു ആവശ്യം വന്നു. അങ്ങനെ ഒരു അലോട്ട് ചെയ്യേണ്ട ആവശ്യം വരികയാണെങ്കിൽ ഞാൻ അവരെ അലോട്ട് ചെയ്ത് കൊടുക്കണം ആ ഒരു വർക്കിന് വേണ്ടിയിട്ട്. കാരണം ആ ഒരു വർക്കിൻ്റെ ക്വാളിറ്റീനെ എഫക്റ്റ് ചെയ്യരുത് എന്നെനിക്ക് ഉറപ്പ് വരുത്തണം. അതിന് വേണ്ടിയിട്ട് എനിക്ക് എത്രയാണ് റിസോഴ്സാണോ അലോക്കേറ്റ് ചെയ്യേണ്ടത് ആ റിസോഴ്സിന് ഒരു കോംപ്രമൈസ് ഇല്ലാതെ ഞാൻ അലോക്കേറ്റ് ചെയ്ത് കൊടുക്കണം. സോ സഫിഷ്യൻറ്റ് റിസോഴ്സസ് ആർ അലോക്കേറ്റഡ് ടു ഡെവലപ്പ്, ഡോക്യുമെൻറ്റ് ആൻഡ് സപ്പോർട്ട് ക്വാളിറ്റി കൺട്രോൾ പോളിസി. അപ്പോൾ ക്വാളിറ്റി കൺട്രോൾ പോളിസീനെ ഡെവലപ്പ് ചെയ്യാനും ഡോക്യുമെൻറ്റ് ചെയ്യാനും അതേപോലെ തന്നെ സപ്പോർട്ട് ചെയ്യാനും നമ്മളെന്താണ് സഫിഷ്യൻ്റ് ആയിട്ടുള്ള റിസോഴ്സസ് അലോക്കേറ്റ് ചെയ്ത് കൊടുക്കണം. ദെൻ എക്സാമ്പിൾ, the firm provide additional training resources and staff to improve adherence to the quality procedure. അപ്പോൾ എന്താണ് അഡീഷണൽ ട്രെയിനിങ് റിസോഴ്സ് നമ്മൾ എന്താണ് ഒരു വ്യക്തികൾക്ക് നമ്മളിപ്പോൾ സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റ് വരികയാണ്. സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റ് വരുന്നതിന് മുന്നേ ആയിട്ട് നമുക്ക് നമ്മളുടെ എല്ലാ സ്റ്റാഫിനും ഒരു എന്താണ് ഒരു സെമിനാർ നമ്മൾ എടുത്തു കൊടുക്കുകയാണ്. എന്താണ് സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റ്, എന്തൊക്കെയാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ട കാര്യങ്ങൾ എന്നുള്ളൊരു വെൽ നോളേജ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ എന്താണ് അത് നമ്മളുടെ വർക്കിൻ്റെ ക്വാളിറ്റീനെ നല്ല രീതിയിൽ അത് ഇതാക്കും, എഫക്റ്റ് ചെയ്യും. എഫക്റ്റ് ചെയ്യുന്ന വെച്ചാൽ നല്ല രീതിയിൽ എഫക്റ്റ് ചെയ്യും, മോശം രീതിയിലല്ല കേട്ടോ, നല്ല രീതിയിൽ. ആൻഡ് അതേമാതിരി തന്നെ അഡീഷണൽ സ്റ്റാഫിന് നമുക്കിപ്പോൾ ഒരു വലിയ വർക്കാണ്, ടേൺ ഓവറിൻ്റെ ബേസിൽ നമ്മൾ സ്റ്റാഫിന് അല്ലെങ്കിൽ ആ ഒരു വർക്കിൻ്റെ കോംപ്ലക്സിറ്റി ബേസിൽ വേണം നമ്മൾ സ്റ്റാഫിന് അലോക്കേറ്റ് ചെയ്ത് കൊടുക്കാൻ. അപ്പോൾ നമ്മൾ അങ്ങനെയാണ് റിസോഴ്സിനെ അലോക്കേറ്റ് ചെയ്യാറ്. സോ നമ്മൾ 3 കാര്യങ്ങളാണ് എന്ത് ചെയ്യേണ്ടത് ഒരു ലീഡർ കൺസിഡർ ചെയ്യേണ്ടത്. ഒന്ന് വെച്ചാൽ കൊമേഴ്ഷ്യൽ ഇൻട്രസ്റ്റ് എന്താണ് ക്വാളിറ്റീനെ ഓവറായിട്ട് ചെയ്യാണ്ടൊക്കെ നോക്കണം. രണ്ടാമത്തെ വെച്ചാൽ പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്യണം. ഓരോ വർക്കിൻ്റെയും പെർഫോമൻസ്, ഓരോ സ്റ്റാഫിൻ്റെയും പെർഫോമൻസ് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യണം. അതിന് തക്കതായുള്ള കോമ്പൻസേഷൻ കൊടുക്കണം. അതേപോലെ തന്നെ പ്രൊമോഷൻ സിസ്റ്റം കൊടുക്കണം. അതെന്താണ് ക്വാളിറ്റീൻ്റെ ഒരു കമ്മിറ്റ്മെൻറ്റ് റിഫ്ലക്റ്റ് ചെയ്യും ആ സാധനങ്ങൾ. പിന്നെ എന്താണ് സഫിഷ്യൻ്റ് ആയുള്ള റിസോഴ്സ് നമ്മൾ അലോക്കേറ്റ് ചെയ്ത് കൊടുക്കണം. എന്തിനൊക്കെ വേണ്ടിയിട്ട് ഡെവലപ്പും ഡോക്യുമെൻറ്റും സപ്പോർട്ടും ചെയ്യാൻ ക്വാളിറ്റി കൺട്രോൾ പോളിസീസ്. സോ ഇതാണ് ലീഡർഷിപ്പ് റെസ്പോൺസിബിലിറ്റി. നെക്സ്റ്റ് വന്നു വെച്ചാൽ എത്തിക്കൽ റിക്വയർമെൻ്റ് ആണ്. Firm must establish policies and procedures to ensure compliance with the ethical principles outlined in the ICA Code of Ethics. അപ്പോൾ ICAൻ്റെ കോഡ് ഓഫ് എത്തിക്സിൽ ഡിസ്ക്രൈബ് ചെയ്യുന്ന അല്ലെങ്കിൽ മെൻഷൻ ചെയ്യുന്ന പ്രിൻസിപ്പിൾസ് എന്താണ്, കംപ്ലൈ ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യം എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഫേം എന്ത് ചെയ്യണം, പോളിസീസും പ്രൊസീജിയേഴ്സും എസ്റ്റാബ്ലിഷ് ചെയ്യണം. അപ്പോൾ ICA കുറച്ച് കാര്യങ്ങൾ നമ്മളോട് പറയും. ഇന്ന കാര്യങ്ങളാണ് നിങ്ങൾ ഫോളോ ചെയ്യേണ്ടത് ആസ് എ CA അല്ലെങ്കിൽ ആസ് എ ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ്, യു നീഡ് ടു ഫോളോ ദീസ് തിങ്സ്. അപ്പോൾ ആ കാര്യങ്ങൾ നമ്മൾ നമ്മുടെ വർക്കിൻ്റെ ഇടയിൽ ഫോളോ ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ നോക്കാൻ വേണ്ടിയിട്ട് ഒരു പോളിസീസ് അല്ലെങ്കിൽ പ്രൊസീജിയർ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്യണം. സോ ഏതൊക്കെയാണ് ആ ഒരു പ്രിൻസിപ്പിൾസ് എന്ന് വെച്ചാൽ നമ്മൾ ഇൻറ്റഗ്രിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടോ, ഇതൊക്കെ നമ്മൾ ഇൻ്റർ ലെവലിൽ പഠിച്ചതാണ്. ഇൻറ്റഗ്രിറ്റി, ഒബ്ജക്റ്റിവിറ്റി, കോമ്പീറ്റൻസ്, കോൺഫിഡൻഷ്യാലിറ്റി ആൻഡ് പ്രൊഫഷണൽ ബിഹേവിയർ. സോ ഇൻറ്റഗ്രിറ്റി, ഒബ്ജക്റ്റിവിറ്റി, കോമ്പീറ്റൻസ്, കോൺഫിഡൻഷ്യാലിറ്റി ആൻഡ് പ്രൊഫഷണൽ ബിഹേവിയേഴ്സ് നമ്മളെന്താണ് നമ്മളുടെ എൻഗേജ്മെൻ്റ് ഇടയിൽ അല്ലെങ്കിൽ നമ്മളുടെ ഫേം ടോട്ടാലിറ്റിയിൽ, ഇത് SQC1 ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്, അല്ലാതെ ഒരു ഇൻഡിവിജ്വൽ എൻഗേജ്മെൻ്റ് അല്ല. സോ അതുകൊണ്ട് തന്നെ ടോട്ടൽ ഫേം എന്താണ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടുള്ള കാര്യം നമ്മൾ എന്താണ് എൻഷുർ ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഒരു പോളിസീസും പ്രൊസീജിയറും നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്യണം. ആക്ഷൻസ് ടു എൻഷുർ എത്തിക്കൽ കംപ്ലയൻസ്. അപ്പോൾ ഒരു എത്തിക്കൽ കംപ്ലയൻസ് നമ്മൾ എൻഷുർ ചെയ്യാൻ എന്തൊക്കെ ചെയ്യേണ്ടത് വെച്ചാൽ ലീഡർഷിപ്പ് ആക്ഷൻ ദാറ്റ് എംഫസൈസ് എത്തിക്കൽ പ്രിൻസിപ്പിൾ. അപ്പോൾ ലീഡേഴ്സ് വേണം എന്താണ് ഒരു എത്തിക്കൽ പ്രിൻസിപ്പിൾസ് ഫോളോ ചെയ്യുന്നുള്ള കാര്യം ഫസ്റ്റ് നോക്കാൻ വേണ്ടിയിട്ട് ലീഡേഴ്സ് എന്താണ് അത് ഫോളോ ചെയ്യണം. നേരത്തെ നമ്മൾ പറഞ്ഞൊരു ക്വാളിറ്റി കൾച്ചർ നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യണമെങ്കിൽ അത് എന്താണ് ലീഡർ ആയിരിക്കണം ഒരു ഗുഡ് എക്സാമ്പിൾ ആവേണ്ടത്. സോ അതുകൊണ്ട് തന്നെ ലീഡേഴ്സിൻ്റെ ആക്ഷൻസ്, ഞാൻ ചെയ്യുന്ന കാര്യം, ഞാനാണ് എൻ്റെ ബിസിനസ്സിൻ്റെ ലീഡർ. സോ ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ എന്തായിരിക്കണം, ഈ ഒരു എത്തിക്കൽ പ്രിൻസിപ്പിൾസിനെ ഫോളോ ചെയ്യുന്ന രീതിയിലായിരിക്കണം. രണ്ടാമത്തത് അവയർനെസ് പ്രോഗ്രാംസ് ആൻഡ് ട്രെയിനിങ് ഫോർ പേഴ്സണൽ. അപ്പോൾ എന്താണ് നമ്മളുടെ സ്റ്റാഫിന് എന്താണ് ഒരു ട്രെയിനിങ് പ്രോഗ്രാമും അതേപോലെ തന്നെ അവയർനെസ് പ്രോഗ്രാമും നമ്മൾ കണ്ടക്ട് ചെയ്ത് കൊടുക്കണം. എന്തിനു വേണ്ടിയിട്ട് ഈ ഒരു ICA മെൻഷൻ ചെയ്യുന്ന കോഡ് ഓഫ് എത്തിക്സ് ലൈക്ക് ഇൻറ്റഗ്രിറ്റി, ഒബ്ജക്റ്റിവിറ്റി, കോമ്പീറ്റൻസ്, കോൺഫിഡൻഷ്യാലിറ്റി ആൻഡ് പ്രൊഫഷണൽ ബിഹേവിയേഴ്സ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യം ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ട്. ദെൻ മോണിറ്ററിങ് ഫോർ എത്തിക്കൽ അഡയറൻസ് ആൻഡ് അഡ്രസ്സിങ് നോൺ കംപ്ലയൻസ്. അപ്പോൾ എന്താണ് നമ്മൾ എത്തിക്കൽ അഡയറൻസും അതേപോലെ തന്നെ നോൺ കംപ്ലയൻസും അഡ്രസ്സ് ചെയ്യുന്ന കാര്യം നമ്മൾ മോണിറ്റർ ചെയ്യണം.
കാരണം ഇത് ഈ ഒരു പ്രിൻസിപ്പിൾ അതേപോലെ തന്നെ ICAI കോഡ് ഓഫ് എത്തിക്സിൽ പറഞ്ഞ പ്രിൻസിപ്പിൾസ് കറക്റ്റായിട്ട് ഫോളോ ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യം നമ്മൾ മോണിറ്റർ ചെയ്യണം. അതാണ് ഇവിടെ മെൻഷൻ ചെയ്യുന്നത്. സോ ദ ഫേം കണ്ടക്ട് റെഗുലർ ട്രെയിനിങ് ഓൺ എത്തിക്കൽ ഗൈഡ് ലൈൻസ് ആൻഡ് എൻഫോഴ്സസ് കോൺസിക്വൻസസ് ഫോർ ബ്രീച്ചസ്. അപ്പോൾ എന്താണ്, നമ്മൾ റെഗുലറായിട്ട് ട്രെയിൻ കൊടുക്കണം. എന്തൊക്കെ എത്തിക്സ് ആണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത്, അതേമാതിരി തന്നെ ആ എത്തിക്സ് ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ വാട്ട് വിൽ ബി ദ കോൺസിക്വൻസസ്. ഈ കാര്യങ്ങൾ നമ്മൾ റെഗുലറായിട്ട് എന്താണ് നമ്മളുടെ പേഴ്സണൽസിന്, നമ്മളുടെ സ്റ്റാഫിന് നമ്മൾ ഇൻഫർമേഷൻ കൊടുക്കണം, അല്ലെങ്കിൽ ഒരു ട്രെയിനിങ് പോലെ നമ്മൾ കൊടുക്കണം. സോ ഇതാണ് എത്തിക്കൽ റിക്വയർമെൻറ്റ്. അപ്പം നമ്മൾ 2 എലമെൻറ്റ്സ് ആണ് കഴിഞ്ഞത്. SQC 1 ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയുള്ള 2 എലമെൻറ്റ്സ് ആണ് കഴിഞ്ഞത്. ഒന്ന് വെച്ചാൽ ലീഡർഷിപ്പ് റെസ്പോൺസിബിലിറ്റി ഉള്ള എലമെൻറ്റ്സ്. രണ്ടാമത്തേത് ഇപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞതെന്ന് വെച്ചാൽ എത്തിക്കൽ റിക്വയർമെൻറ്റ്സിലാണ്. ഇനി അടുത്തതെന്ന് വെച്ചാൽ എന്താണ്, ഇതിൽ ഇഞ്ഞുകൊണ്ട് കേട്ടോ, കഴിഞ്ഞിട്ടില്ല, ഇതിൽ കുറച്ചും കൂടി ഉണ്ട്. ഇൻഡിപെൻഡൻസ് ഇൻ എൻഗേജ്മെൻറ്റ്. അപ്പോൾ എന്താണ്, എൻഗേജ്മെൻറ്റ് ഇൻഡിപെൻഡൻ്റ് ആയിരിക്കണം. നമ്മൾ മറ്റൊരാളുടെ ഒരു പാവയാവാൻ പാടില്ല, മറ്റൊരാളുടെ രീതിയിലാവരുത് നമ്മളുടെ ഓഡിറ്റിംഗ് വർക്ക് നമ്മൾ ചെയ്യേണ്ടത്. നമുക്ക് പ്രൊഫഷണൽ സ്കെപ്റ്റിസം വെച്ചിട്ടാണ് നമ്മൾ ചെയ്യാൻ. സോ ഇൻഡിപെൻഡൻസ് ഈസ് എസെൻഷ്യലി ഇൻ ഓൾ എൻഗേജ്മെൻറ്റ്. ഇൻഡിപെൻഡൻസ് എന്താണ്, എല്ലാ എൻഗേജ്മെൻറ്റിലും എസെൻഷ്യലാണ്. ഫേം ഷുഡ് ഹാവ് പോളിസീസ് to ensure that personnel, experts and network firm personnel maintain independence as required by the Code of Ethics. അപ്പോൾ കോഡ് ഓഫ് എത്തിക്സ് മെൻഷൻ ചെയ്യുന്ന ആ ഒരു ഇൻഡിപെൻഡൻസ് ആരൊക്കെ ഫോളോ ചെയ്യുന്നുണ്ട്? നമ്മളുടെ ഓഫീസിലെ പേഴ്സണൽ, എക്സ്പേർട്സ്, നെറ്റ്വർക്ക് ഫേം പേഴ്സണൽ. നമ്മളുടെ ഒരു ഫേമിന് നമുക്ക് ബ്രാഞ്ചോ അല്ലെങ്കിൽ നമുക്ക് എന്താണ് ഒരു ബ്രാഞ്ച് ഉണ്ടെങ്കിൽ അതിലുള്ള ഓഡിറ്റേഴ്സ്, അതിലുള്ള എൻഗേജിങ് പാർട്ട്നേഴ്സ് എന്താണ് ഈ ഒരു ഇൻഡിപെൻഡൻസ്, കോഡ് ഓഫ് എത്തിക്സ് മെൻഷൻ ചെയ്യുന്ന ഇൻഡിപെൻഡൻസ് ഫോളോ ചെയ്യുന്നുണ്ടോ ഉള്ള കാര്യം എൻഷുർ ചെയ്യാൻ വേണ്ടി നമുക്ക് എന്ത് വേണം, നമുക്കൊരു പോളിസി വേണം. അപ്പോൾ ആരൊക്കെയാണ്? ഒന്ന് പേഴ്സണൽ, എക്സ്പേർട്സ്, നെറ്റ്വർക്ക് ഫേം പേഴ്സണൽ. അപ്പോൾ ഇവരൊക്കെ ഈ ഒരു ICAI കോഡ് ഓഫ് എത്തിക്സ് മെൻഷൻ ചെയ്യുന്ന പ്രിൻസിപ്പിൾസ് ഇൻഡിപെൻഡൻസ് ഫോളോ ചെയ്യുന്നുള്ള കാര്യം നമ്മൾ എൻഷുർ ചെയ്യാൻ വേണ്ടി ഒരു പോളിസി നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ഇൻഡിപെൻഡൻസ് റിക്വയർമെൻറ്റ് ടു പേഴ്സണൽ. പേഴ്സണൽസിൻ്റെ അടുത്ത് ഈ ഇൻഡിപെൻഡൻസിൻ്റെ റിക്വയർമെൻറ്റ് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. ദെൻ ഐഡൻറ്റിഫൈ ആൻഡ് അഡ്രസ് ത്രെറ്റ് ടു ഇൻഡിപെൻഡൻസ് ഇൻക്ലൂഡിങ് വിഡ്രോവൽ ഇഫ് നീഡ്. അപ്പം നമ്മളൊരു ഇൻഡിപെൻഡൻസിന് ഒരു ത്രെറ്റ് സംഭവിക്കുകയാണ് എന്ന് വെച്ചാൽ നമുക്ക് മര്യാദയ്ക്ക് ചെയ്യാൻ പറ്റുന്നില്ല, നമ്മളുടെ ക്ലയൻറ്റ് നമ്മളെ ഫോഴ്സ് ചെയ്യുകയാണ് അവരുടെ രീതിയിൽ നമ്മുടെ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനത്തെ ഒരു പ്രശ്നം വരികയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ആ ഒരു വർക്കിനെ ഐഡൻറ്റിഫൈ ചെയ്യണം, അതിനെ നമ്മൾ അഡ്രസ്സും ചെയ്യണം. നമ്മളെങ്ങനെ, നമുക്കൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ വർക്കിൽ നിന്നും വിഡ്രോ ചെയ്യണം. അപ്പോൾ നമ്മൾ ഒരു ത്രെറ്റ് ടു ഇൻഡിപെൻഡൻസ് വരികയാണെങ്കിൽ നമ്മൾ അതിനെ ഐഡൻറ്റിഫൈയും അതേപോലെ തന്നെ അഡ്രസ്സും ചെയ്യണം. ഇഫ് നെസസറി വിഡ്രോ ഫ്രം ദ എൻഗേജ്മെൻറ്റ്. എക്സാമ്പിൾ, ദ ഫേം വിഡ്രോ ഫ്രം ദ എൻഗേജ്മെൻറ്റ് വേർ റിലേഷൻഷിപ്പ് ക്രിയേറ്റ്സ് എ സിഗ്നിഫിക്കൻറ്റ് ത്രെറ്റ് ടു ഇൻഡിപെൻഡൻസ്. അപ്പം ഞാനും എൻ്റെ ഒരു വളരെ അടുത്തൊരു സുഹൃത്തും, അപ്പോൾ ആ സുഹൃത്തിൻ്റെ ഒരു ബിസിനസ്സിൻ്റെ ഓഡിറ്റാണ് ഞാൻ ചെയ്യാൻ പോകുന്നതെങ്കിൽ ഞങ്ങൾ തമ്മിലുള്ളൊരു ഫ്രണ്ട്ഷിപ്പിൻ്റെ കാരണം എൻ്റെ ഇൻഡിപെൻഡൻസിനെ എഫക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഐ ഷുഡ് ബി ടേക്കിംഗ് ദാറ്റ് വർക്ക്. അതാണ് ഇവിടെ മെൻഷൻ ചെയ്യുന്നത്. സോ ഇതാണ് എത്തിക്കൽ റിക്വയർമെൻറ്റിൽ പറഞ്ഞത്. ദെൻ നെക്സ്റ്റ്, മോണിറ്ററിങ് ഇൻഡിപെൻഡൻസ്. എൻഗേജ്മെൻറ്റ് പാർട്ണർ മസ്റ്റ് പ്രൊവൈഡ് റിലവൻറ്റ് ക്ലയൻറ്റ് ഇൻഫർമേഷൻ ആൻഡ് പേഴ്സണൽ മസ്റ്റ് നോട്ടിഫൈ ദ ഫേം അബൌട്ട് ത്രെറ്റ് ടു ഇൻഡിപെൻഡൻസ്. അപ്പോൾ എന്താണ്, നമ്മളുടെ എൻഗേജ്മെൻറ്റ് പാർട്ണേഴ്സ് എന്ത് ചെയ്യണം, നമ്മളുടെ റിലവൻറ്റ് ക്ലയൻറ്റ് ഇൻഫർമേഷൻസ് എന്ത് ചെയ്യണം, നമ്മളുടെ പേഴ്സണലിന് കൊടുക്കണം. അതേമാതിരി തന്നെ ഈ വർക്ക് ചെയ്യുന്ന വ്യക്തികൾ എന്ത് ചെയ്യണം, ഇവരുടെ ഇൻഡിപെൻഡൻസിനെ എന്തെങ്കിലും എഫക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, ഇപ്പോൾ അവർ ചിലപ്പോൾ വലിയ നോളജ് ഇല്ലാത്ത ആൾക്കാരായിരിക്കും, അപ്പോൾ അവർക്ക് അങ്ങനെ ഒരു അവരുടെ ഒരു വർക്കിൻ്റെ ഒരു ഇൻഡിപെൻഡൻസിനെ എഫക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് നമ്മളെ നോട്ടിഫൈ ചെയ്യുകയും വേണം. സോ നമ്മൾ ക്ലയൻസിനെ കുറിച്ചുള്ള കംപ്ലീറ്റ് ഡാറ്റ നമുക്ക് നമ്മളുടെ സ്റ്റാഫിന് കൊടുക്കുകയും ചെയ്യണം. അതേമാതിരി തന്നെ ഇപ്പോൾ നമ്മളിപ്പോൾ ഞാനാണ് പ്രിൻസിപ്പൾ, എൻ്റെ അടുത്ത് എൻ്റെ ഒരു സ്റ്റാഫ് വന്നിട്ട് ഞാൻ അയാൾക്കൊരു വർക്ക് അസൈൻ ചെയ്ത് കൊടുത്തു. അപ്പോൾ അയാൾക്ക് ആ വർക്ക് അസൈൻ ചെയ്ത് കൊടുക്കുന്ന സമയത്ത് എനിക്ക് എൻ്റെ ക്ലയൻറ്റിനെ കുറിച്ച് അറിയുന്ന കാര്യങ്ങൾ എന്ന് വെച്ചാൽ അങ്ങനെയാണ് ആ വ്യക്തി ബിഹേവ് ചെയ്യുക, അയാൾ കുറച്ച് കണിശക്കാരനാണോ അല്ലെങ്കിൽ നല്ല രീതിയിൽ ബിഹേവ് ചെയ്യുന്ന ആളാണോ എന്നുള്ള ഡീറ്റെയിൽസ്, ക്ലയൻസിൻ്റെ ഇൻഫർമേഷൻ ഞാൻ എന്ത് ചെയ്യണം, ആ വർക്ക് ചെയ്യാൻ പോകുന്ന ഒരാൾക്ക് ഞാൻ കൊടുക്കണം. അയാൾ ആ ഒരു പ്രിമൈസസിൽ പോയിട്ട് കൺഫ്യൂസ്ഡ് ആവാതെ നിൽക്കാൻ വേണ്ടിയിട്ട്. ഇനി അയാൾ പോയിട്ട് അയാൾ പിന്നെയും എന്തെങ്കിലും ഒരു നെഗറ്റീവായിട്ടുള്ളൊരു ഫീലിംഗ് എഫക്റ്റ് ചെയ്യണം, അയാളുടെ ഒരു ഇൻഡിപെൻഡൻസിനെ എഫക്റ്റ് ചെയ്യുന്ന രീതിയിൽ ഒരു ബിഹേവിയർ ആൾ ഫേസ് ചെയ്യുകയാണെങ്കിൽ അയാൾ എന്ത് ചെയ്യണം, അയാൾ എൻ്റെ അടുത്ത് ഒന്ന് പറയണം. സോ ഹി നീഡ്സ് ടു നോട്ടിഫൈ മീ.
ആനുവൽ റിട്ടേൺ കൺഫർമേഷൻ ആർ റിക്വയർഡ് ടു എൻഷുർ കംപ്ലയൻസ് വിത്ത് ഇൻഡിപെൻഡൻസ് പോളിസി. ഇപ്പോൾ ഒരു ആനുവൽ റിട്ടേൺ കൺഫർമേഷൻ നമ്മൾ വാങ്ങിയിരിക്കണം ആസ് റിക്വയർഡ് ടു എൻഷുർ കംപ്ലയൻസ് വിത്ത് ഇൻഡിപെൻഡൻസ് പോളിസി. അപ്പോൾ ഇൻഡിപെൻഡൻസ് പോളിസീനെ കംപ്ലൈ ചെയ്യുന്ന രീതിയിൽ ഇൻഡിപെൻഡൻസ് പോളിസീനെ കംപ്ലൈ ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ആനുവൽ കൺഫർമേഷൻ നമ്മൾ വാങ്ങിയിരിക്കണം. എക്സാമ്പിൾ, ടീം മെമ്പേഴ്സ് സൈൻ എ ഡിക്ലറേഷൻ ആനുവലി കൺഫേമിങ് എദറൻസ് ടു ദ ഇൻഡിപെൻഡൻസ് റൂൾ. അപ്പോൾ ടീം മെമ്പേഴ്സ് ആനുവലായിട്ടൊരു കൺഫർമേഷൻ നമുക്ക് ഒപ്പിട്ട് തരണം, ഇൻഡിപെൻഡൻസ് റൂൾസ് ഫോളോ ചെയ്യുന്നുണ്ട് എൻ്റെ പറഞ്ഞിട്ട്. നെക്സ്റ്റ്, ഫെമിലിയാരിറ്റി ത്രെറ്റ്. അപ്പോൾ ഒരു ഇൻഡിപെൻഡൻസിൽ നമുക്ക് വരാൻ ചാൻസ് ഉള്ള ഒരു ത്രെറ്റാണെന്ത്? ഫെമിലിയാരിറ്റി ത്രെറ്റ്സ്. Familiarity threats arise when the same personnel works on the engagement for extended period. അപ്പോൾ ഒരുപാട് സമയത്തേക്ക് ഞാനിപ്പോൾ ഒരു 10-15 കൊല്ലമായിട്ട് ഒരു ക്ലയൻറ്റിൻ്റെ വർക്ക് ഞാൻ ചെയ്യുകയാണെങ്കിൽ ഞാനും ആ ക്ലയൻറ്റും തമ്മിലൊരു പേഴ്സണൽ റിലേഷൻഷിപ്പ് അവിടെ വരും, ഒരു ഫ്രണ്ട്ഷിപ്പ് അല്ലെങ്കിൽ വാട്ട് എവർ റിലേഷൻഷിപ്പ് അവിടെ വരും. സോ അതൊരു ഫെമിലിയാരിറ്റി ത്രെറ്റിനുള്ള ഒരു കാരണമാണ്. സേഫ് ഗാർഡ്സ് ഇൻക്ലൂഡ്സ് ക്രൈറ്റീരിയ ഫോർ റൊട്ടേറ്റിംഗ് സീനിയർ പേഴ്സണൽ ഓർ കണ്ടക്ടിങ് എൻഗേജ്മെൻറ്റ് ക്വാളിറ്റി റിവ്യൂ. ഇപ്പോൾ ഞാൻ ഒരു 15 കൊല്ലമായിട്ട് ഒരാളുടെ വർക്ക് ചെയ്യുന്നുണ്ട്, ഞാൻ സെയിം സ്റ്റാഫിനെ തന്നെയാണ് അല്ലെങ്കിൽ സെയിം പാർട്ണർ തന്നെയാണ് ഞാൻ ചെയ്യുന്നത്, ഞാൻ ഈ ഒരു വർക്കിലേക്ക് എൻഗേജ് ചെയ്യുന്നത്. ഈ ഒരു സിറ്റുവേഷനിൽ ആ പാർട്ണറും ആ ഒരു ക്ലയൻറ്റും തമ്മിൽ ഒരു റിലേഷൻഷിപ്പ് വരും. ഞാനാണ് എൻ്റെ ഫേമിൻ്റെ ഫൗണ്ടർ. സോ ആ സമയത്ത് ഞാൻ എന്ത് ചെയ്യണം? ഞാൻ ആ ക്ലയൻറ്റിനെ അല്ലെങ്കിൽ എൻഗേജിങ് പാർട്ണർ റൊട്ടേറ്റ് ചെയ്തിട്ട് വേറൊരു വ്യക്തിനെ വേണം നെക്സ്റ്റ് ഒരു പീരീഡിന് ശേഷം ആ ഒരു ക്ലയൻറ്റ് ഞാൻ അലോട്ട് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ മാത്രമേ എനിക്ക് എന്ത് എൻഷുർ ചെയ്യാൻ പറ്റുള്ളൂ? ഒരു ക്വാളിറ്റി, വർക്കിൻ്റെ ഒരു ക്വാളിറ്റി എനിക്ക് എൻഷുർ ചെയ്യാൻ പറ്റുള്ളൂ. ഫോർ എക്സാമ്പിൾ, ലിസ്റ്റഡ് കമ്പനീസ് ദ എൻഗേജ്മെൻറ്റ് പാർട്ണർ ഈസ് റൊട്ടേറ്റഡ് ആഫ്റ്റർ 7 years ടു പ്രിവെൻറ്റ് ഫെമിലിയാരിറ്റി ത്രെറ്റ്. അപ്പോൾ ഒരു ലിസ്റ്റഡ് കമ്പനീസിന് ലിസ്റ്റഡ് കമ്പനീസിന് അവരുടെ ഓഡിറ്റേഴ്സിനെ 7 കൊല്ലം കഴിഞ്ഞ് അവർക്ക് റൊട്ടേറ്റ് ചെയ്യണം. എന്തിനു വേണ്ടിയിട്ട്? ഈ ഒരു ഫെമിലിയാരിറ്റി ത്രെറ്റ് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. സേഫ് ഗാർഡ്സ് അഗെയിൻസ്റ്റ് ഫെമിലിയാരിറ്റി ത്രെറ്റ്. റൊട്ടേറ്റ് സീനിയർ പേഴ്സണൽ ഓൺ ദ എൻഗേജ്മെൻറ്റ് ആഫ്റ്റർ സെറ്റ് ഓഫ് പീരീഡ്. അപ്പോൾ ഒരു പീരീഡ് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ സീനിയർ പേഴ്സണലിനെ നമ്മൾ മാറ്റണം ആ ഒരു വർക്ക് ചെയ്യുന്നതിൽ നിന്നും. കാരണം ആ ഒരു ഫെമിലിയാരിറ്റി ത്രെറ്റ് നമുക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ട്. റിക്വയർ എൻഗേജ്മെൻറ്റ് ക്വാളിറ്റി കൺട്രോൾ റിവ്യൂ. നമ്മൾ എന്ത് ചെയ്യണം? ഒരു ക്വാളിറ്റി കൺട്രോൾ റിവ്യൂ നമ്മൾ നടത്തണം. ഓക്കെ, അപ്പോൾ ഈ 2 കാര്യങ്ങളുകൊണ്ടാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക? ഒരു ഫെമിലിയാരിറ്റി ത്രെറ്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക? അവോയ്ഡ് ചെയ്യാൻ പറ്റുക. എന്തൊക്കെയാണ്? ഫസ്റ്റ്, സീനിയർ പേഴ്സണലിനെ നമ്മൾ എന്ത് ചെയ്യണം? ഒരു പീരീഡ് കഴിഞ്ഞ് നമ്മൾ മാറ്റിയിരിക്കണം. രണ്ടാമത്തെ വെച്ചാൽ നമ്മൾ ഒരു ക്വാളിറ്റി കൺട്രോൾ റിവ്യൂ നമ്മൾ നടത്തണം. പിയർ റിവ്യൂ ഈസ് മാൻഡേറ്ററി ഫോർ ഫേംസ് ഓഡിറ്റിംഗ് ലിസ്റ്റഡ് എൻറ്റിറ്റീസ് ടു മെയിൻറ്റെയിൻ ക്വാളിറ്റി കൺട്രോൾ ആൻഡ് എൻഷുർ കംപ്ലയൻസ്. അപ്പോൾ ഒരു പിയർ റിവ്യൂ മാൻഡേറ്ററി ആണ്. ആർക്കൊക്കെ? എ ഫേം ഓഡിറ്റിംഗ് ലിസ്റ്റഡ് എൻറ്റിറ്റീസ്. അപ്പോൾ ലിസ്റ്റഡ് എൻറ്റിറ്റീസിനെ ഓഡിറ്റ് ചെയ്യുന്ന വ്യക്തികൾക്കാണ് എന്ത് മാൻഡേറ്ററി? പിയർ റിവ്യൂ മാൻഡേറ്ററി. സോ ഒരു ലിസ്റ്റഡ് കമ്പനീനെ ഓഡിറ്റ് ചെയ്യുന്ന ഒരു ഫേമിന് എന്ത് മാൻഡേറ്ററി ആണ്? പിയർ റിവ്യൂ മാൻഡേറ്ററി ആണ്. ആൻഡ് ടു മെയിൻറ്റെയിൻ, എന്തിനു വേണ്ടിയിട്ടാണ്? ടു മെയിൻറ്റെയിൻ ക്വാളിറ്റി കൺട്രോൾ ആൻഡ് എൻഷുർ കംപ്ലയൻസ്. എക്സാമ്പിൾ, എ ഫേം കണ്ടക്ടിങ് ഓഡിറ്റ് ഓഫ് ലിസ്റ്റഡ് എൻറ്റിറ്റീസ് അണ്ടർഗോസ് പീരിയോഡിക് പിയർ റിവ്യൂ ടു എൻഷുർ ഹൈ ക്വാളിറ്റി എൻഗേജ്മെൻറ്റ്. അപ്പോൾ പീരിയോഡിക്കലായിട്ടും പിയർ റിവ്യൂവിന് അവർ കണ്ടക്റ്റഡ് ആവണം. എന്തിനു വേണ്ടിയിട്ടാണ്? ഒരു ഹൈ ക്വാളിറ്റി ഓഡിറ്റ് എൻഗേജ്മെൻറ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യം എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ട്. സോ ഇതാണ് എത്തിക്കൽ റിക്വയർമെൻറ്റ്. നെക്സ്റ്റ് എന്ന് വെച്ചാൽ acceptance and continuance of client relationship ആണ്. അപ്പോൾ നമ്മളൊരു ക്ലയൻറ്റിൻ്റെ അടുത്ത് റിലേഷൻഷിപ്പ്, നമ്മളൊരു ക്ലയൻറ്റുമായിട്ട് നമ്മളൊരു വർക്ക് തുടങ്ങുകയാണെങ്കിൽ നമ്മൾ എന്തൊക്കെയാണ് നമ്മൾ നോക്കേണ്ടത്, എന്തിനു വേണ്ടിയിട്ട്? ക്വാളിറ്റി എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതാണ് നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്നത്. Before accepting an engagement, the firm must gather essential information to assess the entity's integrity, competence to perform the work and compliance with the ethical requirement. അപ്പോൾ നമ്മളൊരു എൻഗേജ്മെൻറ്റ് അക്സെപ്റ്റ് ചെയ്യുന്നതിന് മുൻപ് നമ്മൾ 3 കാര്യങ്ങളെക്കുറിച്ചുള്ള ഇൻഫർമേഷൻ നമ്മൾ ഗ്യാദർ ചെയ്യണം. ഫസ്റ്റ് എന്ന് വെച്ചാൽ ക്ലയൻറ്റിൻ്റെ ഇൻറ്റഗ്രിറ്റി. ഓക്കെ. സെക്കൻഡ് വൺ, കോമ്പീറ്റൻസ് ടു പെർഫോം ദ വർക്ക്. നമ്മൾക്ക് ആ ഒരു വർക്ക് പെർഫോം ചെയ്യാനുള്ള കോമ്പീറ്റൻസ് ഉണ്ടോ? ആൻഡ് തേർഡ് വൺസ്, നമുക്ക് ഈ ഒരു വർക്ക് അക്സെപ്റ്റ് ചെയ്താൽ നമുക്ക് എത്തിക്കൽ റിക്വയർമെൻറ്റ്സ് കംപ്ലൈ ചെയ്യാൻ പറ്റുമോ? ഈ ഒരു 3 കാര്യങ്ങൾ, ക്ലയൻറ്റിൻ്റെ ഇൻറ്റഗ്രിറ്റി, ദെൻ കോമ്പീറ്റൻസ് ടു പെർഫോം ദ വർക്ക് ആൻഡ് കംപ്ലയൻസ് വിത്ത് എത്തിക്കൽ റിക്വയർമെൻറ്റ്സ്, ഈ 3 കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റുമോ എന്നുള്ള കാര്യത്തിനെക്കുറിച്ചുള്ള ഇൻഫർമേഷൻ ഗ്യാദർ ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പാടുള്ളൂ? നമ്മളൊരു എൻഗേജ്മെൻറ്റ് അക്സെപ്റ്റ് ചെയ്യാൻ പാടുള്ളൂ.
സോ ഒരു ക്ലയൻറ്റായിട്ട് നമ്മൾ എന്താണ് ഒരു വർക്ക് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണെങ്കിൽ നമ്മൾ ഈ ഒരു 3 ഇൻഫർമേഷൻ നമ്മൾ എന്തായാലും നമ്മൾ എന്ത് ചെയ്യണം, എടുത്തിരിക്കണം, മനസ്സിലാക്കിയിരിക്കണം. ദെൻ ഫാക്ടേഴ്സ് ടു കൺസിഡർ ബിഫോർ എൻഗേജ്മെൻറ്റ്. അപ്പോൾ നമ്മളൊരു എൻഗേജ്മെൻറ്റ് ചൂസ് ചെയ്തതിന് മുമ്പ്, അക്സെപ്റ്റ് ചെയ്തതിന് മുമ്പ് നമ്മൾ എന്തൊക്കെ ഫാക്ടേഴ്സാണ് മനസ്സിലാക്കേണ്ടത്? നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഒന്ന്, ക്ലയൻറ്റിൻ്റെ ഇൻറ്റഗ്രിറ്റി, ക്ലയൻറ്റ്, പ്രൊമോട്ടേഴ്സ് ആൻഡ് കീ പേഴ്സണൽ, ഇവരുടെ ഇൻറ്റഗ്രിറ്റി നമ്മൾ ഫസ്റ്റ് എന്ത് ചെയ്യണം, നമ്മൾ മനസ്സിലാക്കണം. സെക്കൻഡ് വൺ എന്ന് വെച്ചാൽ ഫേംസ് എബിലിറ്റി, ടൈം ആൻഡ് റിസോഴ്സ് ടു പെർഫോം ദ എൻഗേജ്മെൻറ്റ്. അപ്പോൾ ഈ ഒരു എൻഗേജ്മെൻറ്റ് പെർഫോം ചെയ്യാനുള്ള നമ്മളുടെ എബിലിറ്റി, ടൈം ആൻഡ് റിസോഴ്സസ്, ഇത് മൂന്നും നമ്മൾ കൺസിഡർ ചെയ്തിരിക്കണം ഒരു വർക്ക് ചൂസ് ചെയ്യുന്നതിന് മുമ്പ്. കാരണം നമ്മൾ എന്താണ് പ്രൊവൈഡ് ചെയ്യുന്നത്? നമ്മൾ ക്വാളിറ്റി വർക്കാണ് പ്രൊവൈഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഒരു ഇൻഡസ്ട്രി അല്ലെങ്കിൽ ഒരു സ്പെസിഫിക് വർക്കിനെ കുറിച്ചുള്ള നോളേജ് നമുക്കില്ല, അല്ലെങ്കിൽ ആ വർക്ക് ചെയ്യാൻ ഏബിൾ ആയിട്ടുള്ള ഹ്യൂമൻ റിസോഴ്സ് നമ്മുടെ അടുത്തില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യരുത്, നമ്മൾ ആ വർക്ക് ചൂസ് ചെയ്യരുത്. അതേമാതിരി തന്നെ നമുക്ക് എന്താണ് ഒരുപാട് വർക്ക് ഉണ്ട്, ഒരു പുതിയ വർക്കും കൂടി നമുക്ക് അക്സെപ്റ്റ് ചെയ്യാനുള്ള ടൈമും ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യരുത്, ആ വർക്ക് ചൂസ് ചെയ്യരുത്. കാരണം നമ്മൾ ഒരിക്കലും നമ്മളുടെ ക്വാളിറ്റീനെ നമ്മൾ കോംപ്രമൈസ് ചെയ്യരുത് വേറൊരു റീസൺ വെച്ചിട്ടും. സോ അതുകൊണ്ട് തന്നെ നമ്മളെന്താണ് നമ്മളുടെ എബിലിറ്റി, ടൈം ആൻഡ് റിസോഴ്സും കൂടി നമ്മൾ കൺസിഡർ ചെയ്തിട്ട് വേണം നമ്മളൊരു എൻഗേജ്മെൻറ്റ് അക്സെപ്റ്റ് ചെയ്യാൻ. ആൻഡ് തേർഡ് വൺ നമ്മൾ ഓൾറെഡി പറഞ്ഞാണ് കംപ്ലയൻസ് വിത്ത് എത്തിക്കൽ സ്റ്റാൻഡേർഡ്സ്. അപ്പോൾ നമ്മൾ എത്തിക്കൽ സ്റ്റാൻഡേർഡ്സ് നമുക്ക് കംപ്ലൈ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ മാത്രമേ നമ്മളൊരു വർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പാടുള്ളൂ. അതിനെ ഓവർറൈഡ് ചെയ്തിട്ടാണ് നമ്മൾ വർക്ക് ചെയ്യേണ്ടത്. എങ്ങനെ എന്താണ് എന്ന് വെച്ചാൽ എത്തിക്കൽ സ്റ്റാൻഡേർഡ്സ് ഫോളോ ചെയ്യാണ്ടാണ് നമ്മളൊരു വർക്ക് ചെയ്യേണ്ടി വരേണ്ടതെങ്കിൽ നമ്മൾ ആ വർക്ക് നമ്മൾ അക്സെപ്റ്റ് ചെയ്യരുത്. കാരണം ക്വാളിറ്റി എന്താണ്, ഈ ഒരു എത്തിക്കൽ സ്റ്റാൻഡേർഡ്സ് ഫോളോ ചെയ്യുന്നതും എന്താണ് ക്വാളിറ്റീൻ്റെ ഒരു ഭാഗമാണ്. എക്സാമ്പിൾ, ദ ഫേം ഇവാലുവേറ്റ്സ് എ ക്ലയൻറ്റ്സ് റെപ്യൂട്ടേഷൻ ആൻഡ് റിസോഴ്സ് ബിഫോർ അക്സെപ്റ്റിംഗ് ദ എൻഗേജ്മെൻറ്റ്. അപ്പോൾ ഒരു ക്ലയൻറ്റിൻ്റെ റെപ്യൂട്ടേഷനും അതേമാതിരി തന്നെ റിസോഴ്സ് നമ്മൾ എന്ത് ചെയ്യണം, നമ്മളൊരു എൻഗേജ്മെൻറ്റ് അക്സെപ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ കൺസിഡർ ചെയ്തിരിക്കണം. ദെൻ അസസിങ് ക്ലയൻറ്റ്സ് ഇൻറ്റഗ്രിറ്റി. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഒരു ക്ലയൻറ്റിൻ്റെ ഇൻറ്റഗ്രിറ്റി നമ്മൾ അസസ് ചെയ്യുക? ഇവാലുവേറ്റ് ദ ക്ലയൻറ്റ്സ് ഐഡൻറ്റിറ്റി, റെപ്യൂട്ടേഷൻ ആൻഡ് ബിസിനസ് പ്രാക്ടീസസ് ആൻഡ് ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ആൻഡ് ഇൻറ്റേർണൽ കൺട്രോൾ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നമ്മളൊരു ക്ലയൻറ്റിൻ്റെ ഐഡൻറ്റിറ്റി, അവരുടെ ഒരു ഐഡൻറ്റിറ്റി, അതേമാതിരി തന്നെ റെപ്യൂട്ടേഷൻ, ബിസിനസ് പ്രാക്ടീസ്, അവരെങ്ങനെയാണ് ബിസിനസ് ചെയ്ത് വരുന്നത്, അത് നമ്മളെങ്ങനെ നമുക്ക് ഗ്യാദർ ചെയ്യാൻ പറ്റും. നമുക്ക് അവരുടെ മുൻകാല ഓഡിറ്റേഴ്സിൻ്റെ അടുത്ത് നമ്മൾ ഇൻഫർമേഷൻ മനസ്സിലാക്കുമല്ലോ. നമ്മളിപ്പോൾ ഒരു ഓഡിറ്റ് വർക്ക് നമ്മൾ ചൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്കതും നമ്മളൊരു പ്രോസസ്സാണല്ലോ. നമുക്കറിയാത്ത കാര്യങ്ങളെക്കുറിച്ച് അവരുടെ ആദ്യം ചെയ്ത ഓഡിറ്ററിൻ്റെ അടുത്ത് നമ്മൾ ഇൻഫർമേഷൻസ് ഗ്യാദർ ചെയ്യും. സോ ആ ഇൻഫർമേഷൻസ് വെച്ചിട്ട് അവരുടെ ബിസിനസ് പ്രാക്ടീസ് എങ്ങനെയാണ്, സൊസൈറ്റിയിൽ അവർക്കുള്ള റെപ്യൂട്ടേഷൻ എങ്ങനെയാണ്, അതേമാതിരി തന്നെ അവരുടെ ഐഡൻറ്റിറ്റി, ദെൻ അവരുടെ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സിനെ കുറിച്ചിട്ടും അതേമാതിരി തന്നെ ഇൻറ്റേർണൽ കൺട്രോൾസിനെ കുറിച്ചിട്ടുള്ള അവരുടെ ഒരു ആറ്റിറ്റ്യൂഡ്, അത് ഫോളോ ചെയ്യേണ്ടത്, അതേമാതിരി തന്നെ അതിന് റിലേറ്റഡ് ആയിട്ടുള്ള അവരുടെ ആറ്റിറ്റ്യൂഡ് എങ്ങനെയാണ്, ഈ കാര്യങ്ങൾ നമ്മൾ ഇവാലുവേറ്റ് ചെയ്തിട്ട് വേണം നമ്മൾ ഒരു ക്ലയൻറ്റിൻ്റെ ഇൻറ്റഗ്രിറ്റിനെ കുറിച്ചിട്ട് നമ്മളൊരു അസസ്മെൻറ്റ് നടത്താൻ വേണ്ടിയിട്ട്. കൺസിഡർ ഇഷ്യൂസ് ലൈക്ക് അഗ്രസീവ് ഫീ ബാർഗെയിനിങ്, സ്കോപ്പ് ലിമിറ്റേഷൻ ഓർ പൊട്ടൻഷ്യൽ ഇൻവോൾവ്മെൻറ്റ് ഇൻ ക്രിമിനൽ ആക്ടിവിറ്റീസ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഈ ഒരു ഐഡൻറ്റിറ്റി, റെപ്യൂട്ടേഷൻ, ബിസിനസ് പ്രാക്ടീസ്, ഇതിലൊക്കെ നമ്മൾ പറയുന്നത് എന്ന് വെച്ചാൽ പൊട്ടൻഷ്യൽ ഇൻവോൾവ്മെൻറ്റ് ഇൻ ക്രിമിനൽ ആക്ടിവിറ്റീസ്. ഒരു ക്രിമിനൽ ആക്ടിവിറ്റീസിൽ അവർ ഇൻവോൾവ് ചെയ്യുന്നുണ്ടോ, അവർ ബിസിനസ് നടത്തുന്നത് നല്ല രീതിയിലാണോ അല്ലെങ്കിൽ മോശം രീതിയിലാണോ, അതിനാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ദെൻ സ്കോപ്പ് ലിമിറ്റേഷൻ, നമ്മളൊരു വർക്ക് ചെയ്യാൻ നമ്മളെ ഏർപ്പെടുത്തി, പക്ഷേ നമ്മളുടെ വർക്കിൽ അവർ പല ലിമിറ്റേഷൻസ് വെക്കുകയാണ്. ഇന്ന കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല, നിങ്ങൾ ഇന്നത് ചെയ്യാൻ പാടില്ല, അതിന് ലിമിറ്റേഷൻസ് വെക്കുന്നുണ്ടോ, ഇത് നമ്മൾ എവിടെ നിന്നാണ് നമ്മൾ ഈ ഒരു ഇൻഫർമേഷൻ ഗ്യാദർ ചെയ്യേണ്ടത്? ഇവരുടെ മുൻകാല ഓഡിറ്റേഴ്സിൻ്റെ അടുത്താണ് നമ്മൾ ഈ ഒരു ഇൻഫർമേഷൻ ഗ്യാദർ ചെയ്യേണ്ടത്. ഈ സ്കോപ്പിൽ ലിമിറ്റേഷൻ വെക്കുന്നുണ്ടുള്ള കാര്യത്തിൽ. പിന്നെ ഫീസ് ബാർഗെയിനിങ് എന്ന് വെച്ചാൽ നമ്മളൊരു ഫീസ് പറയുകയാണ്, അത് ബാർഗെയിൻ ചെയ്തിട്ടാണ് അവർ ആക്കുന്നത്. അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ഒരു ഇൻഫർമേഷൻ നമ്മൾ എന്ത് ചെയ്യണം, ഗ്യാദർ ചെയ്യണം ഒരു ക്ലയൻറ്റിൻ്റെ ഇൻറ്റഗ്രിറ്റീനെ കുറിച്ചിട്ട് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. എക്സാമ്പിൾ, ദ ഫേം ഇൻവെസ്റ്റിഗേറ്റ് എ ന്യൂ ക്ലയൻറ്റ്സ് പ്രീവിയസ് നോൺ റീഅപ്പോയിൻമെൻറ്റ് ഓഫ് അനദർ ഓഡിറ്റ് ഫേം. അപ്പോൾ മറ്റൊരു ഓഡിറ്റ് ഫേമിനെ റീഅപ്പോയിൻറ്റ് ചെയ്യാനുള്ള റീസൺസ് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ മനസ്സിലാക്കുന്നതിലൂടെയാണ് നമുക്ക് ഈ ഒരു ഇൻഫർമേഷൻ നമുക്ക് കിട്ടുക. സോ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുക, ഒരു ക്ലയൻറ്റിൻ്റെ ഇൻറ്റഗ്രിറ്റി നമ്മൾ മനസ്സിലാക്കുക. സോ നമ്മൾ പറഞ്ഞു, ഒരു പുതിയൊരു എൻഗേജ്മെൻറ്റ് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ 3 കാര്യങ്ങളെക്കുറിച്ചുള്ള ഇൻഫർമേഷൻസ് നോക്കണം. ഫസ്റ്റ് വെച്ചാൽ ക്ലയൻറ്റിൻ്റെ ഇൻറ്റഗ്രിറ്റി, സെക്കൻഡ് വൺ എന്ന് വെച്ചാൽ നമ്മളുടെ എബിലിറ്റി, ആൻഡ് തേർഡ് വൺ എന്ന് വെച്ചാൽ ഏതായിരുന്നു, നമ്മളുടെ റിസോഴ്സ് അല്ല, എത്തിക്കൽ സ്റ്റാൻഡേർഡ്സ് നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റുമോ എന്നുള്ള കൺസിഡറേഷൻ. ഈ 3 കാര്യങ്ങളായിരുന്നു നമ്മൾ എന്ത് ചെയ്യേണ്ടത്, നമ്മൾ ഒരു പുതിയ എൻഗേജ്മെൻറ്റ് നമ്മൾ ചൂസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അക്സെപ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ കൺസിഡർ ചെയ്യേണ്ട കാര്യങ്ങൾ. അതിൽ ഫസ്റ്റ് നമ്മൾ ക്ലയൻറ്റിൻ്റെ ഇൻറ്റഗ്രിറ്റി എങ്ങനെയാണ് നോക്കുക നമുക്ക് മനസ്സിലാക്കി. ഫസ്റ്റ് ഐഡൻറ്റിറ്റി, റെപ്യൂട്ടേഷൻ, ബിസിനസ് പ്രാക്ടീസ് ആൻഡ് ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ആൻഡ് ഇൻറ്റേർണൽ കൺട്രോൾ നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഇതെങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കുകയെന്ന് വെച്ചാൽ ഈ ഒരു ക്ലയൻറ്റിൻ്റെ ഫീസ് ബാർഗെയിനിങ്, അതെങ്ങനെയാണ് ഒരു ബാർഗെയിൻ ചെയ്യുന്നത്, പിന്നെ അവരുടെ നമ്മളുടെ ഒരു വർക്കിൽ അവർ ലിമിറ്റേഷൻ വെക്കുന്നുണ്ടോ, സ്കോപ്പ് ലിമിറ്റേഷൻ ചെയ്യുന്നുണ്ടോ,
ദെൻ പൊട്ടൻഷ്യൽ ഇൻവോൾവ്മെൻറ്റ് ഇൻ ക്രിമിനൽ ആക്ടിവിറ്റീസ്. അപ്പോൾ ഈ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാണ്, ഒരു ക്ലയൻറ്റിൻ്റെ ഇൻറ്റഗ്രിറ്റി നമ്മൾ അസസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ദെൻ അസസിങ് ഫേംസ് കേപ്പബിലിറ്റി. അപ്പോൾ നമ്മളെങ്ങനെയാണ് നമ്മളുടെ കേപ്പബിലിറ്റി മനസ്സിലാക്കുക എന്ന് വെച്ചാൽ, ഒരു വർക്ക് നമുക്ക് കിട്ടുകയാണ്, ആ വർക്ക് ചെയ്യാൻ നമ്മൾ കേപ്പബിൾ ആണോ, നമുക്ക് കഴിയുമോ എന്നുള്ള കാര്യം നമ്മൾ എങ്ങനെ മനസ്സിലാക്കും? പേഴ്സണൽ നോളേജ് ആൻഡ് എക്സ്പീരിയൻസ് ഇൻ റിലവൻറ്റ് ഇൻഡസ്ട്രി ആൻഡ് റെഗുലേഷൻസ്. അപ്പോൾ നമ്മളൊരു റിലവൻറ്റ് ഇൻഡസ്ട്രി നമുക്കൊരു വർക്ക് വരുന്നെങ്കിൽ ആ ഒരു ഇൻഡസ്ട്രീനെ കുറിച്ചുള്ള ഒരു നോളേജബിൾ പേഴ്സൺ ആണോ നമ്മൾ എന്നുള്ള കാര്യം നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ആദ്യം മനസ്സിലാക്കണം. നമുക്കറിയോ ആ ഒരു വർക്ക് ചെയ്യാൻ എന്നുള്ള കാര്യം നമ്മൾ ഫസ്റ്റ് എന്ത് മനസ്സിലാക്കണം. സോ പേഴ്സണൽ നോളേജ് ആൻഡ് എക്സ്പീരിയൻസ് ഇൻ റിലവൻറ്റ് ഇൻഡസ്ട്രി ആൻഡ് റെഗുലേഷൻസ്. ദെൻ അവൈലബിലിറ്റി ഓഫ് എക്സ്പേർട്സ് ആൻഡ് റിസോഴ്സസ് ടു മീറ്റ് ദ എൻഗേജ്മെൻറ്റ് റിക്വയർമെൻറ്റ്. അപ്പോൾ ഒരു എൻഗേജ്മെൻറ്റ് റിക്വയർമെൻറ്റിന് വേണ്ടിയുള്ള റിസോഴ്സസ് നമ്മുടെ അടുത്തുണ്ടോ എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. ചില വർക്കുകൾ അവരെന്ത് ഓരോ കണ്ടീഷൻസ് വെക്കും. ഇപ്പോൾ അവർ ചിലപ്പോൾ ഒരു ഇൻറ്റേർണൽ ഓഡിറ്റ് വർക്കാണെങ്കിൽ അവരെന്ത് പറയുന്നത് വെച്ചാൽ, ചിലപ്പോൾ ഒരു മന്തിൽ അല്ലെങ്കിൽ ഒരു ക്വാർട്ടറിൽ ഇത്ര ദിവസം അല്ലെങ്കിൽ ഇത്ര ഹവേഴ്സ് ഓഡിറ്റേഴ്സ് ആ ഒരു പ്രൊമൈസിൽ ഉണ്ടായിരിക്കണം എന്നുള്ളൊരു കണ്ടീഷൻ ചിലപ്പോൾ അവർ വെക്കും. അപ്പോൾ അതേമാതിരി തന്നെ ഒരു ഓഡിറ്റ് ടീമിൽ എന്തായാലും ഒരു CA, ഒരു ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു CA ആ ഒരു ഓഡിറ്റ് ടീമിൽ ഇൻക്ലൂഡ് ആയിരിക്കണം എന്നുള്ള കാര്യം ചിലപ്പോൾ അവർ വെക്കും. നമ്മളല്ലാതെ നമ്മളിപ്പോൾ പല ബ്രാഞ്ചിലൊരു വർക്കാണ്, ഒരു വലിയ വർക്കാണെങ്കിൽ ഓരോ ഓഡിറ്റ് ടീമിലും ഒരു ഇൻഡിവിജ്വൽ ക്വാളിഫൈഡ് ആയിട്ടുള്ള CA അവിടെ വേണം എന്നുള്ള കാര്യം ചിലപ്പോൾ അവർ ഡിമാൻഡ് വെക്കും. ഈ ഒരു സിറ്റുവേഷനിൽ എന്താണ്, നമുക്ക് ഈ ഒരു റിസോഴ്സസ് അല്ലെങ്കിൽ ഈ ഒരു കണ്ടീഷൻസ് ഫുൾഫിൽ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് വെച്ചാൽ, നമുക്ക് എന്താണ് ഇപ്പോൾ ഒരു മന്തിൽ അല്ലെങ്കിൽ ഒരു ക്വാർട്ടറിൽ ഇത്രയും ഹവേഴ്സ് നമുക്ക് ആ ഒരു പ്രിമൈസിൽ ചിലവ് ചെയ്യാനുള്ള ഒരു റിസോഴ്സ് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു എക്സ്പേർട്സ് ഒരു വ്യക്തികൾ നമ്മളെ ഒരു ഓഫീസിലുണ്ടോ എന്നുള്ള കാര്യം നമ്മൾ അസസ് ചെയ്യണം. അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ എന്താണ് നമ്മൾ നോക്കേണ്ടതാണ്. അവരെ കണ്ടീഷൻ അല്ലെങ്കിൽ ഈ ഒരു എൻഗേജ്മെൻറ്റ് റിക്വയർമെൻറ്റ്സ് മീറ്റ് ചെയ്യാനുള്ള റിസോഴ്സസ് നമ്മുടെ അടുത്തുണ്ടോ എന്നുള്ള കാര്യം നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ നോക്കണം. ദെൻ എബിലിറ്റി ടു മീറ്റ് റിപ്പോർട്ടിംഗ് ഡെഡ് ലൈൻ. അപ്പോൾ റിപ്പോർട്ടിംഗ് ഡെഡ് ലൈൻസ് മീറ്റ് ചെയ്യാനുള്ള എബിലിറ്റി നമുക്കുണ്ടോ എന്ന് വെച്ചാൽ, ഒരു ക്വാർട്ടറിൽ നമുക്ക് ഓരോ ക്വാർട്ടറായിട്ട് നമുക്ക് എന്ത് ചെയ്യണം, നമുക്ക് റിപ്പോർട്ട് കൊടുക്കണം. ഈ റിപ്പോർട്ട് കൊടുക്കാൻ നമുക്ക് പറ്റുമോ എന്ന് വെച്ചാൽ, അത് കൊടുക്കാനുള്ളൊരു ഹ്യൂമൻ റിസോഴ്സ് നമ്മുടെ അടുത്തുണ്ടോ? കാരണം ഈ ഒരു ക്വാർട്ടറിൽ എല്ലാ സ്ഥലത്തു നിന്നും പോയി വിസിറ്റ് ചെയ്ത് ആ ഒരു ഇൻഫർമേഷൻസ് ഗ്യാദർ ചെയ്ത് അത് റിപ്പോർട്ടാക്കി സബ്മിറ്റ് ചെയ്യാൻ ഉള്ളൊരു കേപ്പബിൾ ആയിട്ടുള്ള ഓഡിറ്റ് ഫേമാണോ എന്നുള്ളത് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ 3 കാര്യങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, നമ്മളുടെ ഫേമിൻ്റെ കേപ്പബിലിറ്റി നോക്കേണ്ടത്. ഫസ്റ്റ് വന്ന് വെച്ചാൽ ആ ഒരു ഇൻഡസ്ട്രിയും അതേമാതിരി റെഗുലേഷൻസിനെ കുറിച്ചിട്ടും ആ ഒരു ഇൻഡസ്ട്രീൻ്റെ ലീഡറായിട്ടുള്ള ആ ഒരു ഫേമിൻ്റെ ലീഡറായിട്ടുള്ള നമ്മൾ എന്താണ്, കേപ്പബിൾ ആണോ അല്ലെങ്കിൽ നോളജബിൾ പേഴ്സൺ ആണോ ഉള്ള കാര്യം നമ്മൾ ഇവാലുവേറ്റ് ചെയ്യണം. നമുക്കത് അറിയാമെന്നുള്ള കാര്യം നമ്മൾ നോക്കണം. സെക്കൻഡ് വൺ എന്ന് വെച്ചാൽ ആ ഒരു എൻഗേജ്മെൻറ്റ് റിക്വയർമെൻറ്റ്സ് മീറ്റ് ചെയ്യാനുള്ള റിസോഴ്സസ് നമ്മുടെ അടുത്തുണ്ടോ എന്നുള്ള കാര്യം നമ്മൾ ഇവാലുവേറ്റ് ചെയ്യണം. ആൻഡ് തേർഡ് വൺ, ആ ഒരു റിപ്പോർട്ടിംഗ് ഡെഡ് ലൈൻസ് നമുക്ക് മീറ്റ് ചെയ്യാൻ പറ്റുമോ, അതിൽ നമ്മൾ ഏബിൾ ആണോ എന്നുള്ള കാര്യം കൂടി നമ്മൾ എന്ത് ചെയ്യണം, ഇവാലുവേറ്റ് ചെയ്യണം. എക്സാമ്പിൾ, അസസിങ് ഓഡിറ്റേഴ്സ് വിത്ത് ഇൻഡസ്ട്രി എക്സ്പെർട്ടൈസ് എൻഷുർ എ കോമ്പിറ്റൻറ്റ് ഓഡിറ്റ്. അപ്പോൾ ഒരു ഇൻഡസ്ട്രീനെ കുറിച്ച് നമുക്കൊരു എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നമ്മൾ ഒരു കോമ്പിറ്റൻ്റ് ആയിട്ടുള്ള ഒരു ഓഡിറ്റ് നമുക്ക് കൊടുക്കാൻ പറ്റും, നമുക്കൊരു ക്വാളിറ്റി ഓഡിറ്റ് നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. Now, conflict of interest. Any conflict of interest must be resolved before accepting an engagement. അപ്പോൾ നമ്മളും ക്ലയൻറ്റും തമ്മിലൊരു കോൺഫ്ലിക്റ്റ് ഉണ്ട്. ഇപ്പോൾ ഒരു ഫീസിൻ്റെ കാര്യം നമ്മളൊരു എമൗണ്ട് പറഞ്ഞു, അതിനെക്കാട്ടും കുറച്ചൊരു എമൗണ്ട് പറഞ്ഞു. അങ്ങനെ അല്ലെങ്കിൽ ഒരു സ്കോപ്പിൻ്റെ ലിമിറ്റേഷൻ, അവർ പറഞ്ഞു ഇന്ന വർക്ക് ചെയ്യേണ്ട, നമ്മൾ പറഞ്ഞു ആ വർക്ക് ചെയ്താലേ പറ്റൂ എന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞു. അങ്ങനെ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഒരു എൻഗേജ്മെൻറ്റ് അക്സെപ്റ്റ് ചെയ്യുന്നതിന് മുൻപായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ആ ഒരു കോൺഫ്ലിക്റ്റ് നമ്മൾ റിസോൾവ് ചെയ്തിരിക്കണം. സോ ഒരു റിസോൾവ് ഉണ്ടെങ്കിൽ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടെങ്കിൽ വി നീഡ് ടു റിസോൾവ് ഇറ്റ് ബിഫോർ അക്സെപ്റ്റിംഗ് ദാറ്റ് എൻഗേജ്മെൻറ്റ്. എക്സാമ്പിൾ, എ ഫേം ഡിക്ലൈൻസ് എ ക്ലയൻറ്റ് ഹൂസ് ഇൻട്രസ്റ്റ് കോൺഫ്ലിക്റ്റ് വിത്ത് അനദർ ഓൺഗോയിങ് എൻഗേജ്മെൻറ്റ്. അപ്പോൾ നമ്മൾ മറ്റൊരു എൻഗേജ്മെൻറ്റ് ഒരു ക്ലയൻറ്റോട് ചെയ്യുന്നുണ്ട്, അതിലൊരു കോൺഫ്ലിക്റ്റ് ഉണ്ട്. അപ്പോൾ ആ ഒരു കോൺഫ്ലിക്റ്റ് നമ്മൾ റിസോൾവ് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മളൊരു പുതിയ എൻഗേജ്മെൻറ്റ് അവരായിട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പാടുള്ളൂ. ദെൻ പോളിസീസ് ഫോർ വിഡ്രോവൽ ഫ്രം എൻഗേജ്മെൻറ്റ്. അപ്പോൾ ഒരു എൻഗേജ്മെൻറ്റിൽ നിന്നും വിഡ്രോ ചെയ്യാൻ എന്തൊക്കെയാണ് പോളിസീസ്? ഇഫ് ഇഷ്യൂസ് അറൈസ് ആഫ്റ്റർ എൻഗേജ്മെൻറ്റ് അക്സെപ്റ്റൻസ്, ദ ഫേം ഷുഡ് കൺസിഡർ വിഡ്രോവൽ വൈൽ അഡ്രസ്സിങ് പ്രൊഫഷണൽ ആൻഡ് ലീഗൽ റെസ്പോൺസിബിലിറ്റി. അപ്പോൾ നമ്മളൊരു എൻഗേജ്മെൻറ്റ് അക്സെപ്റ്റ് ചെയ്തതിന് ശേഷം എന്തെങ്കിലും ഒരു ഇഷ്യൂസ് വരികയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ആ ഒരു എൻഗേജ്മെൻറ്റിൽ നിന്നും വിഡ്രോ ചെയ്യുന്ന കാര്യം നമ്മൾ നോക്കണം. എന്തൊക്കെ കൺസിഡർ ചെയ്തിട്ട്? ഒന്ന്, പ്രൊഫഷണൽ ആൻഡ് ലീഗൽ റെസ്പോൺസിബിലിറ്റി. നമ്മളുടെ ഒരു പ്രൊഫഷണൽ അതേമാതിരി തന്നെ ലീഗൽ റെസ്പോൺസിബിലിറ്റി നമ്മൾ നോക്കിക്കൊണ്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, ആ ഒരു എൻഗേജ്മെൻറ്റിൽ നിന്ന് നമുക്ക് വിഡ്രോ ചെയ്യാൻ പറ്റുമോ ഇല്ലേ എന്നുള്ള കാര്യം നമ്മൾ നോക്കാൻ. സോ ഒരു എൻഗേജ്മെൻറ്റ് അക്സെപ്റ്റ് ചെയ്തതിന് ശേഷം എന്തെങ്കിലും ഇഷ്യൂ വരികയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, വിഡ്രോവൽ വേണം കൺസിഡർ ചെയ്യാൻ. പക്ഷേ നമ്മൾ എന്തൊക്കെ നോക്കണം? പ്രൊഫഷണൽ ആൻഡ് ലീഗൽ റെസ്പോൺസിബിലിറ്റി.
ഡിസ്കസ് വിഡ്രോവൽ വിത്ത് ദ ക്ലയൻറ്റ്സ് മാനേജ്മെൻറ്റ് ആൻഡ് ഗവേൺസ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ക്ലയൻറ്റിൻ്റെ മാനേജ്മെൻറ്റ് അടുത്തും അതേപോലെ തന്നെ ഗവേണൻസിൻ്റെ അടുത്തും നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ആ വിഡ്രോവലിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യണം. ദെൻ റിപ്പോർട്ട് റീസൺസ് ഫോർ വിഡ്രോവൽ ടു റെഗുലേറ്ററി അതോറിറ്റീസ് ഇഫ് റിക്വയർഡ്. അപ്പോൾ നമുക്ക് എന്താണ് ഈ ഒരു വിഡ്രോവൽ ചെയ്യണമെങ്കിൽ നമുക്ക് റെഗുലേറ്ററി അതോറിറ്റീൻ്റെ അടുത്ത് നമുക്ക് എന്താണ് ഈ ഒരു റീസൺസ് മെൻഷൻ ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അതും ചെയ്യണം. സോ റിപ്പോർട്ട് റീസൺസ് ഫോർ വിഡ്രോവൽ ടു റെഗുലേറ്ററി അതോറിറ്റീസ് ഇഫ് റിക്വയർഡ് വേണമെങ്കിൽ മാത്രം. ഡോക്യുമെൻറ്റ് ഇഷ്യൂസ്, കൺസൾട്ടേഷൻസ് ആൻഡ് കൺക്ലൂഷൻസ് ആൻഡ് ആക്ഷൻസ് ടേക്കൺ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ഡോക്യുമെൻറ്റ് ചെയ്യണം. എന്താണ് ഇഷ്യൂ എന്നുള്ള കാര്യം ഡോക്യുമെൻറ്റ് ചെയ്യണം. നമ്മൾ ആരുടെയൊക്കെ അടുത്ത് പോയിട്ട് നമ്മൾ ഈ കാര്യങ്ങൾ കൺസൾട്ട് ചെയ്തു എന്നുള്ള കാര്യം നമ്മൾ ഡോക്യുമെൻറ്റ് ചെയ്യണം. എന്താണ് നമ്മളുടെ ലാസ്റ്റ് കൺക്ലൂഷൻ, നമ്മൾ വിഡ്രോ ചെയ്യുകയാണ് അല്ലെങ്കിൽ നമ്മൾ കണ്ടിന്യൂ ചെയ്യണോ, ആ ഒരു കൺക്ലൂഷൻ, അതേമാതിരി നമ്മൾ എന്ത് ആക്ഷനാണ് എടുത്തത്. ഓക്കെ, ഈ ഒരു കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം, ഡോക്യുമെൻറ്റ് ചെയ്യണം. 4 കാര്യങ്ങളാണ് ഡോക്യുമെൻറ്റ് ചെയ്യേണ്ടത്. ഒന്ന് വെച്ചാൽ ഇഷ്യൂ, കൺസൾട്ടേഷൻസ്, കൺക്ലൂഷൻസ് ആൻഡ് ആക്ഷൻസ് ടേക്കൺ. The firm withdraws from an engagement after discovering unethical practice by the client. അപ്പോൾ ക്ലയൻറ്റിൻ്റെ അടുത്ത് ഒരു അൺഎത്തിക്കൽ പ്രാക്ടീസ് നമ്മൾ കാണുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ആ ഒരു എൻഗേജ്മെൻറ്റ് നമ്മൾ വിഡ്രോ ചെയ്യണം. സോ അതിൽ നമ്മൾ വേറെ കൂടുതലായിട്ട് കാര്യങ്ങളൊന്നും നോക്കാനില്ല. കാരണം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് എത്തിക്കൽ സ്റ്റാൻഡേർഡ്സ് നമുക്ക് കംപ്ലൈ ചെയ്യാൻ പറ്റില്ല ഇഫ് ദ ക്ലയൻറ്റ് ഈസ് ഫോളോയിങ് എൻ അൺഎത്തിക്കൽ പ്രാക്ടീസ്. സോ ഇതാണെന്ത് അക്സെപ്റ്റൻസ് ആൻഡ് കണ്ടിന്യൂൻസ് ഓഫ് ക്ലയൻറ്റ് റിലേഷൻഷിപ്പ്. Next one is human resources. The firm must have policies to ensure it has enough skilled, competent and ethical personnel to perform engagement and issue appropriate report while meeting professional, legal and regulatory standards. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നമ്മളുടെ ഫേമിനൊരു പോളിസി വേണം. എന്ത് പോളിസി? നമ്മളുടെ ഫേമിൽ സ്കിൽഡ്, കോമ്പിറ്റൻറ്റ് ആൻഡ് എത്തിക്കൽ പേഴ്സണൽ ആയിട്ടുള്ള വ്യക്തികൾ എന്താണ് എൻഗേജ്മെൻറ്റ് പെർഫോം ചെയ്യാനുണ്ടോ എന്നുള്ള കാര്യം നമ്മൾ എന്ത് ചെയ്യണം, അത് എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു പോളിസി നമ്മളുടെ ഫേമിൽ എന്തായാലും വേണം. സോ എന്തൊക്കെ സ്കിൽഡ്, കോമ്പിറ്റൻറ്റ് ആൻഡ് എത്തിക്കൽ പേഴ്സണൽ ആയിട്ടുള്ള വ്യക്തികൾ നമ്മളുടെ ഫേമിലുണ്ടോ എന്നുള്ള കാര്യം എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് നമ്മളുടെ ഫേമിലൊരു പോളിസി വേണം. ആൻഡ് ഇഷ്യൂ അപ്രോപ്രിയേറ്റ് റിപ്പോർട്ട് വൈൽ മീറ്റിംഗ് പ്രൊഫഷണൽ, ലീഗൽ ആൻഡ് റെഗുലേറ്ററി സ്റ്റാൻഡേർഡ്സ്. അപ്പോൾ പ്രൊഫഷണൽ, ലീഗൽ ആൻഡ് റെഗുലേറ്ററി സ്റ്റാൻഡേർഡ് മീറ്റ് ചെയ്യുന്ന രീതിയിലുള്ള റിപ്പോർട്ട്സ്, അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള റിപ്പോർട്ട്സും ഇഷ്യൂ ചെയ്യാൻ പറ്റുന്ന എന്താണ് വ്യക്തികൾ. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ എന്താണ് അക്സെപ്റ്റൻസ് ആൻഡ് കണ്ടിന്യൂൻസ് ഓഫ് ക്ലയൻറ്റ് റിലേഷൻസ് നമ്മൾ പറഞ്ഞു. നമ്മൾ റിപ്പോർട്ടിംഗ് ഡെഡ് ലൈൻ മീറ്റ് ചെയ്യാൻ പറ്റുന്ന വ്യക്തികൾ നമ്മുടെ അടുത്തുണ്ടോ, അല്ലെങ്കിൽ അത് നമുക്ക് പറ്റുമോ എന്നുള്ള കാര്യം നമ്മൾ എൻഷുർ ചെയ്യണം നമ്മൾ പറഞ്ഞു. അപ്പോൾ അത് നമുക്ക് എൻഷുർ ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് വേണം, അത് മീറ്റ് ചെയ്യാൻ പറ്റുന്ന ഹ്യൂമൻ റിസോഴ്സ് നമ്മുടെ അടുത്ത് വേണം. സോ അത് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഈ ഒരു രീതിയിൽ നമ്മൾ കൺസിഡർ ചെയ്യണം. എന്ന് വെച്ചാൽ അപ്രോപ്രിയേറ്റുള്ള റിപ്പോർട്ട് പ്രൊഫഷണൽ, ലീഗൽ ആൻഡ് റെഗുലേറ്ററി റിക്വയർമെൻറ്റ് പ്രകാരം കൊടുക്കാൻ പറ്റുന്ന ഹ്യൂമൻ റിസോഴ്സ് നമ്മുടെ അടുത്തുണ്ടോ എന്നുള്ള കാര്യം കൂടി നമ്മൾ എന്ത് ചെയ്യണം, എൻഷുർ ചെയ്യണം. സോ ഹ്യൂമൻ റിസോഴ്സിൻ്റെ ബേസിൽ നമ്മൾ ബേസിക്കായിട്ട് ചെയ്യേണ്ട കാര്യം എന്താണ്, നമുക്കൊരു പോളിസി വേണം. എന്ത് പോളിസിയാണ് വേണ്ടത്? സ്കിൽഡ്, കോമ്പിറ്റൻറ്റ് ആൻഡ് എത്തിക്കൽ ആയിട്ടുള്ള വ്യക്തികൾ നമ്മളുടെ ഫേമിലുണ്ടോ എന്നുള്ള കാര്യം എൻഷുർ ചെയ്യാനുള്ളൊരു പോളിസിയാണ് വേണ്ടത്. അതിന് പുറമെ എന്തും കൂടി വേണം, അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള റിപ്പോർട്ട്സ്. ഏത് രീതിയിൽ? പ്രൊഫഷണൽ, ലീഗൽ ആൻഡ് റെഗുലേറ്ററി സ്റ്റാൻഡേർഡ്സ് മീറ്റ് ചെയ്യുന്ന രീതിയിലുള്ള അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള റിപ്പോർട്ട്സും ഇഷ്യൂ ചെയ്യാൻ പറ്റുന്ന ഹ്യൂമൻ റിസോഴ്സ് നമ്മളുടെ അടുത്തുണ്ടോ എന്നുള്ള കാര്യം നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ എൻഷുർ ചെയ്യണം. ഓക്കെ, കീ HR പോളിസീസ് ആൻഡ് പ്രൊസീജിയേഴ്സ്. അപ്പോൾ എന്തൊക്കെയാണ് ഒരു HR ഹ്യൂമൻ റിസോഴ്സ് പോളിസീസ് ആൻഡ് പ്രൊസീജിയേഴ്സിൽ വരേണ്ടത്? കീ ഹ്യൂമൻ റിസോഴ്സ് പോളിസീസ് ആൻഡ് പ്രൊസീജിയേഴ്സ്. റിക്രൂട്ട്മെൻറ്റ് ഓഫ് ക്വാളിഫൈഡ് പേഴ്സണൽ. അപ്പോൾ ക്വാളിഫൈഡ് ആയിട്ടുള്ള വ്യക്തികളെ മാത്രമേ നമ്മൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ, നമ്മൾ റിക്രൂട്ട് ചെയ്യാൻ പാടുള്ളൂ. ഫെയർ കോമ്പൻസേഷൻ ആൻഡ് റെഗുലർ പെർഫോമൻസ് ഇവാലുവേഷൻ. നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഫെയർ ആയിട്ടുള്ളൊരു കോമ്പൻസേഷൻ നമുക്ക് അവർ കൊടുക്കണം. അല്ല നമ്മൾ ജസ്റ്റ് നമ്മളുടെ ഒരു ബെനിഫിറ്റ് മാത്രം നമ്മൾ കൺസിഡർ ചെയ്യരുത്. നമ്മൾ നേരത്തെ പറഞ്ഞു എന്താണ്, ഫിനാൻഷ്യൽ ബെനിഫിറ്റ് നമ്മൾ കൺസിഡർ ചെയ്തിട്ട് നമ്മളുടെ വർക്കിൻ്റെ ക്വാളിറ്റി നമ്മൾ കോംപ്രമൈസ് ചെയ്ത് പറഞ്ഞു. അപ്പോൾ നമ്മളുടെ വർക്കിൻ്റെ ക്വാളിറ്റി വേണമെങ്കിൽ നമ്മൾക്ക് എന്താണ് കോമ്പിറ്റൻ്റ് ആയിട്ടുള്ള വ്യക്തികൾ വേണം. ആ വ്യക്തികളെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ അവരെന്താണ് നല്ല രീതിയിൽ പെർഫോം ചെയ്യണമെങ്കിൽ, ക്വാളിറ്റി പെർഫോമൻസ് നമുക്ക് തരണമെങ്കിൽ അവർക്ക് എന്ത് കൊടുക്കണം, അവർക്ക് ഫെയർ കോമ്പൻസേഷൻ കൊടുക്കണം. അതുപോലെ തന്നെ ഫെയർ കോമ്പൻസേഷൻ കൊടുത്തതുകൊണ്ട് മാത്രം അവർ നമ്മൾ വർക്ക് ചെയ്തോളണമെന്നില്ല. കാരണം എന്താണ്, ഇപ്പോൾ നല്ല പൈസ വാങ്ങിയിട്ട് വർക്ക് ചെയ്യാണ്ടിരിക്കുന്ന വ്യക്തികളുണ്ട്. അപ്പോൾ അവരുടെ വർക്കും നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ റെഗുലറായിട്ട് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യണം. സോ റെഗുലർ പെർഫോമൻസ് ഇവാലുവേഷൻ. ഓൺഗോയിങ് ട്രെയിനിങ് ആൻഡ്
പ്രൊഫഷണൽ ഡെവലപ്മെൻറ്റ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അവരെ നമ്മൾ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ നമുക്ക് പല രീതിയിൽ ഡൈവേഴ്സ് ആയിട്ടുള്ള ഇൻഡസ്ട്രിയിൽ നിന്നായിരിക്കും നമുക്ക് വർക്ക് എൻഗേജ്മെൻറ്റ് നമുക്ക് വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ അതിന് വേണ്ടി അവരെ കേപ്പബിൾ ആക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ട്രെയിനിങ്ങും അതേമാതിരി തന്നെ പ്രൊഫഷണൽ ഡെവലപ്മെൻറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് അവർക്ക് നമ്മൾ പ്രൊവൈഡ് ചെയ്യണം. കരിയർ ഡെവലപ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് ഫോർ സ്റ്റാഫ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ അവരുടെ ഒരു രീതിയിൽ നമ്മൾ ചിന്തിക്കണം. നമ്മൾ ജസ്റ്റ് നമ്മളുടെ ഒരു ബിസിനസ്സിൻ്റെ ഗ്രോത്ത് മാത്രം നമ്മൾ ഫോക്കസ് ചെയ്തുകൊണ്ട് നമ്മളെ സ്റ്റാഫിന് നമ്മൾ എന്ത് ചെയ്യരുത്, അപ്പോയിൻറ്റ് ചെയ്യരുത്. ഇപ്പോൾ അവർ നമ്മളുടെ ഒരു ഇൻഡസ്ട്രിയിൽ അല്ലെങ്കിൽ നമ്മുടെ ഫേമിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് അവരുടെ ഒരു കരിയർ ഒരു ബൂസ്റ്റ് ചെയ്യാൻ എന്ന് വെച്ചാൽ അവരുടെ CV-യിൽ നല്ല രീതിയിലുള്ള ഒരു എക്സ്പീരിയൻസ് പ്രൊവൈഡ് ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ അവരെ ഹെൽപ്പ് ചെയ്യണം. ലൈക്ക് ഇപ്പോൾ നല്ല വെറൈറ്റി ഒരു ഡൈവേഴ്സ് ആയിട്ടുള്ള ഇൻഡസ്ട്രി നമ്മൾ വർക്ക് തരുന്നു. അപ്പോൾ അവർക്ക് ആ ഒരു ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കുന്നു. അവർക്ക് എന്താണ് അതിന് വേണ്ടിയിട്ടുള്ള ട്രെയിനിങ്ങും പ്രൊഫഷണൽ ഡെവലപ്മെൻറ്റ് ഒക്കെ കൊടുക്കുന്നു. അപ്പോൾ ഇതൊക്കെ തന്നെ എന്താണ് ഇപ്പോൾ അവർ നമ്മളുടെ ഫേമിലേക്ക് വരുന്ന സമയത്തുള്ളൊരു എക്സ്പീരിയൻസോ അല്ലെങ്കിൽ ഒരു വ്യക്തികളോ ആയിരിക്കില്ല അവർ നമ്മളുടെ ഓഫീസിൽ നിന്ന് പോകുന്ന അല്ലെങ്കിൽ നമ്മുടെ ഫേമിൽ നിന്ന് പോകുന്ന സമയത്തൊക്കെ ഒരു വേണ്ടത്. സോ അങ്ങനെ രീതിയിൽ അവരുടെ ഒരു കരിയർ ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റീസ് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ പ്രൊവൈഡ് ചെയ്യണം. അപ്പോൾ ഈ 3 കാര്യങ്ങളാണ് എന്ത് ചെയ്യുക, ഒരു സ്റ്റാഫിനെ നമ്മൾ ഒരു എത്തിക്കൽ അല്ലെങ്കിൽ ഒരു ക്വാളിറ്റി വർക്ക് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുക. ഒന്ന് വെച്ചാൽ എന്താണ്, അവർ ചെയ്യുന്ന വർക്കിന് നല്ല രീതിയിലൊരു കോമ്പൻസേഷൻ കൊടുക്കുക. അതേമാതിരി തന്നെ അവരുടെ വർക്കും നമ്മൾ ഇവാലുവേറ്റ് ചെയ്യാം. സെക്കൻഡ് വൺ എന്ന് വെച്ചാൽ ആ ഒരു വർക്ക് കൊടുക്കാൻ ഇപ്പോൾ അവർക്ക് എന്തെങ്കിലും ഒരു ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അത് ഇല്ലാതാക്കാൻ നമ്മൾ അവർക്ക് ട്രെയിനിങ്ങും അതേമാതിരി തന്നെ പ്രൊഫഷണൽ ഡെവലപ്മെൻറ്റ് രീതിയിലുള്ള കാര്യങ്ങൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യാം. ദെൻ എന്ത് ചെയ്യുക, അവർക്കൊരു കരിയർ അവർക്ക് ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കുക. അവരുടെ ഒരു കരിയർ നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി ഒരു ഓപ്പർച്യൂണിറ്റീസ് അവർ കൊടുക്കുകയാണെങ്കിൽ ഈ 3 കാര്യങ്ങൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ എന്താണ്, നമ്മളുടെ കൂടെ നിൽക്കുന്ന ആൾക്കാർക്ക് എന്താണ് നമ്മളുടെ കൂടെ നല്ല രീതിയിൽ വർക്ക് ചെയ്യാനുള്ളൊരു മോട്ടിവേഷൻ ആയിരിക്കും. എക്സാമ്പിൾ, ദ ഫേം കണ്ടക്ട്സ് ആനുവൽ ട്രെയിനിങ് സെഷൻസ് ടു അപ്ഡേറ്റ് പേഴ്സണൽ ഓൺ റെഗുലേറ്ററി ചേഞ്ചസ്. അപ്പോൾ നമ്മൾ റെഗുലേറ്ററി ഇപ്പോൾ നമ്മളുടെ ഒരു ആക്ടിൽ അല്ലെങ്കിൽ ഇൻകം ടാക്സിൽ വരുന്ന മാറ്റങ്ങൾ അല്ലെങ്കിൽ GST ഇങ്ങനത്തെ ഒരു റെഗുലേറ്ററി ആക്ടുകളിൽ വരുന്ന മാറ്റങ്ങൾ എന്താണ് കറക്റ്റായിട്ട് അവരെ നോളജബിൾ ആക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ ഓരോ ട്രെയിനിങ് സെഷൻസ് വേണ്ടി കണ്ടക്ട് ചെയ്യുക. ഓരോ സെമിനാറും കാര്യങ്ങളായിട്ട് കണ്ടക്ട് ചെയ്തിട്ട് അവർക്ക് എന്താണ് ഈ ഒരു ചേഞ്ചസിൽ അവർക്ക് നോളജബിൾ ആക്കുക അവരെ. എൻഗേജ്മെൻറ്റ് പാർട്ട്ണർ റെസ്പോൺസിബിലിറ്റി. അപ്പോൾ എന്താണ് ഒരു എൻഗേജ്മെൻറ്റ് പാർട്ട്ണർ റെസ്പോൺസിബിലിറ്റി ഒരു ഹ്യൂമൻ റിസോഴ്സിൻ്റെ ബേസിൽ? ഇപ്പോൾ നമ്മളെന്ത് പറഞ്ഞു, ഒരു HR ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് എന്താണ് ചെയ്യേണ്ടത് നമ്മൾ പറഞ്ഞു, കോമ്പൻസേഷൻ കൊടുക്കുക, അങ്ങനത്തെ കാര്യങ്ങൾക്ക് നമ്മൾ പറഞ്ഞു. ഒരു എൻഗേജ്മെൻറ്റ് പാർട്ണർ എന്ന് വെച്ചാൽ ഒരു ലീഡർ എന്താണ് ചെയ്യേണ്ടത്, അവരുടെ റെസ്പോൺസിബിലിറ്റി എന്താണ്, അവരുടെ സ്റ്റാഫിന് വേണ്ടിയിട്ട് ഒരു ലീഡർ എന്താണ് ചെയ്യേണ്ടത്, ഇതാണ് നമ്മൾ അടുത്ത് നോക്കുന്നത്. സോ ഈച്ച് എൻഗേജ്മെൻറ്റ് മസ്റ്റ് ബി അസൈൻ ടു എ ക്വാളിഫൈഡ് എൻഗേജ്മെൻറ്റ് പാർട്ണർ. അപ്പോൾ ഓരോ എൻഗേജ്മെൻറ്റും ഒരു ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു എൻഗേജ്മെൻറ്റ് പാർട്ണറിനാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, അസൈൻ ചെയ്ത് കൊടുക്കേണ്ടത്. വിത്ത് their identity and role clearly communicated to the client's management and governance. അപ്പോൾ നമ്മളൊരു വ്യക്തിക്ക്, ഇപ്പോൾ നമ്മളാണ് നമ്മുടെ ഓഫീസിൻ്റെ ടോപ്പ് പേഴ്സൺ, അപ്പോൾ നമ്മൾക്കൊരു എൻഗേജ്മെൻറ്റ് കിട്ടി. ആ എൻഗേജ്മെൻറ്റ് നമ്മൾ അക്സെപ്റ്റ് ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് വേണം, നമ്മൾ ആ ഒരു എൻഗേജ്മെൻറ്റിൻ്റെ റെസ്പോൺസിബിലിറ്റി ഒരു ക്വാളിഫൈഡും അതേമാതിരി തന്നെ ഒരു റെസ്പോൺസിബിൾ ആയിട്ടുള്ളൊരു പേഴ്സണാണ് നമ്മൾ എന്ത് ചെയ്യാൻ, നമ്മൾ അസൈൻ ചെയ്ത് കൊടുക്കാനും. അതുകൂടാതെ തന്നെ ആ ഒരു വ്യക്തിയുടെ റോളും അതേമാതിരി തന്നെ ഐഡൻറ്റിറ്റിയും നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ക്ലയൻറ്റിൻ്റെ മാനേജ്മെൻറ്റ് അടുത്ത് നമ്മൾ ക്ലിയർലി അത് മെൻഷൻ ചെയ്യണം. സോ ഇയാളായിരിക്കും ഇന്ന കാര്യങ്ങൾ റെസ്പോൺസിബിൾ ആയിട്ട് വരിക. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ യു നീഡ് ടു ആസ്ക് ദിസ് പേഴ്സൺ. ഇയാളായിരിക്കും നിങ്ങളുടെ എല്ലാ രീതിയിലും അല്ലെങ്കിൽ ഇയാൾക്ക് വേണ്ട സഹായങ്ങൾ എന്ന് വെച്ചാൽ ഈ ഒരു എൻഗേജ്മെൻറ്റ് പാർട്ട്ണറിന് വേണ്ട സഹായങ്ങൾ നിങ്ങൾ പ്രൊവൈഡ് ചെയ്യണം എന്നുള്ള രീതിയിലുള്ള കമ്മ്യൂണിക്കേഷൻസ് നമ്മൾ എന്ത് വേണം, ക്ലയൻറ്റിന് ക്ലിയർ ആയിട്ട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ മാത്രമേ ക്ലയൻറ്റും അതേമാതിരി തന്നെ ഈ എൻഗേജ്മെൻറ്റ് പാർട്ണറും തമ്മിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ പ്രോപ്പർ ആവുള്ളൂ. ദ എൻഗേജ്മെൻറ്റ് പാർട്ണർ മസ്റ്റ് ഹാവ് ദ നെസസറി സ്കിൽ, അതോറിറ്റി ആൻഡ് ടൈം ഫോർ ദ റോൾ. അപ്പോൾ എന്തൊക്കെ വേണം, സ്കില്ല് വേണം, അതോറിറ്റി വേണം, അതേമാതിരി തന്നെ ഈ ഒരു വർക്ക് ചെയ്യാനുള്ള ടൈമും വേണം. അപ്പോൾ ഒരുപാട് വർക്കിൽ എൻഗേജ്ഡ് ആയിട്ടുള്ളൊരു വ്യക്തിക്ക് ഒരു സ്പെസിഫിക് വർക്കിൽ അയാൾക്ക് കൊടുക്കാൻ പറ്റുന്ന ടൈം വളരെ കുറവായിരിക്കും. അപ്പോൾ നമുക്ക് ആ ഒരു വർക്കിൻ്റെ ക്വാളിറ്റിയും അതിനെ എഫക്റ്റ് ചെയ്യും. സോ അങ്ങനെ നമുക്കൊരു ഒരു ടൈമും നമ്മൾ എന്ത് ചെയ്യണം, കൺസിഡർ ചെയ്യണം. ഒരാൾക്ക് ഒരു വർക്കിൽ എത്രമാത്രം ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റും അതും കൂടി കൺസിഡർ ചെയ്തിട്ട് വേണം നമ്മളൊരു വ്യക്തിയെ ഒരു എൻഗേജ്മെൻറ്റ് ഏൽപ്പിക്കാൻ വേണ്ടിയിട്ട്. അതേമാതിരി തന്നെ ആ ഒരു എൻഗേജ്മെൻറ്റ് പെർഫോം ചെയ്യാനുള്ള സ്കിൽ അയാൾക്ക് ഉണ്ടോ എന്ന് നോക്കണം. അതേമാതിരി തന്നെ അയാൾക്ക് അതിലൊരു അതോറിറ്റി ഉണ്ടോ എന്ന് നമ്മൾ നോക്കണം. സോ എൻഗേജ്മെൻറ്റ് പാർട്ണർ മസ്റ്റ് ഹാവ് നെസസറി സ്കിൽ, അതോറിറ്റി ആൻഡ് ടൈം ഫോർ ദ റോൾ. their responsibility must be clearly defined and communicated. അപ്പോൾ അവരുടെ റെസ്പോൺസിബിലിറ്റി എന്ത് ചെയ്യണം, ക്ലിയർ ആയിട്ട് ഡിഫൈനും കമ്മ്യൂണിക്കേറ്റും ചെയ്യണം. ആരുടെ അടുത്ത്, ക്ലയൻറ്റിൻ്റെ മാനേജ്മെൻറ്റിൻ്റെ അടുത്തും അതേമാതിരി തന്നെ താഴെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫിൻ്റെ അടുത്തും എന്താണ് അവരുടെ റോൾ.
So their responsibility must be clearly defined and communicated. Example, the engagement partner is introduced to the client's team and given clear instruction about their role in the audit. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ക്ലയൻറ്റിൻ്റെ ടീമിൻ്റെ അടുത്ത് അല്ലെങ്കിൽ നമ്മൾ ക്ലയൻറ്റിൻ്റെ മാനേജ്മെൻറ്റ് അടുത്ത് നമ്മൾ ക്ലിയർ ആയിട്ട് കൊടുക്കണം ഇയാൾ എന്താണ് ചെയ്യുന്നത്, ഈ ഒരു എൻഗേജ്മെൻറ്റ് പാർട്ണർ റോൾ എന്താണ് ഈ ഒരു ഓഡിറ്റിൽ. അത് ക്ലിയർ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ മാത്രമേ അവർക്കൊരു മനസ്സിലാവുള്ളൂ, അവർക്കൊരു അണ്ടർസ്റ്റാൻഡിങ് വരുള്ളൂ. ഓക്കെ, ഇദ്ദേഹത്തിന് ഇന്ന ഇൻഫർമേഷൻസ് ആണ് കൊടുക്കേണ്ടത്, ഇദ്ദേഹത്തിനെ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യേണ്ടത് എന്നുള്ള രീതിയിലുള്ളൊരു നോളേജ് അവർക്കും വരുള്ളൂ. സോ നമ്മൾ ഈ കാര്യങ്ങളാണ് എന്ത് ചെയ്യേണ്ടത്, ഒരു എൻഗേജ്മെൻറ്റ് പാർട്ട്ണറിന് നമ്മളൊരു എൻഗേജ്മെൻറ്റ് കൊടുക്കുന്ന സമയത്ത് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ. ദെൻ എൻഷുറിങ് ടീം കോമ്പീറ്റൻസ്. അപ്പോൾ നമ്മളൊരു ടീമിൻ്റെ കോമ്പീറ്റൻസ് നമുക്ക് എങ്ങനെ എൻഷുർ ചെയ്യാൻ പറ്റും? എൻഗേജ്മെൻറ്റ് ടീംസ് ഷുഡ് ഹാവ് ദ നെസസറി സ്കിൽ ആൻഡ് കോമ്പീറ്റൻസ് ടു ഫുൾഫിൽ ദെയർ റെസ്പോൺസിബിലിറ്റി എഫക്റ്റീവ്ലി. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യത്തിൽ എന്താണ്, എൻഗേജ്മെൻറ്റ് പാർട്ണറിനെ കുറിച്ച് പറഞ്ഞ കാര്യം തന്നെയാണ്. ഒരു എൻഗേജ്മെൻറ്റ് ടീമിന് എന്ത് വേണം, സ്കില്ലും വേണം, കോമ്പീറ്റൻസും വേണം. ഒരു എൻഗേജ്മെൻറ്റ് എന്ത് ചെയ്യണം, എഫക്റ്റീവിലായിട്ട് ഫുൾഫിൽ ചെയ്യാൻ വേണ്ടിയിട്ട്. ദ ഫേം എൻഷുർ സ്യൂട്ടബിൾ പേഴ്സണൽ ആർ അവൈലബിൾ ആൻഡ് ട്രെയിൻഡ് ഫോർ ദെയർ റോൾ. അപ്പോൾ നമ്മൾ എൻഗേജ്മെൻറ്റ് ടീമിന് വേണ്ടി, നമ്മൾ നേരത്തെ പറഞ്ഞതാണ് ഒരു എൻഗേജ്മെൻറ്റ് ടീമിൻ്റെ ലീഡർ എന്ന് വെച്ചാൽ എൻഗേജ്മെൻറ്റ് പാർട്ട്ണറിൻ്റെ കാര്യങ്ങളായിരുന്നു പറഞ്ഞത്. ഇപ്പോൾ പറഞ്ഞ ആ ടീമിൻ്റെ കാര്യങ്ങളാണ്. ടീം എന്ത് വേണം, സ്കില്ലും വേണം, കോമ്പീറ്റൻസും വേണം. അതേമാതിരി തന്നെ സ്യൂട്ടബിൾ ആയുള്ള പേഴ്സൺസും അതേമാതിരി തന്നെ അവർക്ക് അവൈലബിൾ ആയുള്ള സ്കിൽസും ഉള്ള കാര്യം ആണ് നമ്മൾ പറഞ്ഞത്. സോ ദ ആൻഡ് ആർ അവൈലബിൾ ആൻഡ് ട്രെയിൻഡ് ഫോർ ദ റോൾ. സോ ദ ഫേം എൻഷുർ സ്യൂട്ടബിൾ പേഴ്സൺസ് ആർ അവൈലബിൾ. സ്യൂട്ടബിൾ ആയുള്ള പേഴ്സൺസ് അവൈലബിൾ ആണോ, അതേമാതിരി തന്നെ അവരെന്താണ് അവരുടെ റോളിന് വേണ്ടിയിട്ട് ട്രെയിൻഡും ആണോ, പറ്റിയ ആൾക്കാരും ആണുള്ള കാര്യം നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ എൻഷുർ ചെയ്യണം. Example, junior auditors are mentored and trained to take on greater responsibilities in future engagement. അപ്പോൾ ജൂനിയർ ഓഡിറ്റേഴ്സ് എന്താണ്, അവരെയാണ് നമ്മൾ എന്താണ് മെൻറ്റർ ചെയ്യേണ്ടത്. ഒരു ടീമിലേക്ക് ഇട്ടിട്ട് അവരെ നമ്മൾ എന്ത് ചെയ്യണം, ഒരു സീനിയർ ഓഡിറ്റേഴ്സ് അല്ലെങ്കിൽ ഒരു എൻഗേജ്മെൻറ്റ് പാർട്ണർ അവരെ മെൻറ്റർ ചെയ്തിട്ട് വേണം അവരുടെ ഫ്യൂച്ചറിൽ അവരെന്താണ് ഈ ഒരു ഇപ്പോൾ എൻഗേജ്മെൻറ്റ് പാർട്ണറിൻ്റെ പൊസിഷനിലേക്ക് വരാനുള്ള രീതിയിലേക്ക് അവരെ മോൾഡ് ചെയ്യേണ്ടത്. ഓക്കെ. Then performance assessment. The firm evaluates the performance of engagement partner and team members with a focus on their commitment to quality. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ അവരുടെ ഇപ്പോൾ എൻഗേജ്മെൻറ്റ് പാർട്ണർ എങ്ങനെയായിരിക്കണം എന്ന് നമ്മൾ പറഞ്ഞു, എൻഗേജ്മെൻറ്റ് ടീം എങ്ങനെയായിരിക്കണം എന്ന് നമ്മൾ പറഞ്ഞു. ഈ ഒരു എൻഗേജ്മെൻറ്റ് പാർട്ണറിൻ്റെയും അതേമാതിരി തന്നെ എൻഗേജ്മെൻറ്റ് ടീമിൻ്റെയും പെർഫോമൻസ് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യണം. എന്തിനു വേണ്ടിയിട്ട്, ഇവർ ക്വാളിറ്റി വർക്കാണോ പ്രൊവൈഡ് ചെയ്യുന്നത് എന്നുള്ള കാര്യം എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ട്. എക്സാമ്പിൾ, എ പാർട്ണർ അഡ്ഹറൻസ് ടു ക്വാളിറ്റി കൺട്രോൾ പോളിസീസ് ഈസ് കൺസിഡേർഡ് ഡ്യൂറിങ് ദെയർ ആനുവൽ പെർഫോമൻസ് റിവ്യൂ. അപ്പോൾ ആനുവൽ പെർഫോമൻസ് റിവ്യൂവിൽ എന്താണ്, അവരുടെ ക്വാളിറ്റി കൺട്രോൾ പോളിസീസിനെ ഫോളോ ചെയ്തിട്ടാണോ അവർ വർക്ക് ചെയ്യുന്നതെന്നുള്ള കാര്യം നമ്മൾ എന്ത് ചെയ്യണം, എൻഷുർ ചെയ്യണം. അപ്പോൾ ഇതാണ് ഹ്യൂമൻ റിസോഴ്സ്. നെക്സ്റ്റ് വന്ന് വെച്ചാൽ എൻഗേജ്മെൻറ്റ് പെർഫോമൻസ് ആണ്. അപ്പോൾ നമ്മൾ ഹ്യൂമൻ റിസോഴ്സ് കഴിഞ്ഞു, ഇനി നെക്സ്റ്റ് വന്നുള്ളത് എൻഗേജ്മെൻറ്റ് പെർഫോമൻസ് ആണ്. അപ്പോൾ നമുക്ക് നോക്കാം. എൻഗേജ്മെൻറ്റ് പെർഫോമൻസ്. കൺസിസ്റ്റൻറ്റ് എൻഗേജ്മെൻറ്റ് പെർഫോമൻസ് ഈസ് അച്ചീവ്ഡ് ത്രൂ എ ക്ലിയർ ടീം ഒബ്ജക്റ്റീവ്, കംപ്ലയൻസ് വിത്ത് സ്റ്റാൻഡേർഡ്സ്, സൂപ്പർവിഷൻ, ട്രെയിനിങ് ആൻഡ് പ്രോപ്പർ ഡോക്യുമെൻറ്റേഷൻ. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ വെച്ചിട്ടാണ് നമുക്കൊരു ക്ലിയർ ആയിട്ടുള്ള എൻഗേജ്മെൻറ്റ് പെർഫോമൻസ് നടത്താൻ പറ്റുക? അപ്പോൾ നമ്മളൊരു എൻഗേജ്മെൻറ്റ് അക്സെപ്റ്റ് ചെയ്തു, നമ്മൾ ക്ലയൻറ്റിൻ്റെ ഇൻറ്റഗ്രിറ്റിയും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് നമ്മളൊരു എൻഗേജ്മെൻറ്റ് അക്സെപ്റ്റ് ചെയ്തു. നമ്മളുടെ ഹ്യൂമൻ റിസോഴ്സിനെ പ്രോപ്പറായ രീതിയിൽ നമ്മളുടെ ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് നമ്മളെന്താണ് അവർ പ്രോപ്പറാണ്. ദെൻ നമ്മളെന്താണ് ഇനി പെർഫോമൻസ് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഇനി പെർഫോം ചെയ്യേണ്ടത്, അതാണ് ഇനി ഇവിടെ പറയുന്നത്. അപ്പോൾ നമ്മൾ എന്തൊക്കെ പറഞ്ഞു ഇപ്പോൾ കാര്യങ്ങൾ, നമ്മുടെ ലീഡർഷിപ്പിനെ കുറിച്ച് പറഞ്ഞു, പിന്നെ നമ്മൾ എത്തിക്കൽ റിക്വയർമെൻറ്റ്സിനെ കുറിച്ച് പറഞ്ഞു, പിന്നെ ഒരു ക്ലയൻറ്റിനെ എങ്ങനെയാണ് നമ്മൾ അക്സെപ്റ്റ് ചെയ്യേണ്ടത് അത് കാര്യങ്ങൾ പറഞ്ഞു. ദെൻ നമ്മൾ എന്ത് പറഞ്ഞു, നമ്മൾ ഹ്യൂമൻ റിസോഴ്സിനെ നമ്മൾ എങ്ങനെയാണ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് എന്നുള്ള കാര്യം പറഞ്ഞു. ഇനി നമ്മൾ അടുത്ത് പറയാൻ പോകുന്നത് വെച്ചാൽ നമ്മൾ എങ്ങനെയാണ് ഈ പെർഫോം ചെയ്യേണ്ടത്, അത് നമ്മൾ ചെയ്യേണ്ട ഒരു ക്ലിയർ ആയിട്ട് നല്ല രീതിയിൽ നമുക്ക് എൻഗേജ്മെൻറ്റ് പെർഫോം ചെയ്യണമെങ്കിൽ നമുക്ക് എന്തൊക്കെ വേണം, നമുക്കൊരു ക്ലിയർ ടീം ഒബ്ജക്റ്റീവ് വേണം. ഒരു ടീമിന് ക്ലിയർ ആയിട്ടുള്ളൊരു ഒബ്ജക്റ്റീവ് വേണം, ഇന്ന കാര്യങ്ങളാണ് അവർക്ക് ചെയ്യേണ്ടത്. ദെൻ കംപ്ലയൻസ് വിത്ത് സ്റ്റാൻഡേർഡ്. നമ്മുടെ സ്റ്റാൻഡേർഡ്സ് നമ്മൾ കംപ്ലൈ ചെയ്യണം. എന്ന് വെച്ചാൽ സ്റ്റാൻഡേർഡ് ത്രൂ എന്താണോ സ്റ്റാൻഡേർഡിൽ പറഞ്ഞത് ആ രീതിയിൽ മാത്രമേ നമ്മൾ പോകാൻ പാടുള്ളൂ. ദെൻ സൂപ്പർവിഷൻ, അവർ ചെയ്യുന്ന വർക്ക് നമ്മൾ എന്ത് ചെയ്യണം, സൂപ്പർവൈസ് ചെയ്യണം. ദെൻ ട്രെയിനിങ്, ഇപ്പോൾ ഒരു ഇൻഡസ്ട്രീനെ കുറിച്ച് അവർക്ക് നോളജ് ഇല്ലെങ്കിൽ അല്ലെങ്കിൽ ഒരു ലോനെ കുറിച്ച് ഒരു നോളജ് ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, നമുക്ക് അവർക്ക് ട്രെയിനിങ് കൊടുക്കണം അതിനെക്കുറിച്ച് നോളജ് വരാൻ വേണ്ടിയിട്ട്. ദെൻ പ്രോപ്പർ ഡോക്യുമെൻറ്റേഷൻ, പിന്നെ ഈ കാര്യങ്ങളെല്ലാം നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ചെയ്യുന്ന വർക്ക് എല്ലാം നമ്മൾ പ്രോപ്പറായിട്ടുള്ള രീതിയിൽ ഡോക്യുമെൻറ്റ് ചെയ്യണം. നെക്സ്റ്റ്, കൺസൾട്ടേഷൻ ഇൻ
ഡിഫിക്കൽട്ട് മാറ്റേഴ്സ്. അപ്പോൾ ഒരു ഡിഫിക്കൽട്ട് മാറ്റേഴ്സിൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ കൺസൾട്ടേഷൻ നമ്മൾ തേടണം. അപ്പോൾ നമുക്കറിയാത്തൊരു രീതിയാണ്, അല്ലെങ്കിൽ നമ്മളിപ്പോൾ എന്താണ്, നമ്മളിപ്പോൾ ഓഡിറ്റ് ചെയ്യാൻ പോയി, നമ്മളിപ്പോൾ ഒരു ഗോൾഡ് അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു വേറെ എന്തെങ്കിലും രീതിയിൽ നമ്മൾ പഠിക്കാത്തൊരു കാര്യത്തിനെ കുറിച്ചാണ് നമ്മൾ ഓഡിറ്റ് ചെയ്യാൻ പോകുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ അതിനെക്കുറിച്ച് വിവരമുള്ള ഒരാളടുത്ത് നമ്മൾ എന്ത് ചെയ്യണം, ഒരു കൺസൾട്ടേഷൻ വാങ്ങണം. കൺസൾട്ടേഷൻ ഇൻവോൾവ്സ് discussing complex or contentious issues with individuals having specialized expertise. അപ്പോൾ എന്താണ്, ഒരു കോംപ്ലക്സോ അല്ലെങ്കിൽ ഒരു കണ്ടൻഷ്യസ് ഇഷ്യൂസോ നമ്മളെന്താണ് അതിനെക്കുറിച്ചാണ് നമുക്ക് നോളേജ് വേണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ അതിന് ഒരു സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഒരു ആളെടുത്ത് നമ്മൾ എന്ത് ചെയ്യണം, നമ്മളൊരു കൺസൾട്ടേഷന് വേണ്ടി പോകണം. അതിനെക്കുറിച്ചൊരു കൂടുതൽ നോളേജബിൾ ആയ അടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ കൺസൾട്ടേഷന് പോകണം. ഇറ്റ് എൻഹാൻസസ് ക്വാളിറ്റി ആൻഡ് സപ്പോർട്ട്സ് പ്രൊഫഷണൽ ജഡ്ജ്മെൻറ്റ്. അപ്പോൾ ഇതെന്തൊക്കെ സപ്പോർട്ട് ചെയ്യും, ക്വാളിറ്റിയും അതേമാതിരി തന്നെ പ്രൊഫഷണൽ ജഡ്ജ്മെൻറ്റിനെയും സപ്പോർട്ട് ചെയ്യും, എൻഹാൻസ് ചെയ്യും. ഡിസ്കഷൻസ് മേ ഇൻവോൾവ് ഇൻറ്റേർണൽ ഓർ എക്സ്റ്റേണൽ എക്സ്പേർട്സ്. അപ്പോൾ നമ്മളുടെ കൂടെയുള്ള ഒരു ഇൻറ്റേർണൽ എക്സ്പേർട്സോ അല്ലെങ്കിൽ എന്താണ് നമുക്ക് പുറത്തുനിന്ന് ഒരു ആളെയാണ് വേണ്ടെങ്കിൽ ഈ രണ്ട് രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് കൺസൾട്ടേഷൻ എടുക്കാൻ പറ്റും. ഇപ്പോൾ നമ്മളുടെ ഓഫീസിൽ തന്നെ എന്താണ് ഒരു ഇൻഡസ്ട്രീനെ കുറിച്ചിട്ട് കൂടുതൽ നോളജബിൾ ആയൊരു വ്യക്തി ഉണ്ടെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യുക, നമ്മൾ ആ വ്യക്തിയോടാണ് നമ്മൾ എന്ത് ചെയ്യുക, ഒരു കൺസൾട്ടേഷൻ ചോദിക്കുക, എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത്, എന്താണ് ഇതിൻ്റെ പ്രൊസീജിയേഴ്സ് വരേണ്ടത്. ഇനി അതല്ല, നമ്മളുടെ ഒരു നോളജ് അല്ലെങ്കിൽ ഈ ഒരു അക്കൗണ്ടിങ് ഫീൽഡിലേ ഇല്ലാത്തൊരു സാധനത്തെക്കുറിച്ച്, ഒരു സ്റ്റോക്ക് ഐറ്റത്തിനെ കുറിച്ചാണ് നമുക്ക് എന്ത് വേണ്ടത്, നമുക്കൊരു ജഡ്ജ്മെൻറ്റ് അല്ലെങ്കിൽ നമ്മളൊരു മനസ്സിലാക്കേണ്ടതെങ്കിൽ നമ്മളെന്താണ് ആ ഒരു ഫീൽഡിൽ എക്സ്പേർട്ട് ആയുള്ളൊരു വ്യക്തിൻ്റെ അടുത്ത് പോയിട്ട് നമ്മൾ എന്ത് ചെയ്യും, നമ്മളൊരു കൺസൾട്ടേഷൻ നമ്മൾ എടുക്കും. സോ ഇൻറ്റേർണൽ അല്ലെങ്കിൽ എക്സ്റ്റേണൽ ആയുള്ള എക്സ്പേർട്സിൻ്റെ അടുത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു ഡിസ്കഷൻ നടത്താൻ പറ്റും. പ്രോപ്പർ ഡോക്യുമെൻറ്റേഷൻ ഓഫ് കൺസൾട്ടേഷൻ ആൻഡ് കൺക്ലൂഷൻ ഈസ് എസെൻഷ്യൽ. അപ്പോൾ ഒരു കൺസൾട്ടേഷൻ നടത്തിയിട്ട് അതിനെക്കുറിച്ചിട്ടും അതേമാതിരി തന്നെ അതിൻ്റെ ഒരു കൺക്ലൂഷനെ കുറിച്ചിട്ടും നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ പ്രോപ്പറായുള്ള രീതിയിൽ ഡോക്യുമെൻറ്റേഷൻ നമ്മൾ ചെയ്തിരിക്കണം. ഓക്കെ. എക്സാമ്പിൾ, കൺസൾട്ടിങ് ആൻ ഇൻഡസ്ട്രി എക്സ്പേർട്ട് ഓൺ ടെക്നിക്കൽ അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ് എൻഷ്യൂർ അക്യുറസി. അപ്പോൾ ഒരു ടെക്നിക്കൽ അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റിനെ കുറിച്ച് നമ്മളൊരു കൺസൾട്ടേഷൻ നടത്തുകയാണെങ്കിൽ എന്താണ്, അത് നമ്മളുടെ ഒരു അക്യുറസീനെ അത് എൻഹാൻസ് ചെയ്യും. Engagement quality control review. Significant judgment in engagements are reviewed by a quality control reviewer before issuing reports to ensure objectivity and compliance. അപ്പോൾ നമ്മൾ ചെയ്തൊരു എൻഗേജ്മെൻറ്റ് അതിൽ ചില ജഡ്ജ്മെൻറ്റ്സ് ഉണ്ടാവും. നമ്മളിപ്പോൾ ഓഡിറ്റാണ് ചെയ്യുന്നത്, അപ്പോൾ അതിൽ നമ്മൾ വരുന്ന കുറേ ജഡ്ജ്മെൻറ്റ്സ് എന്താണ്, അത് റിവ്യൂ ചെയ്യാൻ ആരും ഉണ്ടാവും, ഒരു ക്വാളിറ്റി കൺട്രോൾ റിവ്യൂവർ ഉണ്ടാവും. ഈ ഒരു റിവ്യൂവർ എപ്പോഴാണ് ഈ സാധനം റിവ്യൂ ചെയ്യുക, നമ്മളുടെ റിപ്പോർട്ട് ഇഷ്യൂ ചെയ്യുന്നതിന് മുന്നേ ആയിട്ടാണ് എന്ത് ചെയ്യുക, ഈ ഒരു ക്വാളിറ്റി കൺട്രോൾ റിവ്യൂവർ നമ്മളുടെ വർക്ക് അല്ലെങ്കിൽ നമ്മളുടെ ജഡ്ജ്മെൻറ്റ്സിനെ റിവ്യൂ ചെയ്യാം. എന്ത് എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ട്, ഒബ്ജക്റ്റിവിറ്റി ആൻഡ് കംപ്ലയൻസ്. ഒബ്ജക്റ്റിവിറ്റിയും കംപ്ലയൻസും എൻഷുർ, നമ്മൾ കറക്റ്റായിട്ട് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് കംപ്ലൈ ചെയ്യുന്നുണ്ടോ, അതേമാതിരി തന്നെ നമ്മളുടെ ഒബ്ജക്റ്റിവിറ്റി എന്താണെന്നുള്ള കാര്യം എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ക്വാളിറ്റി കൺട്രോൾ റിവ്യൂവർ നമ്മളുടെ ജഡ്ജ്മെൻറ്റിനെ നമ്മൾ എന്ത് ചെയ്യും, നമ്മളുടെ വർക്കിനെ അവർ റിവ്യൂ ചെയ്യും. എപ്പോൾ, ബിഫോർ ഇഷ്യൂയിങ് ദ റിപ്പോർട്ട് ഇഷ്യൂ ചെയ്യുന്നതിന് മുൻപ്. മാൻഡേറ്ററി ഫോർ ലിസ്റ്റഡ് എൻറ്റിറ്റീസ്. അപ്പോൾ ഇങ്ങനെ ഒരു ക്വാളിറ്റി കൺട്രോൾ റിവ്യൂ ആർക്ക് മാൻഡേറ്ററി ആണ്, ഒരു ലിസ്റ്റഡ് എൻറ്റിറ്റിക്ക് മാൻഡേറ്ററി ആണ്. Based on the firm's criteria for other engagement. Review includes evaluating independence, risk, judgments and matters communicated to stakeholders. അപ്പോൾ ഈ ഒരു റിവ്യൂ എന്തിനൊക്കെയാണ് വേണ്ടത്, ഒന്ന് നമ്മളുടെ ഇൻഡിപെൻഡൻസ് ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, നമ്മൾ ചെയ്ത വർക്ക് നമ്മൾ എന്താണ് ക്ലയൻസിൻ്റെയോ അല്ലെങ്കിൽ വേറൊരു തേർഡ് പേഴ്സൻ്റെയോ ഒപ്പീനിയൻ പ്രകാരമല്ല ചെയ്തതെന്നുള്ള കാര്യം നമ്മൾ ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും, പിന്നെ റിസ്ക്, എന്തെങ്കിലും നമ്മുടെ ജഡ്ജ്മെൻറ്റ് അല്ലെങ്കിൽ നമ്മുടെ വർക്കിൽ എന്തെങ്കിലും റിസ്ക് ഉണ്ടോ എന്നുള്ള കാര്യം ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും, ദെൻ ജഡ്ജ്മെൻറ്റ്സ് ആൻഡ് മാറ്റേഴ്സ് കമ്മ്യൂണിക്കേറ്റഡ് ടു സ്റ്റേക്ക് ഹോൾഡേഴ്സിനായിട്ട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത മാറ്റേഴ്സിനെ കുറിച്ചിട്ടും റിവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുക, ഈ ഒരു ക്വാളിറ്റി കൺട്രോൾ റിവ്യൂവർ പെർഫോം ചെയ്യുക. അപ്പോൾ ഇത് മാൻഡേറ്ററി ആർക്കാണ്, ഒരു ലിസ്റ്റ് എൻറ്റിറ്റിക്കാണ് മാൻഡേറ്ററി. എക്സാമ്പിൾ, എ സീനിയർ പാർട്ണർ റിവ്യൂസ് ദ കീ റിസ്ക് ഐഡൻറ്റിഫൈഡ് ഡ്യൂറിങ് എ ലിസ്റ്റഡ് കമ്പനീസ് ഓഡിറ്റ്. അപ്പോൾ ഒരു ലിസ്റ്റഡ് കമ്പനീൻ്റെ ഓഡിറ്റിലുള്ള കീ റിസ്കിനെ കുറിച്ചിട്ട് എന്താണ് ഒരു സീനിയർ പാർട്ണർ റിവ്യൂ ചെയ്യും. അപ്പോൾ ആ സീനിയർ പാർട്ണറാണ് ആര്, ഈ ഒരു ക്വാളിറ്റി കൺട്രോൾ റിവ്യൂവർ. റിവ്യൂവർ ക്വാളിഫിക്കേഷൻ. അപ്പോൾ ഒരു റിവ്യൂവറിൻ്റെ ക്വാളിഫിക്കേഷൻ എന്താണ്, അപ്പോൾ നമ്മൾ പറഞ്ഞു നമ്മളുടെ ഒരു വർക്ക് എന്താണ് വേറൊരു വ്യക്തി വന്നിട്ട് റിവ്യൂ ചെയ്യുമെന്ന് പറഞ്ഞു. എന്തിനു വേണ്ടിയിട്ട്, നമ്മളുടെ ഒരു ഒബ്ജക്റ്റിവിറ്റിയും അതേമാതിരി തന്നെ നമ്മളുടെ കംപ്ലയൻസ്, നമ്മൾ സ്റ്റാൻഡേർഡ്സ് കംപ്ലൈ ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യം നോക്കാൻ വേണ്ടിയിട്ട്
റിപ്പോർട്ട് ഇഷ്യൂ ചെയ്യുന്നതിന് മുമ്പ് ഒരു വ്യക്തി വന്നിട്ട് റിവ്യൂ ചെയ്യുമെന്ന് പറഞ്ഞു. ആ വ്യക്തിനെ പറഞ്ഞ പേരാണ് ക്വാളിറ്റി കൺട്രോൾ റിവ്യൂവർ. ഇത് എന്താണ് ലിസ്റ്റഡ് കമ്പനിക്ക് മാൻഡേറ്ററി ആണെന്ന് പറഞ്ഞു. ഇവരെന്തിനാണ് ചെയ്യുന്നത് വെച്ചാൽ നമ്മുടെ ഇൻഡിപെൻഡൻസ്, ഒബ്ജക്റ്റീവ് ജഡ്ജ്മെൻറ്റ്സ്, റിസ്ക് ആൻഡ് മാറ്റേഴ്സ് ഡിസ്കസ്ഡ് വിത്ത് സ്റ്റേക്ക് ഹോൾഡേഴ്സ്, ഈ കാര്യങ്ങളൊക്കെ എന്താണ്, ഈ കാര്യങ്ങളിലാണ് മെയിനായിട്ട് ചെക്ക് ചെയ്യാമെന്ന് പറഞ്ഞു. ക്വാളിറ്റി കൺട്രോൾ റിവ്യൂ ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഒരു ക്വാളിറ്റി കൺട്രോൾ റിവ്യൂവറിൻ്റെ ക്വാളിഫിക്കേഷൻ എന്താണ്, അതാണ് നമ്മൾ നെക്സ്റ്റ് നോക്കുന്നത്. ആർക്കാണ് ഈ ഒരു ക്വാളിറ്റി കൺട്രോൾ റിവ്യൂ ആകാൻ പറ്റുക? റിവ്യൂവേഴ്സ് ക്വാളിഫിക്കേഷൻ: ദ റിവ്യൂവർ മസ്റ്റ് ബി എക്സ്പീരിയൻസ്ഡ് ആൻഡ് ഒബ്ജക്റ്റീവ്, അവോയ്ഡിങ് ഇൻവോൾവ്മെൻറ്റ് ഇൻ എൻഗേജ്മെൻറ്റ്. അപ്പോൾ എന്താണ്, ഈ ഒരു റിവ്യൂവർ എക്സ്പീരിയൻസ്ഡും ആയിരിക്കണം, അതേമാതിരി തന്നെ ഒബ്ജക്റ്റീവ് ആയിരിക്കണം, അൺബയസ്ഡ് ആയിരിക്കണം, ഒരു രീതിയിലും എന്താ പറയുക, ഒരു രീതിയിലും വ്യക്തിപരമായ താല്പര്യങ്ങളില്ലാത്തൊരു വ്യക്തിയായിരിക്കണം. സോ ഇഫ് ഒബ്ജക്റ്റിവിറ്റി ഈസ് ഇമ്പയർഡ്, അപ്പോൾ ഒരു ഒബ്ജക്റ്റിവിറ്റി ഇമ്പയർഡ് ആണെന്ന് വെച്ചാൽ ഒബ്ജക്റ്റിവിറ്റീനെ നമ്മൾ ചോദ്യം ചെയ്യുന്നുണ്ട്. ഈ ഒരു വ്യക്തി എന്താണ്, ഈ റിവ്യൂ ചെയ്യാൻ വന്ന വ്യക്തിക്ക് ഒരു ഒബ്ജക്റ്റിവിറ്റി ഉണ്ടെന്ന്, അയാൾക്കൊരു അയാൾ ബയസ്ഡ് അയാൾ ബയസ്ഡ് ആണ്, അയാൾ അൺബയസ്ഡ് അല്ല. അങ്ങനെയുള്ളൊരു വ്യക്തിയാണെങ്കിൽ എന്താണ്, അനദർ ക്വാളിഫൈഡ് ഇൻഡിവിജ്വൽ ഈസ് അസൈൻഡ്, മറ്റൊരു ക്വാളിഫൈഡ് ആയിട്ടുള്ള വ്യക്തിനെ നമ്മൾ എന്ത് ചെയ്യും, അസൈൻ ചെയ്യും ഈ ഒരു ക്വാളിറ്റി കൺട്രോൾ റിവ്യൂവറിന് വേണ്ടിയിട്ട്. അപ്പോൾ ഫസ്റ്റ് ഒരു വ്യക്തി വന്നു, പക്ഷേ അയാളുടെ ഒബ്ജക്റ്റിവിറ്റി എന്താണ്, ഇമ്പയർഡ് ആണ്. ആ ഒരു സിറ്റുവേഷനിൽ നമ്മൾ എന്ത് ചെയ്യും, മറ്റൊരു വ്യക്തിനെ നമ്മൾ എന്ത് ചെയ്യും, അസൈൻ ചെയ്യും. എക്സാമ്പിൾ: എ ഫേം ഹയേഴ്സ് ആൻ എക്സ്റ്റേണൽ റിവ്യൂവർ വിത്ത് എക്സ്റ്റെൻസീവ് ഓഡിറ്റ് എക്സ്പീരിയൻസ് ഫോർ ലിസ്റ്റഡ് എൻറ്റിറ്റീസ്. അപ്പോൾ ലിസ്റ്റഡ് എൻറ്റിറ്റീസിൻ്റെ ഓഡിറ്റിൽ കൂടുതൽ എക്സ്പീരിയൻസ് ഉള്ളൊരു വ്യക്തിനെ നമ്മൾ എന്താണ്, ഒരു റിവ്യൂവറായിട്ട്, അല്ലെങ്കിൽ എക്സ്റ്റേണൽ പേഴ്സണെ നമ്മൾ റിവ്യൂവറായിട്ട് അപ്പോയിൻറ്റ് ചെയ്യുന്ന മാറി. ദെൻ ഡിഫറൻസസ് ഓഫ് ഒപ്പീനിയൻ. അപ്പോൾ രണ്ട് ഒപ്പീനിയൻ വരികയാണെങ്കിൽ ഡിഫറൻസസ് വിത്തിൻ ടീം ഓർ വിത്ത് റിവ്യൂവർ മസ്റ്റ് ബി റിസോൾവ്ഡ് ബിഫോർ ഇഷ്യൂയിങ് റിപ്പോർട്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞു എന്താണ്, നമ്മൾ റിപ്പോർട്ട് ഇഷ്യൂ ചെയ്യുന്നതിന് മുമ്പാണ് ആദ്യം ചെയ്യുക. ഈ ഒരു ക്വാളിറ്റി കൺട്രോൾ റിവ്യൂവർ വന്നിട്ട് നമ്മളുടെ വർക്കിനെ റിവ്യൂ ചെയ്യാം. അപ്പോൾ നമ്മളുടെ ഒരു ഒപ്പീനിയനും അതേമാതിരി തന്നെ ക്വാളിറ്റി കൺട്രോൾ റിവ്യൂവറിൻ്റെ ഒപ്പീനിയൻ നമ്മളൊരു വ്യത്യാസമുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഈ ഒരു റിപ്പോർട്ട് ഇഷ്യൂ ചെയ്യുന്നതിന് മുന്നേ നമ്മൾ അത് റിസോൾവ് ചെയ്തിരിക്കണം. ആരതാണ് കൂടുതൽ പ്രിസൈസ് എന്ന് നോക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്തിരിക്കണം, അത് വേണം നമ്മൾ ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. എസ്റ്റാബ്ലിഷ്ഡ് പ്രൊസീജിയേഴ്സ് ഇൻവോൾവ് കൺസൾട്ടിങ് അനദർ പ്രൊഫഷണൽ ഓർ റെഗുലേറ്ററി ബോഡി ഇഫ് നീഡഡ്. അപ്പോൾ ഇപ്പോൾ ക്വാളിറ്റി കൺട്രോൾ റിവ്യൂവറും നമ്മൾ തമ്മിലൊരു വാക്ക് തർക്കം അല്ലെങ്കിൽ ഒരു ഒപ്പീനിയനിലൊരു വ്യത്യാസം ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ മറ്റൊരു പ്രൊഫഷണലിൻ്റെ അടുത്തോ അല്ലെങ്കിൽ ഒരു റെഗുലേറ്ററി ബോഡീൻ്റെ അടുത്തോ പോയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ കൺസൾട്ടേഷൻ എടുത്തിട്ട് വേണം നമ്മൾ ആരതാണ് ശരിയെന്ന് നോക്കാൻ. എക്സാമ്പിൾ: ഡിസഗ്രിമെൻറ്റ്സ് ഓൺ മെറ്റീരിയാലിറ്റി ത്രെഷോൾഡ്സ് ആർ റിസോൾവ്ഡ് ബൈ കൺസൾട്ടിങ് എ സീനിയർ ഓഡിറ്റർ ഇൻ ദ ഫേം. അപ്പോൾ ഒരു മെറ്റീരിയാലിറ്റിയെ കുറിച്ച് നമുക്കൊരു ഡൗട്ട് ഉണ്ട്. അങ്ങനെ ഒരു ഡൗട്ട് ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ ഫേമിലെ സീനിയർ ആയിട്ടുള്ള ഓഡിറ്റിൻ്റെ അടുത്ത് പോയിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, ആ ഒരു ഡൗട്ട് നമ്മൾ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട്. എൻഗേജ്മെൻറ്റ് ഡോക്യുമെൻറ്റേഷൻ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ പോളിസീസ്, ഒരു എൻഗേജ്മെൻറ്റ് ഡോക്യുമെൻറ്റ് ചെയ്യാനുള്ള പോളിസി നമ്മുടെ അടുത്ത് വേണം. എന്ത് എൻഷുർ ചെയ്യാൻ വേണ്ടി, ടൈംലി, സെക്യൂർ ആൻഡ് കോൺഫിഡൻഷ്യൽ അസംബ്ലി ഓഫ് എൻഗേജ്മെൻറ്റ് ഫയൽസ്. അപ്പോൾ എൻഗേജ്മെൻറ്റ് ഫയൽസ് കറക്റ്റ് ടൈമിൽ സെക്യൂർഡ് ആയ രീതിയിൽ എന്താണ്, കോൺഫിഡൻഷ്യൽ ആയിട്ട് ഡോക്യുമെൻറ്റ് ചെയ്യുന്നുള്ള കാര്യം എൻഷുർ ചെയ്യാൻ വേണ്ടി നമുക്ക് എന്ത് വേണം, നമുക്കൊരു പോളിസി വേണം. ഓഡിറ്റ് ഫയൽസ് മസ്റ്റ് ബി കംപ്ലീറ്റഡ് വിത്തിൻ 60 days ഓഫ് ദ ഓഡിറ്റേഴ്സ് റിപ്പോർട്ട്. അപ്പോൾ ഓഡിറ്ററിൻ്റെ റിപ്പോർട്ട് കഴിഞ്ഞിട്ട് 60 ദിവസത്തിനുള്ളിൽ വേണം എന്ത് ചെയ്യാൻ, ഒരു ഓഡിറ്റ് ഡോക്യുമെൻറ്റേഷൻ അല്ലെങ്കിൽ ഓഡിറ്റ് ഫയൽസ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. 60 ദിവസത്തിനുള്ളിൽ ഓഡിറ്റ് റിപ്പോർട്ട് ഇഷ്യൂ ചെയ്തിട്ട് 60 daysനുള്ളിൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഓഡിറ്റ് ഫയൽസ് കംപ്ലീറ്റ് ചെയ്യണം. എത്ര ഡേയ്സ്? 60 days. ഡോക്യുമെൻറ്റേഷൻ കൺഫേംസ് റിക്വയർഡ് റിവ്യൂസ് ആർ ഡൺ ബിഫോർ ഇഷ്യൂയിങ് ദ റിപ്പോർട്ട്. അപ്പോൾ ഡോക്യുമെൻറ്റേഷൻ എന്ത് കൺഫേം ചെയ്യണം, ഈ ഒരു റിപ്പോർട്ട് ഇഷ്യൂ ചെയ്യുന്നതിന് മുൻപ് ആവശ്യമുള്ള റിവ്യൂസ് നടത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യം ഡോക്യുമെൻറ്റേഷൻ കൺഫേം ചെയ്യണം. എക്സാമ്പിൾ: ദ ഫേം മെയിൻറ്റെയിൻസ് സെക്യൂർ ഡിജിറ്റൽ റെക്കോർഡ് ആക്സസിബിൾ ഫോർ ക്വാളിറ്റി മോണിറ്ററിങ്. അപ്പോൾ എന്താണ്, ഒരു ക്വാളിറ്റി മോണിറ്ററിങ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താണ്, ഒരു ഡിജിറ്റലായിട്ടുള്ള രീതിയിൽ ഇത് സെക്യൂർഡായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാം. ദെൻ റിട്ടൻഷൻ ഓഫ് ഡോക്യുമെൻറ്റേഷൻ. Documentation must be retained for at least 7 years for audit or longer if legally required. അപ്പോൾ നമ്മൾ മിനിമം 7 കൊല്ലം നമ്മൾ എന്ത് ചെയ്യണം, നമ്മളുടെ ഈ ഡോക്യുമെൻറ്റേഷൻ മെയിൻറ്റെയിൻ ചെയ്തിരിക്കണം. 7 കൊല്ലം നമ്മളത് കീപ്പ് ചെയ്യണം. ഇനി നിയമം പറയുകയാണ് കൂടുതൽ കൊല്ലം ഇത് മെയിൻറ്റെയിൻ ചെയ്യണമെന്ന് ലീഗലി പറയുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ആ കൊല്ലം വേണം നമ്മൾ ചെയ്യാൻ. റീറ്റെയിൻഡ് ഫയൽസ് അലൗ മോണിറ്ററിങ് കംപ്ലയൻസ് വിത്ത് ക്വാളിറ്റി കൺട്രോൾ സിസ്റ്റം. അപ്പോൾ ക്വാളിറ്റി കൺട്രോൾ സിസ്റ്റംസ് കംപ്ലൈ ചെയ്യുന്നതിനുള്ള കാര്യം മോണിറ്റർ ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും,
ഈ ഒരു റീറ്റെയിൻഡ് ആയിട്ടുള്ള ഫയൽസ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. സോ റീറ്റെയിൻഡ് ഫയൽസ് അലൗ മോണിറ്ററിങ് കംപ്ലയൻസ് വിത്ത് ക്വാളിറ്റി കൺട്രോൾ സിസ്റ്റംസ്. എക്സാമ്പിൾ, ഓഡിറ്റ് റെക്കോർഡ്സ് ഫ്രം സിഗ്നിഫിക്കൻറ്റ് മെർജേഴ്സ് ആർ റീറ്റെയിൻഡ് ഫോർ റെഗുലേറ്ററി റിവ്യൂ. അപ്പോൾ ഒരു റെഗുലേറ്ററി നമ്മളൊരു മെർജർ നടന്നു, ആ മെർജറിൻ്റെ ഡോക്യുമെൻറ്റേഷൻ അല്ലെങ്കിൽ ഓഡിറ്റ് ഫയൽസ് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ കീപ്പ് ചെയ്യുന്നത് ആ ഒരു റെഗുലേറ്ററി റിക്വയർമെൻറ്റ്സ് ഫോളോ ചെയ്യുന്നതിനുള്ള കാര്യം റിവ്യൂ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. സോ ഇതാണെന്ത് എൻഗേജ്മെൻറ്റ് പെർഫോമൻസ്. നെക്സ്റ്റ് വൺ മോണിറ്ററിംഗ് ആണ്. അപ്പോൾ നമ്മളൊരു വർക്ക് നമ്മൾ ഫസ്റ്റ് എന്ത് ചെയ്തു, നമ്മളൊരു ലീഡേഴ്സ് എങ്ങനെയാണ് വേണ്ടതെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് നമുക്ക് എത്തിക്കൽ റിക്വയർമെൻറ്റ്സിനെ കുറിച്ച് പറഞ്ഞു. ദെൻ എത്തിക്കൽ റിക്വയർമെൻറ്റ്സ് വെച്ചാൽ ICAൻ്റെ കോഡ് ഓഫ് കണ്ടക്റ്റ് ഫോളോ ചെയ്യുന്നതിനെ കുറിച്ചാണ് പറഞ്ഞത്. ദെൻ നമ്മളെന്താണ് ക്ലയൻറ്റിൻ്റെ വർക്ക്, നമ്മളൊരു വർക്ക് ഒരു എൻഗേജ്മെൻറ്റ് അക്സെപ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ എങ്ങനെ ക്ലയൻറ്റിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ദെൻ ഹ്യൂമൻ റിസോഴ്സിനെ നമ്മൾ എങ്ങനെയാണ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടതെന്നുള്ള കാര്യം പറഞ്ഞു. അതിനുശേഷം നമ്മൾ എങ്ങനെയാണ് വർക്ക് പെർഫോം ചെയ്യേണ്ടതെന്നുള്ളത് പറഞ്ഞു. ഇനി ലാസ്റ്റ് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് മോണിറ്റർ ചെയ്യേണ്ടത്, ഇതാണ് ലാസ്റ്റ് പറയാൻ പോകുന്നത്. The firm must ensure its quality control policies and procedures are relevant, adequate and effectively implemented. അപ്പോൾ ഒരു ഫേം എന്ത് എൻഷുർ ചെയ്യണം, നമ്മളുടെ ഒരു ക്വാളിറ്റി കൺട്രോൾ പോളിസീസും പ്രൊസീജിയേഴ്സും റിലവൻ്റ് ആണോ, ആഡിക്വേറ്റ് ആണോ, അതേമാതിരി തന്നെ എഫക്റ്റീവ് ആണോ എന്നുള്ള കാര്യം, എഫക്റ്റീവ്ലി ആണോ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുള്ളത് എന്നുള്ള കാര്യം എന്ത് ചെയ്യണം, എൻഷുർ ചെയ്യണം. മോണിറ്ററിംഗ് ഇൻവോൾവ്സ് പീരിയോഡിക് റിവ്യൂസ് ആൻഡ് ഇവാലുവേഷൻ ഓഫ് ദ സിസ്റ്റം. അപ്പോൾ ഈ ഒരു സിസ്റ്റത്തിനെ കുറിച്ചിട്ടുള്ള ഈ ഒരു ക്വാളിറ്റി കൺട്രോൾ നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുള്ള ഒരു ക്വാളിറ്റി കൺട്രോൾ സിസ്റ്റത്തിൻ്റെ ഒരു പീരിയോഡിക് റിവ്യൂ ആണ് എന്ത് പറഞ്ഞത്, മോണിറ്ററിംഗ് എന്ന് പറഞ്ഞത്. ഇനി കീ ഫാക്ടേഴ്സ് ഇൻ മോണിറ്ററിംഗ് ക്വാളിറ്റി കൺട്രോൾ സിസ്റ്റം. ഒരു ക്വാളിറ്റി കൺട്രോൾ സിസ്റ്റത്തിനെ മോണിറ്റർ ചെയ്യുമ്പോൾ നമ്മൾ എന്തൊക്കെ ഫാക്ടേഴ്സാണ് നമ്മൾ നോക്കേണ്ടത്. Assessing whether the quality control system is well designed and effectively implemented. അപ്പോൾ നല്ല രീതിയിലാണോ ഡിസൈൻ ചെയ്തിട്ടുള്ളത്, അതേമാതിരി തന്നെ എഫക്റ്റീവ്ലി ഇംപ്ലിമെൻറ്റും ചെയ്തിട്ടുണ്ടോ ഉള്ള കാര്യം നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ അസസ് ചെയ്യണം. Then reviewing updates in professional standards, legal and regulatory requirements and ensuring these are incorporated into the quality control policy. അപ്പോൾ നമ്മളുടെ ഒരു പ്രൊഫഷണൽ സ്റ്റാൻഡേർഡ്സിൽ അല്ലെങ്കിൽ ലീഗൽ അല്ലെങ്കിൽ റെഗുലേറ്ററി റിക്വയർമെൻറ്റ്സിൽ വരുന്ന അപ്ഡേറ്റ്സ് നമ്മുടെ ഈ ഒരു ക്വാളിറ്റി കൺട്രോൾ സിസ്റ്റത്തിൽ നമ്മൾ പ്രോപ്പറായ രീതിയിൽ നമ്മൾ ചേഞ്ചസ് വരുത്തുന്നുണ്ടോ, അതിൽ പ്രോപ്പറായ രീതിയിൽ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യം നമ്മൾ എന്ത് ചെയ്യണം, എൻഷുർ ചെയ്യണം. അസൈനിങ് മോണിറ്ററിംഗ് റെസ്പോൺസിബിലിറ്റി ടു എൻ എക്സ്പീരിയൻസ്ഡ് ആൻഡ് ഓതറൈസ്ഡ് പാർട്ട്ണർ ഓർ ഇൻഡിവിജ്വൽ. നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഈ ഒരു ക്വാളിറ്റി കൺട്രോൾ റിവ്യൂ മോണിറ്റർ ചെയ്യുന്ന റെസ്പോൺസിബിലിറ്റി ഒരു എക്സ്പീരിയൻസും അതേമാതിരി തന്നെ ഓതറൈസ്ഡ് ആയിട്ടുള്ള എന്ന് വെച്ചാൽ ഒരു അതോറിറ്റി ഉള്ള ഒരു വ്യക്തിക്കാണോ നമ്മൾ കൊടുത്തിട്ടുള്ള കാര്യം നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ എൻഷുർ ചെയ്യണം. അപ്പോൾ ഫസ്റ്റ് 3 കാര്യങ്ങൾ എന്തൊക്കെയാണ് നോക്കേണ്ടത്. ഫസ്റ്റ് വെച്ചാൽ നമ്മുടെ ക്വാളിറ്റി കൺട്രോൾ സിസ്റ്റം നമ്മൾ നല്ല രീതിയിലാണോ ഡിസൈൻ ചെയ്തത്, അതേമാതിരി തന്നെ എഫക്റ്റീവ്ലി ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ടോ, ഇത് നോക്കണം. സെക്കൻഡ് വൺ എന്ന് വെച്ചാൽ ഈ ഒരു പ്രൊഫഷണൽ സ്റ്റാൻഡേർഡ്സ്, ലീഗൽ ആൻഡ് റെഗുലേറ്ററി റിക്വയർമെൻറ്റ്സിൽ വരുന്ന മാറ്റങ്ങൾ, അതിൽ വരുന്ന അപ്ഡേറ്റ്സ് നമ്മളെന്താണ് നമ്മളുടെ ഈ ഒരു ക്വാളിറ്റി കൺട്രോൾ പോളിസീസിൽ കറക്റ്റായ രീതിയിൽ ഇൻകോർപ്പറേറ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യം എൻഷുർ ചെയ്യണം. ആൻഡ് തേർഡ് വൺ, ഈ ഒരു റെസ്പോൺസിബിലിറ്റി ഈ ഒരു മോണിറ്റർ ചെയ്യാനുള്ള റെസ്പോൺസിബിലിറ്റി എക്സ്പീരിയൻസും അതേമാതിരി തന്നെ ഓതറൈസ്ഡ് ആയിട്ടുള്ള ഒരു വ്യക്തിക്കാണോ അല്ലെങ്കിൽ ഒരു പാർട്ട്ണറാണോ നമ്മൾ കൊടുത്തിട്ടുള്ള കാര്യം നമ്മൾ എന്ത് ചെയ്യണം, എൻഷുർ ചെയ്യണം. നെക്സ്റ്റ് അത് കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അഡ്രസ്സിങ് compliance or addressing compliance or allegations of non-compliance with professional or regulatory standards. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഈ ഒരു പ്രൊഫഷണൽ അല്ലെങ്കിൽ റെഗുലേറ്ററി സ്റ്റാൻഡേർഡ്സ് നമ്മൾ ഫോളോ ചെയ്യുന്നില്ല അല്ലെങ്കിൽ കംപ്ലൈ ചെയ്യുന്നില്ല എന്നുള്ള എലിഗേഷൻസ് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ പ്രോപ്പറായ രീതിയിൽ നമ്മൾ എന്ത് ചെയ്യണം, അഡ്രസ്സ് ചെയ്യണം. അങ്ങനത്തെ കംപ്ലൈൻസ് നമ്മൾ പ്രോപ്പർ രീതിയിൽ അഡ്രസ്സ് ചെയ്യണം. കാരണം നമ്മളിപ്പോൾ ഒരു ക്വാളിറ്റി കൺട്രോൾ സിസ്റ്റം നമ്മൾ ചൂസ് ചെയ്തു, നമ്മളത് ഇംപ്ലിമെൻറ്റ് ചെയ്തു. ആ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ട് നമ്മളെന്താണ് ചില റെഗുലേറ്ററി റിക്വയർമെൻറ്റ്സ് നമ്മൾ ഫോളോ ചെയ്യുന്നില്ല എന്നുള്ളൊരു കംപ്ലയിൻറ്റ് നമുക്ക് വരികയാണെങ്കിൽ, ഇപ്പോൾ നമ്മുടെ ഒരു സ്റ്റാഫ് എന്ന് പറയുകയാണ് നമ്മളുടെ പോളിസി എന്താണ്, ഈ ഒരു റെഗുലേറ്ററി റിക്വയർമെൻറ്റ് ഫോളോ ചെയ്യുന്നില്ല, അല്ലെങ്കിൽ നമ്മുടെ ക്ലയൻറ്റ് എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ആ ഒരു കംപ്ലയിൻറ്റ് നമ്മൾ പ്രോപ്പറായ രീതിയിൽ നമ്മൾ അഡ്രസ്സ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം, എന്താണോ മിസ്റ്റേക്ക് അത് നമ്മൾ മാറ്റണം. ദെൻ taking remedial actions against the personnel failing to follow quality control policies. അപ്പോൾ ഈ ഒരു ക്വാളിറ്റി കൺട്രോൾ പോളിസീസ് ഫോളോ ചെയ്യാൻ എന്തെങ്കിലും ഒരു ഫെയിലിംഗ് വരികയാണെങ്കിൽ, ഒരു പേഴ്സണൽ ഫെയിലിയർ വരികയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അതിന് തക്കതായുള്ള ഒരു ആക്ഷൻസ് നമ്മൾ എടുക്കണം, റെമഡിയൽ ആക്ഷൻസ് നമ്മൾ എടുക്കണം.
Then resolving deficiencies in the quality control systems design, operations or compliance when identified. അപ്പോൾ ഈ ഒരു ക്വാളിറ്റി കൺട്രോൾ ഡിസൈനിൽ എന്തെങ്കിലും ഒരു ഡിഫക്ട്സ് ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അത് നമ്മൾ റിസോൾവ് ചെയ്തിരിക്കണം. അപ്പോൾ എങ്ങനെയൊക്കെയാണ് ഈ ഒരു ഡെഫിഷ്യൻസി വരിക? ഒന്നുകിൽ ഡിസൈനിലായിരിക്കാം, അല്ലെങ്കിൽ ഇതിൻ്റെ ഓപ്പറേഷനിലായിരിക്കാം, അത് അല്ലെങ്കിൽ ഈ ഒരു സ്റ്റാൻഡേർഡ്സോ അല്ലെങ്കിൽ റെഗുലേറ്ററി റിക്വയർമെൻറ്റ്സോ കംപ്ലൈ ചെയ്യുന്ന രീതിയിലായിരിക്കാം. അപ്പോൾ ഇതാണ് ഇങ്ങനെ നമ്മൾ ഒരു മോണിറ്റർ ചെയ്യേണ്ടത്. ഫസ്റ്റ് നമ്മൾ മോണിറ്റർ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മളൊരു ക്വാളിറ്റി കൺട്രോൾ പോളിസീനാണ് നമ്മൾ മോണിറ്റർ ചെയ്യേണ്ടത്. ഫസ്റ്റ് നമ്മൾ ക്വാളിറ്റി കൺട്രോൾ പോളിസീസ് നല്ല രീതിയിൽ തന്നെ വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള രീതിയിൽ ഡിസൈൻ ചെയ്തിട്ടുണ്ടോ, അതേമാതിരി തന്നെ പ്രോപ്പറായിട്ട് രീതിയിൽ ഇംപ്ലിമെൻറ്റും ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യം നമ്മൾ നോക്കണം. നെക്സ്റ്റ് നമ്മൾ നോക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു പ്രൊഫഷണൽ, ലീഗൽ ആൻഡ് റെഗുലേറ്ററി റിക്വയർമെൻറ്റ്സിൽ വരുന്ന മാറ്റങ്ങൾ അല്ലെങ്കിൽ അപ്ഡേറ്റ്സ് നമ്മളുടെ ഒരു ക്വാളിറ്റി കൺട്രോൾ പോളിസീസിൽ ഇൻകോർപ്പറേറ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യം നമ്മൾ എൻഷുർ ചെയ്യണം. നെക്സ്റ്റ് ഈ ഒരു മോണിറ്ററിങ് റെസ്പോൺസിബിലിറ്റി ഒരു റെസ്പോൺസിബിളും അല്ലെങ്കിൽ എക്സ്പീരിയൻസും അതേമാതിരി തന്നെ ഓതറൈസ്ഡ് ആയിട്ടുള്ള അതോറിറ്റി ഉള്ള ഒരു വ്യക്തിക്ക് വേണം നമ്മൾ കൊടുക്കാൻ. വ്യക്തിക്കോ അല്ലെങ്കിൽ പാർട്ട്ണറിനോ വേണം നമ്മൾ കൊടുക്കാൻ. അത് കഴിഞ്ഞിട്ട് എന്ന് വെച്ചാൽ നമ്മൾക്ക് എന്തെങ്കിലും ഒരു കംപ്ലൈൻറ്റ് വരികയാണ്, ഏതെങ്കിലും ഈ ഒരു കംപ്ലൈൻസ് എന്ന് വെച്ചാൽ എത്തിക്കൽ സ്റ്റാൻഡേർഡ്സ് കംപ്ലൈ ചെയ്യുന്നതിൻ്റെ രീതിയിലൊരു കംപ്ലൈൻറ്റ് വരികയാണെങ്കിൽ നമ്മൾ ആ ഒരു കംപ്ലൈൻറ്റ് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ അഡ്രസ്സ് ചെയ്യണം. ആ ഒരു കംപ്ലൈൻറ്റ് അഡ്രസ്സ് ചെയ്യണം. ദെൻ ഒരു പേഴ്സണൽ ഫെയിലിംഗ് വരികയാണ്, ഈ ഒരു ക്വാളിറ്റി കൺട്രോൾ പോളിസി ഫോളോ ചെയ്യാൻ ഒരു ഫെയിലിയർ വരികയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അതിന് റെമീഡിയൽ ആക്ഷൻസ് നമ്മൾ എടുക്കണം. ആൻഡ് ഈ ഒരു ക്വാളിറ്റി കൺട്രോൾ സിസ്റ്റത്തിൻ്റെ ഡിസൈനിലോ ഓപ്പറേഷനിലോ അല്ലെങ്കിൽ അതിൻ്റെ കംപ്ലയൻസിലോ നമ്മൾ എന്തെങ്കിലും ഒരു ഡെഫിഷ്യൻസി ഐഡൻറ്റിഫൈ ചെയ്യുകയാണെങ്കിൽ അത് നമ്മൾ റിസോൾവ് ചെയ്യണം. Okay. Then example of monitoring practices. A firm reviews a random selection of completed engagement to check compliance with the updated audited standard. If deficiencies are found, such as missing documentation, appropriate training and corrective actions are implemented. അപ്പോൾ നമ്മളൊരു റിവ്യൂ നടത്തുകയാണ്. നമ്മളുടെ ഒരു കംപ്ലീറ്റ് ചെയ്തുള്ള എൻഗേജ്മെൻറ്റിനെ കുറിച്ച് ഒരു റിവ്യൂ നടത്തുമ്പോൾ നമുക്ക് എന്ത് മനസ്സിലാക്കി, നമ്മൾ ചില ഓഡിറ്റഡ് സ്റ്റാൻഡേർഡ്സിൻ്റെ അപ്ഡേറ്റ് നമ്മൾ കംപ്ലൈ ചെയ്തിട്ടില്ല, പുതിയൊരു സ്റ്റാൻഡേർഡ്സിൻ്റെ ഒരു റിക്വയർമെൻറ്റ്സ് നമ്മൾ അപ്ഡേറ്റ് ഇത് കംപ്ലൈ ചെയ്തിട്ടില്ല. അങ്ങനെ കാണുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ട്രെയിനിങ്ങും അതേമാതിരി തന്നെ കറക്റ്റീവായിട്ടുള്ള ആക്ഷൻസും എടുക്കണം എന്നാണ് ഇവിടെ പറയുന്നത്. സോ ഇതാണ് മോണിറ്ററിങ്. ദെൻ കമ്മ്യൂണിക്കേഷൻ ആൻഡ് ഡോക്യുമെൻറ്റേഷൻ. Policies and procedures should be documented and communicated to all personnel. അപ്പോൾ എല്ലാ വ്യക്തികളുടെ അടുത്തും നമ്മൾ എന്ത് ചെയ്തിരിക്കണം, നമ്മളുടെ പോളിസീസും പ്രൊസീജിയേഴ്സും പ്രോപ്പറായ രീതിയിൽ കമ്മ്യൂണിക്കേറ്റും ചെയ്യണം, അതേമാതിരി തന്നെ അത് ഡോക്യുമെൻറ്റും ചെയ്യണം. ഫേം ഷുഡ് ഓൾസോ എൻകറേജ് ഫീഡ്ബാക്സ് ടു ഇംപ്രൂവ് ദ ക്വാളിറ്റി കൺട്രോൾ സിസ്റ്റം. അപ്പോൾ ഫേം എന്ത് ചെയ്യണം, ഫീഡ്ബാക്ക് നമ്മളിപ്പോൾ ഒരു പോളിസീസും പ്രൊസീജിയേഴ്സും നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തു, അത് ഡോക്യുമെൻറ്റും ചെയ്തു, അതിനെതിരായിട്ടോ അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടോ എന്തെങ്കിലും ഫീഡ്ബാക്ക് വരികയാണെങ്കിൽ എന്ത് ചെയ്യണം, ഫേം അത് എൻകറേജ് ചെയ്യണം. Example, a feedback mechanism allows auditors to suggest improvements to the quality control process. അപ്പോൾ ഒരു ക്വാളിറ്റി കൺട്രോൾ പ്രോസസ്സിൽ എന്തെങ്കിലും ഇമ്പ്രൂവ്മെൻ്റ് എന്താണ്, ഈ ഒരു ഫീഡ്ബാക്ക് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നമ്മൾ ഇപ്പോൾ ക്വാളിറ്റി കൺട്രോൾ എന്താണെന്ന് നോക്കി, ഓഡിറ്റ് ക്വാളിറ്റി എന്താണെന്ന് നോക്കി, SQC 1 ഇതാണ് നമ്മൾ നോക്കിയത്. ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ള വെച്ചാൽ SA 220 എന്താണ് നമുക്ക് നോക്കാനുള്ളത്, നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ നോക്കാം. ഓക്കെ, നെക്സ്റ്റ് പാർട്ടിൽ നോക്കാം. അപ്പോൾ ഇതാണ് ഫസ്റ്റ് പാർട്ട്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് പാർട്ടിൽ ബാക്കിയുള്ള ടോപ്പിക്കുകൾ ചാപ്റ്റർ 1 നമുക്ക് നോക്കാം. സോ താങ്ക് യു.